നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലിരിക്കാം. 2 Timothy chapter 4, verse 9 to 13. Somebody read. മതി. ഇത് പെട്ടെന്ന് വായിച്ചാൽ അതിൽ വലിയ കാര്യമുള്ളതായിട്ട് തോന്നില്ല. ഒന്നാമത് നമുക്ക് മനസ്സിലാകാത്ത കുറേ പേരുകൾ അല്ലേ? തിഹിക്കോസ്, ഇവരെ ഒക്കെ എൻ്റെ സ്നേഹാന്വേഷണം അറിയിക്കുക. മാർക്കോസ്, ഇങ്ങനെ കുറേ പേരുകൾ. അപ്പോൾ ഒരാവശ്യം കൂടി പറയാണ്, നീ വരുമ്പോൾ ഒരു ഉപകാരം ചെയ്യണം. ഞാൻ കർപ്പോസിൻ്റെ വീട്ടിൽ വച്ചിട്ട് പോകുന്ന പുതപ്പ്, പുസ്തകങ്ങൾ, ചർമ്മലിഖിതങ്ങൾ, ഈ പാർച്ച്മെൻസാണത്. അതായത് ഈ മലയാളത്തിലെ പ്രയാസമുള്ള കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ ഉള്ളതാണ്. ഇനി തനി മലയാളം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒട്ടും പിടി കിട്ടില്ല. കാറ്, എൻ്റെ മലയാളം കേട്ടിട്ടുണ്ടോ? ചതുർചക്ര ധൃതഗമന യന്ത്രവൽകൃത നിയന്ത്രിത വാഹനം. സോപ്പ് അറിയോ? മാലിന്യ ദുരീകരണ പഥയുൽപാദന പിണ്ഡം, അതാണ് സോപ്പ്. പിന്നെ ഇത് കേരളത്തിൽ പോലും വന്ന് കടക്കാരനോട് ചോദിക്കില്ല, അടി തരുവൻ. മാലിന്യ ദുരീകരണ പഥയുൽപാദന പിണ്ഡം, അടി കിട്ടും. അത്തരം കക്ഷികളാണ് നമ്മൾ. ചർമ്മലിഖിതം, ചർമ്മം, തോല്, അതിലെഴുതിയത്, പാർച്ച്മെൻറ്റ്സ്. ഇളം കിടാവിൻ്റെ തോലാണത്. അന്നത്തെ എഴുതാനുള്ള ആർട്ടിക്കിൾ അതാണ്, അതിലാണ് എഴുതുക. അപ്പോൾ അത് കൊണ്ടുവരണം. പുതപ്പും കൊണ്ടുവരണം. അപ്പം അതിനു മുമ്പ് നമുക്ക് മറ്റൊരു വിഷയത്തിലൂടെ വന്നു വേണം ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ. സത്യത്തിൽ പൗലുസ് എന്ന മനുഷ്യൻ യേശുക്രിസ്തുവിൻ്റെ ശിഷ്യനല്ല. എന്നുവെച്ചാൽ പഠിച്ചിട്ടില്ല. യേശുവിൻ്റെ പാദത്തിലിരുന്ന് ആത്മാവിലുണ്ട് കേട്ടോ. യേശുവിനെ അക്ഷരാർത്ഥത്തിൽ കണ്ടു എന്ന് പറയാനും വയ്യ. വെളിപ്പാടിൽ കണ്ടിട്ടുണ്ട്. കണ്ടു എന്ന് അദ്ദേഹം തന്നെ പറയുകയാണ്. ഞാൻ നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കണ്ടിട്ടില്ലയോ? കണ്ടിട്ടുണ്ട്. നമ്മളൊക്കെ കണ്ട പോലെയാണ്. അല്ലെ, കുറേ കൂടെ ഒരു വിഷന് ക്ലാരിറ്റി കിട്ടി കാണും. ഇനി അടുത്തത്, ആ മനുഷ്യൻ യാതൊരു തരത്തിലുമുള്ള ഒരു ക്രിസ്ത്യൻ പരിശീലനം ആരിൽ നിന്നും കിട്ടില്ല. അദ്ദേഹം തന്നെ പറയാണ്, എനിക്ക് മുന്നമേ അപ്പോസ്തലന്മാരായവരുടെ അരികിൽ ഞാൻ യെരൂശലേമിലേക്ക് പോയില്ല, പഠിച്ചിട്ടില്ല. മനുഷ്യരോട് പഠിച്ചിട്ടില്ല, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല. എത്ര അഭിമാന പുരുഷരാണ് പറയുന്നല്ലേ. നമ്മളൊക്കെ അത് അഹങ്കാരം കൊണ്ടുപോകാൻ പറയുന്നത്. ആ വ്യത്യാസം. എനിക്കൊരുതിൻ്റെ ഒന്നും വേണ്ട, ദൈവമാണെന്ന് പറയുമ്പോൾ ഒരു അഹങ്കാരമുണ്ടല്ലേ. അതുതന്നെ എന്ത് തെറ്റല്ലേ. നമ്മൾ എത്രയോ കടമ്പകൾ കടന്ന് അവിടെ വരെ വന്നല്ലേ. എത്രയോ മനുഷ്യരുടെ പ്രാർത്ഥനയും സഹായവും അല്ലേ. അങ്ങനെയാണ്. അപ്പോൾ പൗലോസ് പറയാണ്, മനുഷ്യരിൽ നിന്നല്ല, മനുഷ്യരാലുമല്ല. എന്നിട്ട് അഭിമാനപുരസരം പറയാണ്, ഞാൻ കർത്താവിങ്കൽ നിന്ന് പ്രാപിച്ചു. യേശുവിന് 12 ശിഷ്യന്മാരുണ്ടായിരുന്നു. ആകെ 70 പേരാണ്. അതിൽ ചൂസൺ 12. അതിൽ നിന്നൊരു 3 പേരുണ്ടായിരുന്നു. അതിലൊരുവൻ തെറ്റിപ്പോയി. ബാക്കി ആളുകളൊക്കെ നല്ല സ്ട്രോങ് ആണ്. ആ തെറ്റൽ വലിയൊരു വിഷയമാണ്. കാരണം ഏറ്റവും വലിയ അറിവുള്ളൊരു മനുഷ്യൻ, വെറുതെ ഒരു അറിവല്ല, ആത്മാവിൽ കിട്ടിയ അറിവ്, വെളിപ്പാടിൽ കിട്ടിയ അറിവ്. അതുകൊണ്ട് തന്നെ നസ്രായനായ യേശു ആ മനുഷ്യനെ പ്രശംസിച്ചിട്ടുണ്ട്. പത്രോസ്, ബർയൂഹാന ശിമോൻ, നീ ഭാഗ്യവാൻ. ശരിക്കും കൃപയുള്ളവൻ എന്നാണ്. നീ കൃപയുള്ളവൻ. മലയാള പരിഭാഷയിലെ തെറ്റുണ്ട്. ജഡവും രക്തവുമല്ല നിനക്കിത് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവ്. യു ഗോട്ട് എ റെവലേഷൻ ഫ്രം ഓൾമൈറ്റി. ദാറ്റ്സ് വൈ യു റിക്കഗ്നൈസ് ഹൂ ആം ഐ. നിനക്കെന്നെ മനസ്സിലായി.
ഇത്രയും അപ്രിസിയേഷൻ കിട്ടിയൊരു മനുഷ്യൻ. അദ്ദേഹം പിന്നെ ഒരു പെണ്ണിൻ്റെ അടുത്ത് പറയുന്നത്, ഞാൻ അറിയുന്നില്ല, വെളിപ്പാടിൻ്റെ അറിവിൽ നിന്ന് താഴേക്കുള്ളൊരു തിരിച്ചു നടപ്പ്, ഒരു തകർച്ച, വലിയൊരു ഗുരുതരാവസ്ഥ. അത്രയും അറിവ് കിട്ടിയ ഒരാളുമില്ല. ആ അറിവുള്ള മനുഷ്യനാണ് പറയുന്നത്, 3 വട്ടം പറയുന്നത്, ഞാൻ അവനെ അറിയുന്നില്ല. ഇങ്ങനെയൊക്കെ പതറി. പക്ഷെ ദൈവം അവരെ കളഞ്ഞില്ല. അതുകൊണ്ട് പത്രോസിനുള്ള ഒരു പ്രതിഫലവും കുറച്ചില്ല. കുറ്റവാളിയായ ആ മകനെയും ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞു, മക്കൾ വാ, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക്. ഈ വാക്ക് കേട്ട് പത്രോസ് വല്ലാതെ ആയിപ്പോയി. ഞാൻ അവിശ്വസ്തനായിരുന്നിട്ടും വിശ്വസ്തനായ നിൻ്റെ കൃപ, ആ കൃപ നിമിത്തമാണ് നമ്മളിവിടെ വന്നേ. ഹല്ലേലൂയ. ഗുരുതര പിന്മാറ്റങ്ങളുടെ വേദനയിൽ ഞാൻ അങ്ങേ തള്ളിപ്പറഞ്ഞിട്ടും നീ എനിക്ക് കരുതി വെച്ചതൊന്നും മുടക്കം വരുത്തില്ല. ഉറപ്പിച്ചിങ്ങ് തന്നു, ഉറപ്പിച്ച്. അങ്ങനെയെങ്കിൽ നേരെ പോയിരുന്നെങ്കിൽ എത്രയധികം. പ്രിയരെ, ഈ മനുഷ്യൻ, ഇവരൊരു കൂട്ട് അതിശക്തമായിട്ട് വളരുന്നുണ്ട്. പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, അല്ലേ? പിന്നെ ജെറുസലേമിലെ സഭ ഒരു പീഡനം നേരിട്ടു. ദ ചർച്ച് ഇൻ ജെറുസലേം സ്കാറ്റേർഡ് എവരിവെയർ. ചിതറിപ്പോയ ആളുകൾ അവിടെ വചനം പ്രസംഗിച്ചു. അങ്ങനെ ചർച്ചുണ്ടായി. നല്ലത്. പക്ഷെ വേറൊരു ടീം പാരലായി വരിക, അതിൻ്റെ ലീഡർഷിപ്പ് പൗലുസിനാണ്. ജെറുസലേം ക്രിസ്ത്യാനിറ്റിയുടെ ലീഡർഷിപ്പ് പീറ്ററിനാണ്. അതുകൊണ്ട് ആക്ട്സ് ഓഫ് ദി അപ്പോസ്റ്റലിൽ നിങ്ങൾക്കൊരു കാര്യം കാണാം. ഫസ്റ്റ് 11 chapters, സെൻറ്റർ ഓഫ് ദ ചർച്ച് വാസ് അറ്റ് ജെറുസലേം ആൻഡ് ദ ലീഡർഷിപ്പ് ബിലോങ്സ് ടു പീറ്റർ. ഹിസ് ലാംഗ്വേജ് വാസ് അരാമിക്. അവൻ അരാമിക്കിലാണ് പ്രീച്ച് ചെയ്തത്. അതിൻ്റെ എന്താ പറയുക, ആ ഏരിയ, ജോഗ്രഫിക്കൽ ഏരിയ 120 kilometers പാലസ്തീൻ. അതിനുള്ളിലാണ് മിനിസ്ട്രി. അതിനുള്ളിൽ ഭാഷ അരാമിക്ക്, ലീഡർഷിപ്പ് പത്രോസിൽ, സെൻറ്റർ ഓഫ് ദി ചർച്ച് ജെറുസലേം. ഇതാണെങ്കിൽ സെക്കൻഡ് പാർട്ട് ഗതി മാറുക. സെൻറ്റർ ഓഫ് ദി ചർച്ച് അറ്റ് ആൻറ്റിയോക്ക് ഓഫ് സിറിയ. സിറിയയിലെ അന്ത്യോക്യയാണ് ക്യാപിറ്റൽ, സെൻറ്റർ. പൗലുസാണ് മുഖ്യ പ്രസംഗകൻ. പ്രസംഗിക്കാൻ ഉപയോഗിച്ച ഭാഷ മെയിൻലി ഗ്രീക്കാണ്. അപ്പം ലിംഗ്വ ഫ്രാങ്ക്വ, ലോകത്തെ കണക്ട് ചെയ്യുന്ന ഇന്ന് ഇംഗ്ലീഷ് പോലെയുള്ളൊരു ലാംഗ്വേജ് കൊണ്ട് പൗലുസാണ് പ്രസംഗം തുടങ്ങുന്നത്, അങ്ങോട്ട് പോകുന്നത്. അവിടെ മുതൽ സ്ഥിതി മാറി. കമ്പാനിയൻ ഓഫ് പീറ്ററുണ്ട് ആൻഡ് കമ്പാനിയൻ ഓഫ് പോളുണ്ട്. 2 പേരെയും എടുത്ത് പരിശോധിച്ചാൽ നമുക്കൊരു കോൺട്രിബ്യൂഷൻ തന്നതേ പൗലുസിൻ്റെ ആളുകളാണ്. നമ്മൾ ബാക്കി ആളുകൾ എവിടെ പോയി എന്ന് വലിയ പിടിയില്ല. ചരിത്രത്തിലൊക്കെ ഉണ്ട്. നഥനയേലിന് എന്ത് പറ്റി, കൂടെ വന്ന മറ്റു പ്രിയപ്പെട്ടവർക്ക് എന്ത് പറ്റി, അവരേത് വഴി പോയി. പക്ഷേ യേശുവിൻ്റെ പാദത്തിൽ നിന്ന് പഠിക്കാത്ത, മാർക്കോസിൻ മാളിക മുറിയിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാത്ത, ലാസർ ഉയർക്കുന്നത് നേരിട്ട് കണ്ടിട്ടില്ലാത്ത, കടൽ മീതെ നടക്കുന്ന സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിക്കാത്ത പൗലുസും ലൂക്കോസും, മുമ്പേ നമ്മൾ വായിച്ചു വിട്ട തിഹിക്കോസും തിമത്യോസും തിത്തോസും ഒക്കെ അടങ്ങുന്ന ഒരു പടരംഗത്തിറങ്ങിയപ്പോൾ കളിയങ്ങ് മാറി. അപ്പോൾ പാരമ്പര്യത്തിലല്ല, നമ്മൾ എവിടുന്ന് വന്നു എന്നുള്ളതിലല്ല, നമ്മൾ ആരാണെന്നുള്ളതല്ല, നമ്മുടെ ഒപ്പം നിൽക്കുന്നവൻ ആരാ? ഹല്ലേലൂയ. നമ്മുടെ കൂടെ നിൽക്കുന്നവൻ. ഇപ്പം സ്ഥിതി മാറിയണ്ട. നമ്മൾ അതിലും അനുഗ്രഹിക്കപ്പെട്ടവരാന്ന് ഞാൻ ഒരിടത്ത് പറഞ്ഞു. ആൾക്കാർക്ക് വിശ്വാസം വരുന്നില്ല. അതിലും സാധ്യത നമുക്കുണ്ട്, ഉണ്ടെന്ന്. അതിലും സാധ്യത. അതിലും ഭാഗ്യവാന്മാരും നമ്മൾ. പ്രതിഫലവും നമുക്കാണ് കൂടുതൽ. കണ്ടൊക്കെ വിശ്വാസമില്ല. പത്രോസ്, അന്ത്രയോസ്, യാക്കോബിനേക്കാളൊക്കെ നമുക്കാണ് പരിഗണന കൂടുതൽ. ചർച്ചയ്ക്കാ വിശ്വാസമില്ല. പറയാം. കാരണം അത് ക്ലെയിം ചെയ്ത് വാങ്ങണം അവിടെ ചെന്ന്. അതിനാണ് ഞാനീ പറയുന്നത്. ഞാനിവിടെ വന്നുകൊണ്ട് കുറേ ഗുണമുണ്ടായി. പാട്ടുപാടിയ കക്ഷി എന്തി ഇവിടെ ഉണ്ടോ? ആ മനുഷ്യൻ എങ്ങനെ മെലിഞ്ഞു എന്നൊക്കെ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞായിരുന്നു. ഇന്നലെ മനസ്സിലായി. കഴിഞ്ഞപ്പോൾ ഇത് എന്നോട് പറഞ്ഞു, പക്ഷേ ഇന്നാണ് എനിക്കത് മനസ്സിലായത്. ഞാൻ മനസ്സിലായിരുന്നു. മിണ്ടുണ്ടോ പോട്ടെ. പുതുതായിട്ട് വന്നവർക്ക് അറിയില്ല. അപ്പം ഞാൻ അതുപോലൊരു കാര്യമാണ് പറയുന്നത്. സ്വർഗത്തിൽ ചെന്ന് നമുക്ക് പറയാൻ, വാദിക്കാനൊരു വകുപ്പാണ് പറഞ്ഞിരുന്നത്. ഈ യേശു 5 അപ്പം
5000 ഒക്കെ കൊടുക്കുമ്പോൾ ഒരു പീസ് എനിക്കും കിട്ടണമെന്ന് പറഞ്ഞാൽ നമ്മളാരും അവിടെ ഇല്ല. നമ്മളന്ന് ജനിച്ചിട്ടില്ല. യേശു കടലിൻ മീതെ നടക്കുന്നത് നമ്മൾ കണ്ടില്ല. ലാസർ ഉയർക്കുമ്പോൾ ആ പഞ്ചായത്തിലേ നമ്മളില്ല. അവരാരും കണ്ടുള്ള വലിയ മിറക്കിൾ, ചെറിയ ചില അനുഭവങ്ങൾ അതുമായി താരതമ്യം ചെയ്യുമ്പോൾ അതിനപ്പുറത്തൊന്നും നമുക്കില്ല. ഇത്രയും അനുഭവിച്ച ചങ്ങാതി പറയുക, ഞാൻ നിന്നെ അറിയുന്നില്ല. ഇതൊന്നും അനുഭവിക്കാത്ത പാവപ്പെട്ട നമ്മൾ പറയാ, അങ്ങ് മാത്രം രക്ഷകൻ, അങ്ങ് മാത്രം വീണ്ടെടുപ്പുകാരൻ. ആരൊക്കെ അങ്ങേ ത്യജിച്ചാലും ഞങ്ങൾ ത്യജിക്കില്ല. എത്ര ഒറ്റപ്പെടൽ വന്നാലും നമ്മൾ പോവില്ല. അങ്ങനെ നിൽക്കുന്ന നമ്മളെ കർത്താവ് വെറും കൈയോടെ വിടുവോ? അതിനാ ഞാൻ പറഞ്ഞേ. ഹല്ലേലൂയ. അനുഭവങ്ങളുടെ ശക്തി ഇന്ന് വർദ്ധിക്കണം. സന്തോഷത്തോടെ വേണം വചനം കേൾക്കാൻ. നമ്മളൊക്കെ ചിലപ്പോൾ ചെറിയ ചില കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തകർന്നിരുന്ന ജീവിതത്തെ, അല്ലേ? ഇപ്പോൾ ചർച്ചകളിലൊക്കെ ചെറിയ പ്രശ്നങ്ങളുണ്ടാവും. നമ്മൾ അവരെ വിമർശിക്കാൻ വേണ്ടി ഇരുന്ന് നമ്മുടെ കൃപ പോവും. പ്രാർത്ഥിക്കണം ആ നേരം കൂടെ. നമ്മുടെ ചെറിയ കുടുംബം കൊണ്ടുപോകാനുള്ള പ്രയാസം ആലോചിച്ച്, അപ്പോഴാണ് ഈ 10 ലക്ഷക്കണക്കിന് മനുഷ്യർ കൂടുന്ന ഒരു സ്ഥാപനം കൊണ്ടുകൊണ്ടവരവർ ന്യായീകരിക്കൊന്നുമല്ല. ഞങ്ങളൊക്കെ ഈ തെറ്റ് പാസുമാർ കൂടുമ്പോൾ പറയാറുണ്ട്, ഇല്ലെന്നൊന്നുമല്ല. അപ്പം നമുക്ക് ഒരു സമൂഹത്തെ ലീഡ് ചെയ്യാൻ അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടെന്ന്. അത് പ്രയാസം. പ്രതിപക്ഷത്തിരിക്കുന്ന പോലല്ല വി.ഡി. സതീശൻ മുഖ്യമന്ത്രിയായപ്പം. അവിടെ നിന്ന് അത് ഇതൊക്കെ പറയാം. ആ സ്റ്റേജിലിരിക്കണം, ആ ഉത്തരവാദിത്തത്തിൽ, അല്ലേ? അവിടെ വരണം. അത് വേറെയാണ് ജോലി. അപ്പോൾ ഇവർക്ക് അതിനാ വചനം പറയുന്നത്, ഇവർക്ക് നല്ല രീതിയിൽ ഗൈഡ് ചെയ്യാൻ കൃപ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. അതിലെ അവരിലൂടെ ദൈവം അവരെ ഉപയോഗിച്ചെങ്കിൽ ഒരു ഉണർവ് രൂപപ്പെടും. അതിനൊക്കെയാണ്. ഹല്ലേലൂയ. അപ്പോൾ ഇതുപോലെ പൗലോസിൻ്റെ ഒരു ശൈലി ഇതൊക്കെ പറയുമ്പോഴും ഒരല്പം കട്ടിയാണ്. അദ്ദേഹം ക്രൂശിനെ അനുഭവിച്ച ഒരു വസ്തുത പറയാനാണ് ഇങ്ങോട്ട് വന്നത്. എന്നിട്ട് വേണം ഈ വിഷയത്തെ നേരിട്ട് സമീപിക്കാൻ. മനസ്സിലാകുന്നുണ്ടോ? ആദ്യം ഞാൻ പലയിടത്തും ക്രൂശിനെ പറ്റി പറഞ്ഞു. പൗലോസാണ് നമ്മെ പഠിപ്പിച്ചത്. ഈ ക്രൂശിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മൾ കേൾക്കുമ്പോൾ ഒരു സങ്കടവും വിഷമതകളും ഒക്കെ നമുക്ക് വരും, അല്ലേ? പക്ഷെ ആ സങ്കടത്തെ അതിജീവിക്കുന്ന ഒരാവേശം ക്രൂശ് നമുക്ക് തരണം. ഒരാവേശം. ശരിയാണോ? റഷ്യയിൽ പണ്ട് സർചക്രവർത്തിമാർ തൊഴിലാളികളും തമ്മിലുള്ള സംഘർഷമാണല്ലോ വിപ്ലവം അവിടുത്തെ. അവസാനം തൊഴിലാളികൾ ഓരോ സ്ഥലങ്ങൾ പിടിച്ചെടുത്ത് പോകുമ്പോൾ സർചക്രവർത്തിമാർ ഓടുക, സ്ഥലം വിട്ടു. ഇവരെവിടെ പോയാലും നിശേഷം തീർക്കാൻ പോവാ. ആ ഘട്ടത്തിൽ കരിങ്കടലിൻ്റെ കരയിൽ തീരത്ത് വലിയ പാറക്കെട്ടുകളും ഗുഹകളും ഉണ്ട്. ഇവരതിനകത്ത് നുഴഞ്ഞു കയറി ഒളിച്ചിരിക്കുക, പ്രാണരക്ഷാർത്ഥം. പിന്നാലെ വരുന്നുണ്ട് ചെമ്പട, മറ്റേ യുദ്ധത്തിന് വരുന്നേ ചെമ്പട പിന്നാലെ വരുന്നു എന്നറിഞ്ഞ്, റെഡ് ആർമിയാണ് ചെമ്പട കേട്ടോ, റെഡ് ആർമി വരിക റഷ്യയുടെ. ഇവരൊരു തന്ത്രം മെനഞ്ഞു. അവിടെ കണ്ട ആ പാറയുടെ പുറത്തെഴുതി വെച്ചു, ഞങ്ങൾ കരിങ്കടലും കടന്ന് മറുകരയിലേക്ക് പോകുന്നു. അവിടെ പാത്തിരുന്നു, ഒളിച്ചിരുന്നു. ചെമ്പട പിന്നാലെ വന്നപ്പോൾ ഇത് വായിച്ചിട്ട് ആവേശം കൊണ്ട് ഒരുവൻ താഴെ എഴുതി, അതുകൊണ്ടൊന്നും കാര്യമില്ല, ഞങ്ങൾ അവിടെയും വരും. മനസ്സിലായില്ലേ? അങ്ങനെ ഞങ്ങൾ അവിടെയും വരും. അന്ന് പഠിക്കാൻ കുറേ പാഠമുണ്ട്, അല്ലേ? അപ്പോൾ ക്രിസ്തുവിൻ്റെ ക്രൂശ് ലോകത്താര് സുവിശേഷത്തിൻ്റെ വഴിയടച്ചാലും ആ ക്രൂശിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടിട്ട് പറയണം, ഞങ്ങൾ അവിടെയും വരും, ഞങ്ങൾ അവിടെ അയക്കും, ഞങ്ങൾ അവിടെയും പ്രസംഗിക്കും. അതിനുള്ളവരാണ് നമ്മൾ. ആ സ്വഭാവ മഹിമയാണ് പൗലോസിനെ വ്യത്യസ്തനാക്കുന്നത്. ക്രൂശിനെ അറിഞ്ഞു അദ്ദേഹം. അതിലേക്കാണ് നമ്മൾ പോവുക. ഈ ക്രോസ് അല്ലെങ്കിൽ ക്രൂശ്, അത് രണ്ട് സിമിലറായ വേർഡാണ്. ട്രാൻസ്ലിറ്ററേഷൻ ഓഫ് ക്രോസ് ആണ് ക്രൂശ് മലയാളത്തിലെ. ഈ ക്രൂശ് എന്ന പദം അല്ലെ ക്രോസ് എന്ന വാക്കുണ്ടാകുന്നത് ലാറ്റിനിലെ ക്രക്സ് എന്നൊരു പദത്തിൽ നിന്നാണ്. ക്രക്സ്. അപ്പോൾ ക്രക്സ്, ക്രോസ്, ക്രൂശ്
ഇങ്ങനെയാണ്. ഇനി ഗ്രീക്കിലെ പേര് രസകരമാണ്, സ്റ്റൗറോസ്. അതാണ് ഗ്രീക്കിൽ പറയുന്ന ക്രൂശിൻ്റെ പേരാണ് സ്റ്റൗറോസ്. സ്റ്റൗറോസിൻ്റെ ശരിക്കുള്ള അർത്ഥം ടോർച്ചർ ചെയ്യാനുള്ള ഒരു വുഡ്, ദണ്ഡന സ്തംഭം, ദണ്ഡിപ്പിക്കാനുള്ള തൂണ്. ഈ ക്രൂശിനെ പറ്റി നമ്മൾ ധരിച്ചു വെച്ചിട്ടുള്ള ചില കാഴ്ചപ്പാടുകളുണ്ട്. അത് പകുതിയും തെറ്റാണ്. എന്താണ് ക്രോസ്? ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും നിൽക്കുന്ന, ലംബവും തിരശ്ചീനവുമായി നിൽക്കുന്ന രണ്ട് മരത്തടികൾ. അത് ചതുരവടിയുള്ള മരത്തടി അല്ല കേട്ടോ. പണിയെടുത്ത ആശാരി ഉളി കൊണ്ട്, ചിന്തേര് കൊണ്ട് കടഞ്ഞുണ്ടാക്കുന്ന ഒരു സംഗതിയൊന്നുമല്ല. മരം വെട്ടി അപ്പാടെ കൊണ്ടുവരികയാണ്. ആർക്കാ നിർബന്ധം ഇത് വൃത്തിയാക്കി പാവിയെ കൊല്ലണമെന്ന്? അങ്ങനെ നിർബന്ധമില്ല. ഉരുളൻ തടിയാണ്, രണ്ട് തടികൾ. നമ്മൾ കഷ്ടാനുഭവ ആഴ്ചയിൽ കാണും പോലെ ഈ ക്രൂശിങ്ങനെ പിണച്ച് വെച്ചൊരുവൻ തോളിൽ കൊണ്ടുപോകുന്ന രീതിയുമില്ല. അതിലൊരു തടി ചുവന്നാൽ മതി, ആ സ്റ്റെം. ദ സ്റ്റെം ഓഫ് ദ ക്രോസ് ഈസ് നോൺ ആസ് സിംപ്ലക്സ്. ഈ സ്റ്റെം അത് എടുക്കണ്ട. ഈ സ്റ്റെം ഓൾറെഡി ആ സ്ഥലത്ത് കാണും, ശിക്ഷ അടക്കേണ്ടടുത്ത് കൊണ്ടെത്തിച്ചിരിക്കും. ഒരു വിലങ്ങൻ തടിയുണ്ട്, അതിന് പറയുന്നത് ആ ക്രോസ് ബാർ. ദ ക്രോസ് ബാർ ഇസ് നോൺ ആസ് പാറ്റീബുലം. സിംപ്ലക്സ് ആൻഡ് പാറ്റീബുലം, 2 parts ഓഫ് ദ ക്രോസ്. അപ്പോൾ ഈ ക്രോസിൻ്റെ 2 ഭാഗങ്ങൾ, അതിൽ ഈ തോളിൽ വെക്കുന്ന പാറ്റീബുലം അത് മാത്രം ചുമന്ന, ലാറ്റിൻ വേർഡാണ്. അത് ചുവന്നാൽ മതി. ചുവന്നാൽ മതി പറഞ്ഞാൽ അത് കട്ടിയാണ്. ഒരുത്തൻ്റെ തോളിലേക്ക് അത് വച്ചിട്ട് കയറിന് കെട്ടുകയാണ് കൈകുട്ടി, എന്നിട്ട് നടത്തുക. ചിന്തിച്ച് നോക്കിയേ, അത് ഈ മറ്റേ ഇത് ചുമന്നു പോകുന്നതിലും കഷ്ടമാണ്. ഇത് ഇത്രയും വലിയ തടി, സ്ഥലം അനക്കാൻ വയ്യ. ഇത് തോളിൽ ഇങ്ങനെ എത്തുണ്ടോല്ല. ക്രൂശൻ തോളിൽ വെച്ച് പോയി എന്നതിനേക്കാൾ ഇങ്ങനെയാണ് എൻ്റെ പണി. അവിടെ ചെന്നിട്ട് ഈ കയറഴിച്ച് പിണച്ച് കെട്ടുകയാണ്. എന്നിട്ടാണ് ക്രൂശിൽ ആണി അടിക്കുന്നത്. ആണിയടിക്കുന്നതിനും ചില രീതികളുണ്ട്. കൈവെള്ളയിലല്ല ആണിയടിക്കുക, അശാസ്ത്രീയമാണത്. ആണിയടിക്കുന്നതിന് മുമ്പ് അപ്പോത്തിക്കരി എന്ന് വിളിക്കുന്ന വൈദ്യൻ, അപ്പോത്തിക്കരി എന്ന പേര് പഴയ ആൾക്കാർക്കൊക്കെ അറിയാം അല്ലേ? ഡോക്ടർ, അപ്പോത്തിക്കരിയെ വിളിക്കണം. അപ്പോത്തിക്കരി വന്ന് ഈ ഞരമ്പും നാഡിയുമൊക്കെ പരിശോധിച്ചിട്ട് കറുത്ത മഷിക്ക് സ്പോട്ട് ചെയ്യണം ആണിയടിക്കേണ്ട സ്ഥലം. വളരെ നേരം എടുക്കും എന്നെ. അന്നേരമെല്ലാം വേദന കൊണ്ട് പിടയ്ക്കുക, ചാട്ട വാറിൻ്റെ അടിയിൽ അടയാളപ്പെടുത്തും, ജോലി തീർന്നു. ഇതിലേക്ക് പ്രത്യേകം പണി കഴിപ്പിച്ച ചതുരവടിയുള്ള, അഗ്രം നല്ല മുനയുള്ള, ഒരു ഭാഗം ഉരുണ്ടിരിക്കുന്ന, മൈക്രോഫോണിൻ്റെ ഈ ഭാഗം പോലെ ഇരിക്കുന്ന ഒരാണി അടിക്കുകയല്ല, കുത്തി തുളച്ച് കയറ്റുകയാണ്. അത് വെറുതെ അങ്ങ് തുളയ്ക്കല്ല. ഇയാളിനെ ഇങ്ങനെ കിടത്തിയിട്ട് കുറ്റപത്രം വായിക്കും. റോമാണ്, അതാ കോടതി ഉണ്ടായത് അവിടുന്നാണ്. തൊട്ടടുത്ത നമ്മുടെ കോടതി എവിടെയാണെന്ന് എനിക്കറിയില്ല. ആ കോടതിയിൽ ഇപ്പോഴും ഉപയോഗിക്കുന്നത് റോമിലെ ഭാഷയാണ്. യേശുവിനെ ക്രൂശിച്ച അതേ കോടതിയിലെ പീലാത്തോസിൻ്റെ ഭാഷയാണ്, ലാറ്റിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ട് ജുഡീഷ്യറി, ഇംഗ്ലീഷല്ല. കണ്ടില്ലേ ഒരു കക്ഷി ഇങ്ങനെ നിൽക്കുന്നത്? ഞാൻ ഇന്നലെ പറഞ്ഞു അല്ലേ? അയാളുടെ കണ്ണ്, അവരുടെ കണ്ണെല്ലാം കെട്ടി വെച്ചിരിക്കുകയാണ്, ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അവിടെ കോടതികളെ, എല്ലാ ലോകത്തിലെ കോടതികളുടെയും ഒരു പ്രാമാണിക വാക്യമുണ്ട്, ഓടി ആർട്ടം പാർട്ടം. കേട്ടിട്ടുണ്ടല്ലോ? യു ഷുഡ് ബി ഓഡിബിൾ ടു ബോത്ത് സൈഡ്. 2 സൈഡും കേൾക്കണം. അങ്ങനെ കേൾക്കാത്ത ആൾക്കാർ നമ്മുടെ ചർച്ചിലെ ലീഡർമാർ, അവരൊരു സൈഡേ കേൾക്കുള്ളൂ. അതായി പറ്റുന്നത് കാര്യം. ഞാൻ അങ്ങ് പറഞ്ഞാൽ ഇത് മനസ്സിരിക്കട്ടെ, ഇത് ഞാൻ പറഞ്ഞായിട്ട് പറയല്ലേ. ഞാനതിന് ചോദിച്ചു ലൈവ് ഉണ്ടോയെന്നൊക്കെ. ലൈവ് ഇല്ലല്ലോ, സൂമിലല്ലോ ഉള്ളോ? നന്ദി കുഞ്ഞേ, വളരെ നന്നായിരിക്കും. ലൈവ് ഉണ്ട്. അയ്യോ, ഓർപ്പിച്ച് നന്നായി. ഒന്നാമത് എനിക്ക് ആവശ്യത്തിന് പ്രശ്നമാണ് എൻ്റെ കൂടെ. 2 സൈഡും കേൾക്കണം. അപ്പോൾ അതാ ദൈവം. നമ്മൾ ഭാര്യയായിട്ട് പിണങ്ങിയാൽ, ഭർത്താവായിട്ട് പിണങ്ങിയാൽ പെട്ടെന്ന് തീർപ്പ് വരാത്തതുകൊണ്ട് 2ഉം കേൾക്കാൻ ഒരാളേ ഉള്ളൂ അവിടെ. പിശാച് പ്രാർത്ഥിച്ചാലും കേൾക്കാൻ ഒരാളാണ് ഉള്ളത്. അവൻ്റെ പ്രാർത്ഥനയെ ദൈവം കേട്ടിട്ടുണ്ട്, ബൈബിളിലുണ്ട്.
ഞങ്ങളെ ആ പന്നിക്കൂട്ടത്തിലേക്ക് വിട്ടേക്കാവോ? ആ, നീ പൊക്കോളാം. അവന് പറ്റിയ സ്ഥലം അവൻ ചോദിച്ചു. അത്രയും വിവരം അവൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് അത് ചോദിച്ചത്. നമ്മൾ അമേരിക്കയിൽ വിടണം, അവിടെ വിടണം, ഇവിടെ വിടണം എന്നൊക്കെ പറയുമ്പം അല്ലേ, ആ അവൻ എങ്ങോട്ടാണ് പോകണമെന്ന് പറഞ്ഞേ? ആ, നീ അങ്ങോട്ട് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ ദൈവമുള്ളൂ പ്രാർത്ഥന കേൾക്കാൻ. ഗോഡ് ആൻസറിങ് പ്രെയർ. ആരുടെയും പ്രാർത്ഥന കേൾക്കും, അങ്ങനെയാ അല്ലേ? ആ, അപ്പോൾ കോടതി സംവിധാനമല്ല ഉണ്ടായത് എവിടുന്ന? റോം. കോ വാറണ്ടം എന്നൊക്കെയുള്ള വേർഡുകളില്ലേ, ഇതെല്ലാം അങ്ങനെ ഉണ്ടായതാ. ഇന്നും അതാ കിടക്കുന്ന, ആ പദങ്ങൾ പാകി കിടക്കുകയാണ് സംവിധാനത്തിൽ. അപ്പോൾ തെറ്റിക്കാനൊന്നും പറ്റില്ല, ക്രൂശീകരണമെന്നും പറഞ്ഞ്. അപ്പോൾ ഈ കയ്യിൽ കാലിലേക്ക് തുളച്ച് കയറ്റിയ അനന്തരം അപ്പോൾ വായിക്കും ഈ കുറ്റപത്രം. നസ്രായനായ യേശു എന്ന താങ്കൾ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം ലംഘിച്ച് സ്വന്തമായൊരു രാഷ്ട്രം കെട്ടിപ്പടുക്കുമെന്നും രാജാവാണെന്നും പ്രചരിപ്പിച്ചു. അണികളെ സംഘടിപ്പിച്ചു. ആയിരക്കണക്കിന് ആളുകളെ കൊണ്ട് റോമൻ ജനറലിൻ്റെ ഓഫീസിനരികിൽ കൂടി, പീലാത്തോസിൻ്റെ ഓഫീസിൻ്റെ മുമ്പിൽ കൂടി മാർച്ച് ചെയ്ത് നിങ്ങൾ ആഴ്ചകൾക്കപ്പുറത്ത് ജെറുസലേമിലേക്ക് പ്രവേശിച്ചതുൾപ്പെടെ നിങ്ങൾ നടത്തിയ ഏർപ്പാടുകൾ കുറ്റകൃത്യത്തിൽ അധിഷ്ഠിതമാണെന്ന് മനസ്സിലാവുകയും ഹെരോദാവിൻ്റെ കോടതിയും അന്നാസിൻ്റെയും കയ്യഭാവിൻ്റെയും കോടതിയും വീണ്ടും പീലാത്തോസിൻ്റെ കോടതിയും പലതവണ പരിശോധിച്ചിട്ടും നിങ്ങൾക്ക് രക്ഷപ്പെടാനുള്ള അവസരങ്ങൾ തന്നിട്ടും തിരുത്താൻ മനസ്സില്ലാതെ രാജാവ് തന്നെ എന്നുറച്ചു നിന്ന കുറ്റം ചുമത്തി ഇന്നേ ദിവസം, വിധി പുറപ്പെടുവിച്ച ഇതേ ദിവസം താങ്കളെ റോമൻ ശിക്ഷാ നിയമപ്രകാരം ക്രൂശിക്കുന്നു. ഇതങ്ങോട്ട് പറയുകയും ജനമെല്ലാം ഉച്ചത്തിൽ വിളിച്ചു പറയും, റോമാ കൈസർ ജയിക്കട്ടെ, ജയിക്കട്ടെ. ഈ ആരവാരം മുഴങ്ങുന്ന സമയത്ത് ഇതങ്ങ് കുത്തിയിറക്കും. 3 പേരോട് ഒരുമിച്ചാണ് കുത്തുന്നത്, ആരാച്ചാർമാർ. ബ്ലഡ് ചീറ്റി ഞരമ്പുകൾക്കുള്ളിലൂടെ രക്തം പരമാവധി പുറത്തു പോകും. ദാഹം പെരുകും. ഒടുക്കമൊരു അർദ്ധമയക്കത്തിലേക്കാകുന്ന ഘട്ടം നോക്കി ഈ വലിച്ചു വച്ച കരങ്ങൾ ആണി ചുറ്റിക കൊണ്ട് അടിച്ചടിച്ചടിച്ച് തടിയിലേക്ക് കയറ്റും. ഇനി ഇതെടുത്ത് നിർദ്ദിഷ്ട കുഴിയിൽ ഇറക്കി വയ്ക്കും. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ശൈലി. പക്ഷെ ഒന്നുകൂടെ, മരണം ഉറപ്പാക്കാതെ ഉദ്യോഗസ്ഥന് ഇവിടുന്ന് പോകാൻ പാടില്ല. അവിടെ നിൽക്കണം, ആ സ്ഥലത്ത് നിൽക്കണം. സ്തോത്രം. അതിന് അവരവിടെ നിന്നേച്ച് ലാസ്റ്റ് മരിച്ചോന്നറിയാൻ കുത്തി നോക്കുന്നേ. ഇനി ഒന്ന്, ഈ കിടക്കുന്ന കിടപ്പിൽ ഈ അവസ്ഥ വളരെ ഭീകരമാണ്. കാരണം വേറെ ആളുകളുണ്ട് ക്രൂശിച്ചിട്ടേക്ക്. ഈ കള്ളന്മാരും അല്ല പിന്നെ ഉണ്ട്. കാരണം ഇത് ഒരു ദിവസം അങ്ങ് നടത്തുക, എല്ലാം കൂടെ തീരട്ടെന്നോർത്ത്. പക്ഷേ നമ്മൾ പറയുന്ന വിഷയത്തിൽ ഇവരാണ് പ്രധാന പോയിൻ്റ്. അതുകൊണ്ടാണ് ബാക്കി ആളുകളെ ഇടാത്തത്. അവിടെ അന്ന് വലിയൊരു പരമ്പരയാണിത്. ഭീകരമാണ് ആ കാഴ്ച. അപ്പോൾ 2 ആളുകളെ ഇടത്തും വലത്തുമായി ക്രൂശിച്ചു. അതിൻ്റെ കാരണം പൊളിറ്റിക്കലായ കുറ്റവാളികളവർ. നമ്മൾ ഈ കള്ളന്മാരെന്നവരെ വിളിച്ചാലും വാസ്തവത്തിൽ കള്ളനല്ല. കള്ളന് ലോകത്തെവിടെയും വധശിക്ഷയില്ല. കൈയൊക്കെ വെട്ടിക്കളയുന്ന ശിക്ഷയൊക്കെ ഉള്ളൂ, തടവുമൊക്കെ ഉള്ളൂ, ഫൈനൊക്കെ ഉള്ളൂ. നമ്മുടെ നാട്ടിൽ കഠിന തടവാണ് കള്ളന്മാർക്ക്. കഠിന തടവെന്ന് കേട്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണോ എന്നൊരു തോന്നൽ. കഠിന തടവെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ഈ ആളിനെ ഇങ്ങനെ കിടത്തിയിട്ട് തടവ്. ഈ പിണ്ടതയിലൊക്കെ തൂത്ത് അവർ ഇങ്ങനെ, അതായത് ഇവരൊക്കെ ഇറങ്ങി വന്നത് ഇങ്ങനെയാണ് വരുന്നത്, നേടിയെന്ന്. ജയിലിൽ നിന്ന് വരുമ്പോൾ കണ്ടിട്ടുണ്ടോ? ആ, അതാ വ്യത്യാസം. അപ്പോൾ ഇവിടെയൊക്കെ എനിക്കറിയില്ല. പക്ഷേ എങ്കിലും ഈ കള്ളനെ കൊല്ലുകയില്ല. അതും പരിഭാഷ വന്നൊരു പ്രശ്നമാണ്. ആക്ച്വലി അവരാരാ? പൊളിറ്റിക്കൽ ക്രിമിനൽസാണ്. മറ്റൊരു രാജ്യം കെട്ടിപ്പടുക്കാൻ, ഒരു രാജ്യത്തിൻ്റെ വ്യവസ്ഥയ്ക്കെതിരെ ആ രാജ്യത്ത് പ്രശ്നം ഉണ്ടാക്കുക, അതാണ് പൊളിറ്റിക്കൽ ക്രിമിനൽസ്. രാജാവിനെതിരെ നിൽക്കുക, രാജ്യത്തിനെതിരെ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഒരുതരം ടെററിസമാണ്, ടെററിസ്റ്റുകളാണ് അവരതാ കറക്റ്റ് വീട്. അപ്പോൾ അവരെ കൊണ്ട് അതാ മറ്റവൻ അന്നേരവും ക്രൂശിക്കിടന്നൊരു രാഷ്ട്രീയമാണ് പറയുന്നത്, എൻ്റെ രാജ്യത്തിൽ എന്നെ ഓർക്കണമെന്ന്. സ്പിരിച്വൽ പൊളിറ്റിക്സാണ് പറയുന്നത്. അവനത് റിക്കഗ്നൈസ് ചെയ്തു. ഇതാ ശരിക്കുള്ള പൊളിറ്റിക്സ് എന്ന്. നിലനിൽക്കുന്ന രാജ്യം തൻ്റെ മനസ്സിൽ അതുവരെ ഇരുന്നൊക്കെ ഉപേക്ഷിച്ച് ഇതാണ് ശരി. അതും വലിയൊരു അന്തസ്സാണ്. കാരണം അപ്പം കൊടുത്തവൻ്റെ കൂടെ കൂടാൻ ആയിരങ്ങൾ വന്നപ്പോൾ ക്രൂശിക്കപ്പെട്ടവൻ്റെ കൂടെ ഞാനുണ്ടെന്ന്.
അന്ന് നീ എന്നെ ഓർത്താൽ മതിയെന്ന്. ഹല്ലേലൂയ. അതൊക്കെ വലിയൊരു അനുഭവമാണ്, അതൊരു വലിയ ചങ്കുറപ്പാണ്. ഇനി പിന്നെ എൻ്റെ തലയിൽ മുൾക്കിരീടമൊക്കെ വച്ചിട്ടുണ്ടല്ലോ, ഈ മുൾക്കിരീടവും ഭീകരമാണ്. അപ്പം ഞാൻ ഈ പാലസ്തീനിൻ്റെ മുള്ളുണ്ട്, നമുക്കിത് പറിക്കാനൊന്നും പാടില്ല. അത് ചിലർ ഈ വാങ്ങിക്കൊണ്ട് വരും, വില കൊടുത്താൽ കിട്ടും, നമുക്കതൊന്നും തൊടാൻ പറ്റില്ല. പക്ഷെ ഞാനതിൽ ഒരിടം തൊട്ടു, പറിച്ചെടുത്തു. ഞാൻ പോയി എന്നൊന്നും പറയാനല്ല, ഞാൻ എങ്ങും ഈ പോയ കഥ പറയാറില്ല. നാട്ടിൽ ചെന്നിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ടെക്സാസിലായിരുന്നപ്പോൾ നാട്ടിൽ ചെല്ലട്ടെ, എന്നിട്ട് ദുബൈയിലായിരുന്നപ്പോൾ, നാട്ടിൽ ചെന്നിട്ടേ ഉള്ളൂ, ഇപ്പോൾ ഇല്ല. അപ്പോൾ അത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാൽ, ഇയാൾ ഇത്തരം ചില പരിസ്ഥിതിയിൽ ഈ മുള്ളിന് അവരത് സംരക്ഷിക്കും. അപ്പം ഞാനീ ഒരു മുള്ള് പറിച്ചെടുത്തു, അത് കയ്യിൽ കൊണ്ട് 10 മിനിറ്റ് കഴിഞ്ഞാൽ സ്ഥിതി അങ്ങ് മാറിയില്ലേ. നീര് വർദ്ധിച്ചു, വേദന വർദ്ധിച്ചു. ഇത് പോയി ഹോസ്പിറ്റലിൽ ചികിത്സിക്കാൻ ചെന്നാൽ ഈ കാരണം പറയണം, പിന്നെ അധികം പറയേണ്ടി വരില്ല, ഇസ്രയേലാ, മനസ്സിലായില്ലേ. അന്നേരം വീട്ടിൽ പോരാ, സഹിച്ചു. അപ്പോഴാണ് മനസ്സിലായി, ഈ തലയിൽ വെച്ചപ്പോൾ. ഞാനിത് ഒരിക്കൽ ഒരാളുമായിട്ട് പങ്കിട്ട്, ഇവിടെ പറയാൻ മടിയില്ല, ഓൺലൈനിലുണ്ട്. PC ചിരിയാച്ചാൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, വെച്ചാൽ ഞാനിങ്ങനൊരു പണി ചെയ്തു. അദ്ദേഹം എടുത്ത എന്നോട് പറയാ, എൻ്റെ മോനെ ഞാനും ഒരെണ്ണം പറിച്ചെടുത്തു. ചിലപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ അറിയാമായിരിക്കും ഒരു പക്ഷേ ഈ സംഭവം. ചോദിച്ചാൽ മതി, കൊടുത്തോട്ടെ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അതിന് കുഴപ്പമില്ല, ഞങ്ങൾ ഈ വലിയ അകലമില്ല, ഈ താമസവും വലിയ അകലമില്ല, ഒരു 4 കിലോമീറ്ററൊക്കെ ഉള്ളൂ. മലയാളിക്ക് അങ്ങൊരു കുഴപ്പമുണ്ട്, ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന അതിച്ചിരി പറിച്ചുകൊണ്ട് പോരും. നമ്മൾ ഈ ഹൗവയൊക്കെ കുറ്റം പറയുക ഇവിടെ നിന്നുണ്ട്. നമ്മളല്ല ഏതാനും ജീവിച്ച സ്ഥിതി എന്തായിരുന്നു? പഴം പോടുற ഒരു ചെറിയ തൈ പോലും അവിടെ കാണുമോ? അവിടെ കാണുകയില്ല. കുറേ നേരം അവിടെ നിന്നാൽ മതി. ഏതനിൽ ഒരു ഗുണവും ഇല്ല, പക്ഷേ ഇതിച്ചിരി പറിക്കണം, ഇല്ല ഉറക്കം വരില്ല അതല്ലേ. ചുരുക്കി പറഞ്ഞാലേ പാവം ഹൗവ നമ്മളെന്തെല്ലാം പറയുന്നുണ്ടല്ലേ. നമ്മളെ അവിടെ സങ്കല്പിക്കണം ഹൗവയുടെ സ്ഥാനത്ത്. നമുക്കിത് ഹൗവ എത്രയും പിടിച്ചു നിന്നല്ലോ എന്ന് ഓർക്കണം. അത്രയും നേരം കൂടെ പാമ്പ് പറയുന്നത്, പാമ്പൊന്നും പറയണ്ട നമ്മളോട്, അതിന് മുമ്പ് നമുക്കറിയാം എന്ത് വേണമെന്ന്. അപ്പോൾ പറഞ്ഞത്, ഈ കിരീടം തലയിൽ വെക്കും, കറുത്ത് കരിവാളിച്ചൊരു ബീവത്സരൂപമായിട്ട് ആൾ മാറും, പക്ഷെ മരിക്കില്ല പെട്ടെന്ന്. ഇതാ ഈ മരണത്തിൻ്റെ പ്രത്യേകത. ബ്ലഡ് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, വാർന്നു പോവാ. അപ്പോൾ ഇതിനിടയ്ക്ക് ആ കയ്യിലേക്ക് ആണി കെട്ടി അടിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഇതൊന്ന് തിരിക്കും 3 പേരുടെ ചതുരമാണ്. അപ്പോൾ ഈ ഞരമ്പെല്ലാം സ്ട്രക്കാവും, പിന്നെ ബ്ലഡ് സർക്കുലേഷൻ ഇല്ല. അപ്പോൾ നിങ്ങൾക്കറിയാം, മെഡിക്കൽ ലൈനിലുള്ളവർക്കറിയാമല്ലോ അതിൻ്റെ പ്രത്യേകത. വൻതോതിൽ കാർബൺ ഡൈ ഓക്സൈഡ് ശരീരത്തിൽ ശേഖരിക്കപ്പെടും, ഓക്സിജൻ ഇല്ല. ഇയാൾ വല്ലാത്തൊരു പരിസ്ഥിതിയിലേക്ക് കണ്ണുകൾ തള്ളി ഭീകരമായൊരവസ്ഥയിലേക്ക് എത്തും. മരണമില്ല, ഇങ്ങനെ മരിക്കാതെ ക്രൂശിൽ 7 ദിവസം വരെ മനുഷ്യൻ കിടന്നിട്ടുണ്ടെന്നാണ്. യേശുവല്ല, മറ്റാളുകൾ. റോമൻ ചരിത്രകാരനായ സ്ട്രാബോ പറയാണ്, 7 മണിക്കൂർ വരെ 7 hours ഇൻ എ കോമ സ്റ്റേജ് ഇതിൽ കിടന്നു. യേശു 6 മണി നേരം മുതൽ 9 മണി നേരം വരെ 3 hours മരിക്കാതെ കിടന്നു. ഭയങ്കര അവിടെ കിടക്കുകയാണ്. ഈ കൂടെ കുറ്റസംഗതി ഇതിൻ്റെ മീതെ എഴുതി ഒട്ടിക്കും. അതുകൊണ്ട് വേറൊരുത്തനാണ് വന്ന് ഈ ക്രൂശ് ഉയർത്തുന്നതിന് മുമ്പ് അതിൽ പതിപ്പിക്കണ്ടേ. 3 ഭാഷയിലുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ വന്നാൽ 3 ഭാഷയിൽ റെയിൽവേ സ്റ്റേഷനിൽ കാണും ബോർഡ്. ചെങ്ങന്നൂർ, ഇംഗ്ലീഷ്, ഹിന്ദി, മലയാളം. ഇതെന്തിനാണെന്ന് അറിയണ്ടേ? 3 ഭാഷയിൽ. നസ്രായനായ യേശു, യഹൂദന്മാരുടെ രാജാവ്, 3 ഭാഷയിൽ. INRI നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ. ഈസൂസ്, നാസറിൻ, റെക്സ്, യുഡായിയോറം, ഇത് ലാറ്റിനാണ്. 3 ഭാഷ എഴുതിയിട്ടിരിക്കുകയാണ്. ലാറ്റിൻ മാത്രമേ നമ്മൾ ഇന്ന് കാണുന്നുള്ളൂ. അപ്പോൾ ഇത് എന്തിനാണെന്ന് വെച്ചാൽ, ചെങ്ങന്നൂർന്ന് 3 ഭാഷ എന്തിനാ? ഒന്ന് ലോക്കൽ, നമ്മുടെ വെർണാക്കുലറാണ്. അതിൻ്റെ അർത്ഥം മലയാളി ആരും തെറ്റണ്ട, ഇതാണ് ഈ ചെങ്ങന്നൂർ. സായിപ്പ് അതുവഴി വന്നാൽ മനസ്സിലാക്കിക്കൊള്ളണം, ഇതാണ് ചെങ്ങന്നൂർ. മോഡിജി വന്നാൽ മനസ്സിലാക്കിക്കോണം, ചെങ്ങന്നൂർ ഇതാ, തെറ്റണ്ട. അമൃഷായോ ആരെങ്കിലും ഹിന്ദിക്കാരൻ വന്നാൽ ഇതാണ്. ഒന്ന് ദേശീയ ഭാഷ, ഒന്ന് ലോക്കൽ, ഒന്ന് ദേശീയ ഭാഷ,
3 സാർവദേശീയ ഭാഷ. ഇങ്ങനെ 3 ഭാഷ ക്രൂശിലും. ലാറ്റിൻ ഒഫീഷ്യൽ ലാംഗ്വേജ്, എബ്രായ ജൂതൻ്റെ ഭാഷ, ഗ്രീക്ക് മൂടുലോകത്തിൻ്റെയും ഭാഷ. എന്താ അതിൻ്റെ അർത്ഥം? അല്ലയോ ജൂതന്മാരെ, തെറ്റിപ്പോകണ്ട, ഈ കിടക്കുന്നതാ രാജാവ്. അല്ലയോ റോമക്കാരെ, തെറ്റരുത്, ഇതാണ് രാജാവ്. മുഴു ലോകവുമേ തെറ്റിദ്ധരിക്കേണ്ട, ഇവൻ താൻ രാജാവ്. നിശബ്ദ സുവിശേഷ. നമ്മൾ കൊടുക്കുന്ന ലഘുലേഖ പോലെയാ. ലോകത്തിലെ ആദ്യത്തെ ലഘുലേഖ പ്രിൻ്റ് ചെയ്തതേ പീലാത്തോസിൻ്റെ അച്ചുകൂടത്തിൽ. അത് ഈ അടച്ചു വെച്ചിരിക്കുന്നത് ഇങ്ങനെ. ആ ലഘുലേഖ ഉറപ്പുള്ള സാധന. ആ ലഘുലേഖയ്ക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട്. എന്താ പ്രത്യേകത? ജീവിതത്തിൽ ആദ്യം തിരുത്തൽ ആവശ്യപ്പെട്ടു. കോർട്ട് ഓർഡർ തിരുത്താൻ കേസ് കൊടുത്ത് വാദിച്ച് ജയിച്ചവർ വന്നിട്ട് കോർട്ട് ഓർഡർ തിരുത്താൻ എളുപ്പമായിരുന്നു. കാരണം അതിൽ എന്നിവൻ പറഞ്ഞു എന്ന് മതി. എന്നിവൻ പറഞ്ഞു എന്നുള്ളതിന് ഇത്രയേ ഉള്ളൂ, ലഗൈ എന്ന് ചേർത്താൽ മതി. ലഗൈ, ഈ ഒറ്റ വീട് മതിയായിരുന്നു. ലഗോ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, ലഗൈ എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞു. ഇത്രേ ഉള്ളൂ. വരുവാന്ന് പറഞ്ഞാൽ അച്ഛാ, ഞങ്ങൾ മഷിയും പേനായും എഴുത്തുകാരെല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്, ഇപ്പോൾ ഒന്ന് ഒരു ചെറിയ വാക്കൊന്ന് പറഞ്ഞാൽ ഞങ്ങൾ തിരുത്തിക്കോളാം. പിള്ളേർ എന്താ പറഞ്ഞതെന്ന് അറിയണ്ട. അവരോട് പറഞ്ഞു വിട്ട ലഗൈ ഇത്രയും ചേർത്തിട്ടാ അച്ഛാന്ന് പറഞ്ഞു. നോ, ഹോ ഗിഗരാ ഹോ ഗിഗരാ ഭൈ എന്ന് വെച്ചാൽ ഐ ഹാവ് റിട്ടൺ വാട്ട് ഐ ഹാവ് റിട്ടൺ. ഹോ ഗിഗരാ ഹോ ഗിഗരാ ഭൈ. ഈ ഗ്രാഫ് എന്നൊക്കെ കേട്ടിട്ടില്ല. ഗ്രാഫോ ഐ റൈറ്റ്. ഹോ എന്ന് വെച്ചാൽ ഒരു ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ്. ഹോ ഗിഗരാ ഹോ ഗിഗരാ ഭൈ. ഞാൻ എഴുതിയതെന്തോ എഴുതി. കണ്ടോ? ഇതൊക്കെ കാര്യം പറഞ്ഞാലും ആൾ നല്ല ഫേമായിരുന്നു. പത്രോസിനേക്കാൾ ഡീസൻ്റ് ആയിരുന്നു അല്ലേ? അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ പത്രോസിനേക്കാൾ ഡീസൻ്റ് അല്ലേ? എഴുതി. ചേട്ടന്മാർ പൊക്കാട്ടെന്നു പെട്ടെന്ന് പോകണം. ഇത് കോർട്ട് ഓർഡർ, അത് തിരുത്താൻ പറ്റുമോ? അതൊന്നും പറ്റില്ല. അത് തിരുത്താൻ ആർക്കും കഴിയില്ല. ഈ ലഘുലേഖയുടെ ശക്തി മനസ്സിലായ എന്താന്ന്? അത് വായിച്ചിട്ടാ കള്ളന് മനസ്സിലായതേ, ഇതെൻ്റെ രാജാവാ. ഹല്ലേലൂയ. നമ്മളൊരു വചനം കൊടുക്കുന്ന നമുക്ക് തമ്പിയുടെ ഹൃദയമൊക്കെയാണ്. വായിക്കുന്നതിൻ്റെ ഉള്ളിൽ ഒരടിയാണ് അതിലെ വചനം. ഈ തമ്പിയുടെ ഹൃദയം എന്ന് പറഞ്ഞൊരു ലഘുലേഖ വായിച്ചിട്ടാ നമ്മുടെ അലവിയച്ഛൻ രക്ഷിക്കപ്പെട്ടു വരുന്നത്. KK അലവി, മഞ്ചേരി. അറിയാം, പാസ്റ്റർ നാട്ടുകാരനാ. രക്ഷിക്കപ്പെട്ടു വരുന്നത് ആ ഒറ്റ വചനം മതിയായിരുന്നു. അപ്പോൾ ഒരുത്തനെ രക്ഷിക്കുന്നൊരു സാധനമാണ് വചനം. അതുകൊണ്ട് പോക്കറ്റ് ഇടണമൊക്കെ കൊണ്ടു നടക്കണം. അത് 2 കാര്യത്തിനാണ്. പോക്കറ്റ് അടിച്ചവൻ വിഷമിക്കണം. അവൻ പറ്റുവാണെങ്കിൽ മാനസാന്തരപ്പെടണം. പിന്നെ അവൻ മേലാൽ നമ്മുടെ ആൾക്കാരെ പോക്കറ്റ് അടിക്കരുത്. 2 കാര്യത്തിനാണ്, 2 ഉദ്ദേശമാണ്. വചനം ഇങ്ങനെ ലഘുലേഖയോ സുവിശേഷമോ ഒക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വെക്കണം. എൻ്റെ ഈ ഡോളറിൻ്റെ പ്രിൻ്റുള്ളൊരു യോഹന്നാൻ്റെ സുവിശേഷമുണ്ട്. ഞാനതിങ്ങനെ വെച്ചോണ്ടാണ് വരുന്നത്. വല്ലവരും അടിക്കുന്ന അടിച്ചോട്ടെന്ന് ഓർത്തു. ഇവിടെ കാണും, ഇവിടെയൊക്കെ സർക്കുലേഷൻ ഇല്ലേ അത്? വല്ലവനും അടിച്ചു മാറ്റുന്നേ ഞാൻ പണ്ടേ എൻ്റെ കയ്യിലുള്ള അവർ ഞാൻ നെടുമ്പാശ്ശേരിയൊക്കെ വഴി ഇങ്ങനെ ഇത് വെച്ചോണ്ട് വരും. അവിടെ നിൽക്കുന്നവനൊക്കെ എന്നെ എന്ത് ബഹുമാനത്തോടാണ് നോക്കുന്നറിയോ? എന്തൊരു ആദരവോടെ. നിങ്ങളുടെ ഉണ്ടായിരുന്നു അത്? ഇല്ല, ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഒരെണ്ണം കൂടെ കാണും. അത്യാവശ്യം കൊണ്ട് ഒരാൾക്ക് തരാം. അതിലാ കാണുന്നത് എനിക്ക് തന്നാൽ മതി, പ്രിൻ്റ് ചെയ്ത്. തിരിച്ചു വരാം നമുക്ക്. പ്രിയപ്പെട്ടവരെ, ഈ കിടപ്പാട കിടക്കുക കർത്താവ്. വരുന്നവരൊക്കെ പരിഹസിക്കുക. അല്ലെങ്കിലും ഈ പീഡ ഏറ്റവനെ പരിഹസിക്കുമ്പോൾ കിട്ടുന്നൊരു സാഡിസ്റ്റ് സുഖമുണ്ട് മനുഷ്യന്, അല്ലേ? വല്ലാത്ത സുഖം. ഞങ്ങളൊരു ദിവാസൻ്റെ മരണത്തെപ്പറ്റി രാവിലെ പറയാം. മലയാളിയുടെ ഒരു മുൻവിധിയാണ്, ഒരാൾ മരിച്ചാലും ആ മരണത്തിലൊരു ദുരൂഹത കലർത്തി ചിന്തിക്കാനാണ് നമുക്കിഷ്ടം. എന്നെ മരിച്ചായിരിക്കും ആഘോഷിക്കുക. എന്തല്ല പറഞ്ഞ, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ, മന്ദിരം ഒന്നും പൊളിക്കണ്ട, ഇറങ്ങി വാ, നിന്നെ തന്നെ രക്ഷിക്കുക, ഞങ്ങളെയും രക്ഷിക്കാമെന്ന് ഒരുത്തം പറഞ്ഞു. അതാരാ? ക്രൂശി കിടന്നവൻ. കണ്ടോ? അവൻ യൂണിയൻ്റെ ആളായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങളെയും എന്ന് പറഞ്ഞു. സംഘടനയുടെ നോക്കൂലിയൊക്കെ മേടിച്ചാൽ പാർട്ടിക്കാരെല്ലാം കൂട്ടി നടന്നവൻ. അതുകൊണ്ടാണ് പറഞ്ഞേ, നീ ദൈവപുത്രനെങ്കിൽ നിന്നെയും രക്ഷിക്കണം, ഞങ്ങളെയും രക്ഷിക്കണം. കണ്ടോ? ജനങ്ങളെക്കുറിച്ച് എന്ത് കയറാ. മറ്റവൻ പറഞ്ഞെന്താ? എന്നെ നിൻ്റെ രാജ്യത്തിൽ ഓർക്കണം. അപ്പം റിപ്പൻറ്റൻസ് ഈസ് എ പേഴ്സണൽ കൺവിക്ഷൻ. അത് കൺവെഷൻ വഴി ഉണ്ടാവുന്ന, നമ്മളെല്ലാം കൂടി ഉണ്ടാവില്ല. അതാണ് മറ്റേ കള്ളം ചെയ്ത മാനസാന്തരത്തിൻ്റെ ശ്രേഷ്ഠത. അപ്പം ഈ ക്രൂശിൽ ഈ സംഭവങ്ങളൊക്കെ നടക്കുക. ഇതിൻ്റെ മുമ്പ് അവിടെ പീലാത്തോസ് യേശുവിനെ രക്ഷിക്കാൻ ഒത്തിരി ശ്രമിച്ച ഒരാളാണ്, അല്ലേ?
ചെയ്യാവുന്നതൊക്കെ ചെയ്തു. ഭാര്യ ഇടപെട്ടു. ഇയാൾ ലാറ്റിനാണ്, റോമക്കാരനാണ്. ലാറ്റിൻ എന്ന് പറഞ്ഞാൽ റോമക്കാരനെന്നേ അർത്ഥമുള്ളൂ. നമ്മുടെ നാട്ടിൽ കേൾക്കുന്നൊരർത്ഥമല്ല അതിന്. ലാറ്റിനും റോമനും ഒന്ന് തന്നെയാണ്. അപ്പോൾ ഇയാൾ യഹൂദനല്ല. ഒന്നാമത് ഈ കേസ് ഇയാൾക്ക് കൈകാര്യം ചെയ്യാൻ അറിയത്തില്ല. കാരണം ഇതൊരു മതപരമായ തർക്കമാണ്. ഓക്കെ, നമ്മളൊരു മതപരമായ തർക്കം കോടതിയിലെത്തിച്ച് എങ്ങനെ ഇരിക്കും? പണ്ടത്തെയൊക്കെ സഭയിലൊരു വിഷയമാണ് അന്യഭാഷ പറയാത്തവനെ സെക്രട്ടറി ആക്കല്. കേട്ടുണ്ടോ? അങ്ങനെ ഒരു കാലം ഉണ്ട്. പണ്ടത്തെ ആവേശത്തിന് ഒരുത്തനെ ആക്കി അന്യഭാഷ ഉണ്ടോയെന്നൊന്നും അന്നേരം നോക്കിയില്ല. കുറേ കഴിഞ്ഞ് പാസ്സുമായിട്ട് തെറ്റി, ഇയാളെ അങ്ങ് മാറ്റി. അയാൾ വീട്ടിൽ, അയാൾ കോടതിയിൽ പോയി. ഈ കോടതി ഇരിക്കുന്ന പുള്ളിക്ക് ഇതെന്നാന്ന് അറിയത്തില്ല. അപ്പോൾ പുള്ളി അവിടെ നിൽക്കുന്നു, പാസ് ഇവിടെ നിൽക്കുന്നു, വാദം ശക്തിപ്പെട്ടു. കോടതി കുറച്ചു നേരമായിട്ട് ചോദിക്കുന്നുണ്ട്, ഇതെന്തോ ഈ അന്യഭാഷ, വാട്ട് ഈസ് അതർ ടങ്? അന്നേരം മറ്റേ പുള്ളി പറഞ്ഞ് എനിക്കതില്ല, ഉള്ളത് പാസ്സൊക്കെ, പാസ് പറയുമെന്ന് പറഞ്ഞു. എനിക്കതില്ലെന്നുള്ള ശരി, അറിയാവുന്ന പാസ് പറഞ്ഞാൽ അതിനൊരു അന്തരീക്ഷം ഉണ്ടാകണമെന്ന്. കോടതി പറഞ്ഞു ഇത് തന്നെ അന്തരീക്ഷം, പെട്ടെന്ന് പറയാൻ പറഞ്ഞു. നമ്മളിങ്ങനെ അന്തരീക്ഷം ഉണ്ടാക്കുന്നവരൊന്നും കളി നടക്കുകയില്ല. നമുക്കൊരു അന്തരീക്ഷം ഉണ്ടാക്കാമെന്ന് കുറച്ച് നേരം അല്ലേ? അന്തരീക്ഷവും നോക്കണ്ട, പെട്ടെന്ന് പറയും സംഗതി സ്ഥലം വേറെയാ, കോട്ടലക്ഷ്യം വരും അല്ലേ? പുള്ളി പിന്നെന്തൊക്കെ ഇങ്ങനെ നിന്നേച്ച് അങ്ങ് തട്ടി വിട്ടു. ചില ആളുകളുണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ അന്യഭാഷ പറഞ്ഞ ചില ആൾക്കാർക്ക് വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ്. അന്യഭാഷ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും, അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കും ചായ വേണമെന്ന്. കണ്ടില്ല അങ്ങനെ ആൾ? ചുമ്മാ കളിച്ചുകൊണ്ട് കിടക്കാൻ പറയേണ്ട ഭാഷയാണത് എന്നല്ല, കളിക്കേണ്ട ഭാഷയൊന്നല്ലത്. കുട്ടികളൊക്കെ അന്യഭാഷ പറഞ്ഞ് കളിക്കുന്ന കാണുമ്പോൾ നിർത്തിച്ചോണം. ഇത് അതിനുള്ളതല്ല. നിനക്ക് കളിക്കാൻ എത്രയോ പാവക്കുട്ടിയുണ്ട് ഇവിടെ അല്ലേ? ഇത് കളിക്കണ്ട. ഇത് പ്രാപിച്ചവനറിയാം അതിൻ്റെ വില, അതിൻ്റെ ശ്രേഷ്ഠത, അതിൻ്റെ മഹത്വം. അതിന് ഏറ്റവും വലിയ കാര്യം, നമ്മൾ വേദനയോടെ ഭാരത്തോടൊക്കെ ഇരിക്കുമ്പോൾ കുറച്ച് നേരം ഒന്ന് ആത്മാവിൽ ആരാധിച്ച് എന്തൊരു റിലീഫാണ്, എന്തൊരു റിലാക്സേഷനാണ്. അതിനൊക്കെ തന്ന ഭാഷയത്. ഹല്ലേലൂയ, സ്തോത്രം. അത് ഈ പരപ്രേരണ കൊണ്ട് വല്ലാതെ പറയുന്നതുകൊണ്ട് നമുക്ക് അതിൻ്റെ വില മനസ്സിലാവാത്തത്. എന്തെല്ലാം ഗോഷ്ഠി കാണിക്കണം നമ്മൾ, അതൊക്കെ തെറ്റാ. കാണുന്നവർ കണ്ടു കഴിഞ്ഞാൽ ആ വിശ്വാസം വരും അല്ലേ? അപ്പോഴേ ഇതുപോലെ കോടതി പറഞ്ഞു ഇവനോട്, ഇനി പാസ്വേഡ് പറഞ്ഞു, ഇതാണ് അതെങ്കിൽ ഇവിടെ നിന്നല്ല ഇനി എവിടെ അത് വേണ്ടെന്ന് പറഞ്ഞു. ഇപ്പം ഈ കേട്ടതൊക്കെ ആണെങ്കിൽ ഈ പുള്ളി സെക്രട്ടറി ആയിട്ട് തുടരും. ഇതിനി എങ്ങും പറയണ്ട, പൊക്കോളാൻ. കഥയാണ് കേട്ടാ, നടന്നായിരിക്കില്ല. നമ്മുടെ ആൾക്കാരുടെ കാര്യമുണ്ട്, നടന്നല്ലെന്നും പറയാൻ പറ്റില്ല അല്ലേ? അല്ലെന്നൊന്നും ഉറപ്പില്ല, അത് വേറൊരു കാര്യം. അപ്പോൾ ഇങ്ങനെ വേറൊരിടത്ത് കേസുമായിട്ട് പോയി. ഒരു സഭയുടെ 2 സെൻറ്റർ തമ്മിൽ കേസ്. എന്നിട്ട് പ്രശ്നമായപ്പോൾ അത് പോലീസ് കേസാണ്. അപ്പോൾ അവിടെ ഇരിക്കുന്ന പോലീസ് ഹിന്ദുവായൊരു മനുഷ്യനാണ്, മാന്യനാണ്. പാസുമാരിങ്ങനെ നിൽക്കുക. ഇദ്ദേഹം ചോദിച്ചു എന്നാ പ്രശ്നം? അപ്പോൾ ഒരാൾ പറഞ്ഞു, സാറേ ഇത് തൃശ്ശൂർ സെൻറ്റർ, ഇത് ആൽപ്പാറ സെൻറ്റർ, ഇത് പീച്ചി സെൻറ്ററല്ല ഡിസ്ട്രിക്റ്റ്. തൃശ്ശൂർ ഡിസ്ട്രിക്റ്റ്, പീച്ചി ഡിസ്ട്രിക്റ്റ്, ആൽപ്പാറ ഡിസ്ട്രിക്റ്റ്. കുറച്ചു നേരം കേട്ടിട്ട് ഒത്തിരി കേട്ടപ്പോൾ സർക്കിൾ ചോദിച്ചു, പീച്ചി ഡിസ്ട്രിക്റ്റോ? എന്നാടാ പറയുന്നത് വെച്ചു. പീച്ചി ഡിസ്ട്രിക്റ്റോ? കൊണ്ടുവരാൻ പറഞ്ഞു മാപ്പ്. നീ ഒന്നും പറയണ്ട, വായിക്കാൻ പറഞ്ഞു. എത്ര ജില്ലയുണ്ടോടാന്ന് ചോദിച്ചു. 14. എവിടെടാ പീച്ചി ജില്ലയെന്ന് ചോദിച്ചു. നമ്മൾ ഇണ്ടംതുരുത്ത് ജില്ലയെന്നും പറഞ്ഞ് സെൻട്രലിലെ പാസ്സാന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെന്നാലേ ഓടിക്കും പുള്ളി അവിടെ നിന്ന്. അതാ പറഞ്ഞ അങ്ങോട്ട് വ്യവഹാരം കൊണ്ട് പോകല്ലെന്ന്, ഇവിടെ അങ്ങ് തീർക്കണം. ആരെങ്കിലും മുതിർന്നവർ പറഞ്ഞ് തീർക്കണം, അല്ലെങ്കിൽ അങ്ങ് നഷ്ടം സഹിച്ചോണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് പോട്ടെന്ന് വെച്ചേക്കണം. അല്പനേരത്തേക്കുള്ള അന്തിമ വിജയം നമ്മുടെ കേട്ടോ. നീതിക്ക് വേണ്ടിയുള്ള ഭക്തൻ്റെ പോരാട്ടത്തിൻ്റെ ഇടം പ്രാർത്ഥന മുറിയാ. ഒരല്പം താമസിക്കും, പക്ഷേ ഒരു മറുപടി ഇഞ്ഞ് വന്നു കഴിഞ്ഞാണ്ടല്ലോ ചിലക്ക് തടയാൻ പാടാ. അതിൻ്റെ ശക്തി അതിഞ്ഞു വരും. നാളുകളായി നമ്മൾ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ തമ്പുരാൻ വിടുതൽ അയച്ചാൽ അതിൻ്റെ ശക്തിയെ ചെറുക്കാൻ ശത്രുവിന് കഴിയാത്ത വിധത്തിൽ ദൈവം ഒരുക്കുന്ന ചില വഴികളുണ്ട്. അതിനാ പറഞ്ഞാൽ അവിടെ ഇരുന്നോളാൻ, എൻ്റെ വലത്ത് ഭാഗത്തങ്ങ് ഇരുന്നു. കാണുന്നവന് വലിയ ഇത് മതിപ്പ് തോന്നത്തില്ല.
അപ്പോഴേ പീലാത്തോസ് ഈ കേസുമായിട്ട് ചെന്നപ്പോൾ ഒരുത്തൻ പറഞ്ഞു, സാറേ ഇവനേ പറയാ ഞങ്ങളുടെ ദേവാലയം പൊളിച്ച് 3 നാൾ കൊണ്ട് അങ്ങനെ ഇവൻ പറയാവോ സാറേ? പീലാത്തോസ് പറഞ്ഞു കാണും, നിങ്ങളതൊന്ന് പൊളിച്ചിട്, പുള്ളി പണിയോ നമുക്ക് നോക്കാം. ഞാനാണേ അങ്ങനെ പറയുള്ളൂ, അതുകൊണ്ട് പറഞ്ഞ അനന്തരം മനസ്സിലാകും അതിൻ്റെ ബുദ്ധിമുട്ടല്ലേ. ഇതൊന്നും ഒരു കേസ് നിലനിൽക്കുന്ന കേസാണോ? അങ്ങനെ ഒരുത്തൻ പറഞ്ഞെന്ന് പറഞ്ഞല്ലേ. ഒരുത്തൻ പറഞ്ഞു കൈസർക്ക് നികുതി കൊടുക്കരുതെന്ന് പറഞ്ഞു. വക്കീൽ കയറി തടഞ്ഞു, അങ്ങനെ പറയില്ലേ. കഴിഞ്ഞ മാസം ആ പത്രോസും യേശുവും കൂടെ മത്സ്യത്തിൻ്റെ ചതുർദ്രഹ്മപ്പണം ഓർക്കുന്നില്ലേ, ദറംസ്, ദറംസ് എടുത്ത് അടച്ചു. അവിടുന്ന് ചതുർദ്രഹ്മ എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ കൊടുത്തതാണേ ദിനാറും ദ്രഹ്മയൊക്കെ, ചതുർദ്രഹ്മപ്പണം അതങ്ങോട്ട് കൊടുത്തു. പേ ചെയ്താ രസീത് കൈ കാണും, കോട്ടലക്ഷം വരും. അതും വിട്ടേക്ക്, കേസ് നിലനിൽക്കുകയില്ല. ഒരു ബുദ്ധിമാൻ അവിടെ നിന്ന് എഴുന്നേറ്റു, സാർ ഇവൻ രാജാവ് എന്ന് പറഞ്ഞു. അത് ഗൗരവമാണ്, സീരിയസ്. പീലാത്തോസ് ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ രാജാവെന്ന് പറഞ്ഞു എന്നത് സത്യത്തിൽ പീലാത്തോസ് ഉദ്ദേശിച്ചുള്ളൊരു രാജാവാണോ? അല്ല. രാജാവ് എന്താ? നികുതി പിരിക്കുക, പണം ഉണ്ടാക്കുക, നല്ല മണ്ണ് വെട്ടിപ്പിടിക്കുക, ഇങ്ങനെ അങ്ങ് പോവുക, ഭാര്യമാരെ സമ്പാദിക്കുക, കുതിരകളെ സമ്പാദിക്കുക, ഇതൊക്കെയല്ലേ. ഒരു പിടി പൊന്നും ശേഖരിക്കാത്ത, ഒരു മണ്ണും വെട്ടിപ്പിടിക്കാത്ത ഒരുവൻ അവനെ നോക്കിയിട്ട് രാജാവോ എന്ന് ചോദിച്ചാൽ തള്ളിക്കളഞ്ഞാൽ മതി. സ്പിരിച്വൽ കിങ്ഡം എന്നൊക്കെ പറഞ്ഞാൽ മതി. ശരിയല്ലേ? അങ്ങനെ അതിൻ്റെ വസ്തുത അത്രേ ഉള്ളൂ. നമ്മളൊക്കെ ആണെങ്കിൽ പറഞ്ഞേ, സാറേ അത് ഞാൻ രാജാവെന്ന് പറഞ്ഞു, പക്ഷേ സാർ ഉദ്ദേശിച്ചതല്ല, സാറ് തന്നെയാണ് രാജാവ്. ആ മുഖകാന്തി എന്തുവാ സാറേ? രാജകുലം എന്താണെന്ന് ഞാൻ ഇപ്പോഴാ സാറേ മനസ്സിലാക്കിയേ. പീലാത്തോസ് അന്നേരം പറഞ്ഞനെ, പോക്കോ. ചെറിയൊരു വിടുതൽ, ചെറിയ കാര്യമുള്ളൂ, മുഖസ്തുതി പറഞ്ഞ് രക്ഷപ്പെടാൻ. ഗെത്സമനയിലേ മണിക്കൂറുകൾക്കപ്പുറത്തുള്ളുരുകി കരഞ്ഞവൻ, ചങ്ക് തകർന്നവൻ, പ്രാർത്ഥിച്ച് കണ്ണീര് പൊഴിച്ചവൻ, പീലാത്തോസ് എന്ന കോടതിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അത്തരത്തിലെ ചുളുക്കമൊന്നുമില്ല. അതാ ഭക്തൻ്റെ സവിശേഷത. പ്രാർത്ഥന മുറിയിൽ കരഞ്ഞു പ്രാപിച്ച ശക്തിയുള്ളവന്, തമ്പുരാൻ്റെ മുമ്പിൽ കരഞ്ഞ് ശേഖരിച്ചെടുത്ത ദൈവകൃപയുള്ളവൻ. കോടതി ഒരു ചോദ്യ, യേശുവേ നീ ബെസേലിയൂസ് ആണോ? ബെസേലിയൂസ് എന്നൊക്കെ ചോദിച്ചപ്പോൾ നമ്മുടെ എറണാകുളംകാർക്ക് പിടിയിട്ടുന്നുണ്ടല്ലേ. അവർ കേട്ടിട്ടുണ്ട് ഇഷ്ടം പോലെ. രാജാവാണോ? ഒരു ചോദ്യ, നസ്രയനായ യേശുവേ നീ രാജാവാണോ? ലോ എന്ന് പറഞ്ഞാൽ നോ എന്ന് പറഞ്ഞാൽ മതി. ലോ പൈലറ്റ് എന്ന് പറഞ്ഞാൽ മതി. അവൻ്റെ മുഖത്തേക്ക് നോക്കി യേശു പറഞ്ഞു, ഏയ് മീ പീലാത്തോസ്, ഞാൻ തന്നെ, ഞാനാകുന്നു. ദിഗന്ധങ്ങളെ നടുക്കുന്ന ആ ശബ്ദം ഇന്നും നമ്മുടെ കാതുകളിൽ കേൾക്കുന്നുണ്ട്. അവനാ രാജാവ്. ലോകത്തിലെ സകല രാജ്യത്വവും ഭരണകൂടവും അസ്തമിച്ചു. രാജാവ് അലങ്കാര പദവിയായി ചുരുങ്ങിയപ്പോഴും ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന പ്രവചനം നിറവേറിക്കൊണ്ട് രാജാതി രാജാവും കർത്താതി കർത്താവും എന്നെഴുതിയ നാമം അവൻ്റെ ഉടുപ്പിലും തുടയിന്മേലും എഴുതിയിരിക്കുന്നത് ഞാൻ കണ്ടു എന്ന് പ്രവാചകൻ ആത്മാവിൽ ദൂതറിയിക്കുന്നത് നമ്മൾ വെളിപ്പാടിൽ കണ്ടു. അത് പീലാത്തോസിൻ്റെ കോടതി മുറിയിൽ എഴുതി അങ്ങ് സ്ഥിരീകരിച്ചു. പകരം പറഞ്ഞ് ഇനി രക്ഷയില്ല, ക്രൂശ് എടുക്കാൻ. മടി കാണിച്ചോ? ഇല്ല. യെസ്, എടുക്കാം. അതിന് വന്നാ ഞാൻ. നമുക്കുള്ള ക്രൂശ് ദൈവം വെച്ചത് ആരും തള്ളിക്കളണ്ട. ഞാനിവിടേക്ക് വരുന്നതിൻ്റെ 1 മാസം മുമ്പ് നമ്മുടെ പാസ്റ്റർ പ്രിൻസിൻ്റെ ചർച്ചിലായിരുന്നു, റാന്നിയിൽ. ഞങ്ങൾ ക്ലാസ്മേറ്റ്സും സുഹൃത്തുക്കളും സഹോദരന്മാരും ഒക്കെയാണ്. അവിടെ ഒരു പാവം മനുഷ്യൻ പ്രസംഗം എല്ലാം കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്നു. ഒരു ദൂത് പറഞ്ഞു. ആ ദൂത് വളരെ ഹൃദയസ്പർശിയായി തോന്നി. ഒരാലോചന. ഞാൻ പ്രവചനം വിശ്വസിക്കുന്ന ഒരാളാണ്. അദ്ദേഹം പറഞ്ഞു, ക്രൂശിൻ്റെ കനം 1000 ഇരട്ടി വർദ്ധിക്കും. താഴെ വെക്കരുത്, എടുത്തോണം.
കനം കൂടി 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 കളയാൻ തോന്നും. താഴെ വെക്കരുത്. അത് കഴിഞ്ഞാൽ ഉടനെ ഒരു അനുഗ്രഹം. ഇന്ന് വചനം കേൾക്കുന്നവരെ ചിലപ്പോഴൊക്കെ ക്രൂശിൻ്റെ കനം വർദ്ധിക്കും. താഴെ വെക്കാൻ ഇടവരാത്ത വിധം ക്രൂശോട് ഈ തോൾ ഒട്ടി നിൽക്കട്ടെ. ജീവൽ പ്രതിസന്ധിയുടെ കനം കൂട്ടി ചിലപ്പോഴൊക്കെ നമുക്ക് തരുമ്പോഴും ഒരു കാര്യം ഉറപ്പിച്ചു കൊള്ളണം, നമ്മുടെ കരം പിടിച്ചിരിക്കുന്ന നസ്രയനായ യേശു കൂടെ ഉണ്ടെങ്കിൽ ജയം നമുക്കുള്ളതാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഒരിക്കലേ വളരെ കൃത്യനിഷ്ഠയുള്ള വെൽ ഡിസിപ്ലിൻഡായ ഒരു കലാലയം, ഒരു കുട്ടി ഇതുപോലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു. പക്ഷേ അയാൾ ലേറ്റായി, സമയത്തിനെത്തിയില്ല. അവൻ വരുമ്പോൾ കാണുന്നത് ഈ ഗേറ്റ് സെക്യൂരിറ്റി അടയ്ക്കുന്നു, ക്ലോസ്. സെക്യൂരിറ്റി അകത്തേക്ക് കയറി. ഇവനിതിലിങ്ങനെ ഇടിക്കുന്നുണ്ട്, ആരും തുറക്കാനില്ല. വീട്ടിൽ നിന്ന് പുറപ്പെട്ടു, തിരിച്ചു പോകാൻ വയ്യ. അതിനുള്ള അറിവും വിവേകവും ഇല്ല. അവന് ചെയ്യാൻ പറ്റിയ ഒറ്റ കാര്യം, കരഞ്ഞു. ഇതിലേക്ക് പോകും, വീട്ടിൽ നിന്ന് പോന്നു. സ്കൂളിൽ നിന്ന് വിളിക്കും, വീട്ടിലേക്ക്. സ്കൂളിലെത്തിയില്ല. വീട്ടിലുള്ളവർ ആശങ്കപ്പെടും, ഇതിലേ പോയി. 100,000 ദുഃഖങ്ങളോടെ അവനിങ്ങനെ തിരിഞ്ഞു നടക്കുമ്പോൾ ഒരു സാധുവായ മനുഷ്യൻ എതിരെ വരുന്നു. ഈ സാധുവായ മനുഷ്യനോട് ദുഃഖം പങ്കിട്ടിട്ട് കാര്യമുണ്ടോ? പരിഹാരം ഉണ്ടാവില്ല. നമ്മൾ ധരിച്ചേ. പക്ഷെ ആ മനുഷ്യനെ നമ്മുടെ ദുഃഖം മനസ്സിലാവൂ. അതിലെ പോകുന്ന സാറിനൊന്നും പിടികിട്ടത്തില്ല. ഈ വേദനയിൽ കൂടി കടന്നു വന്നവന് വേദന മനസ്സിലാവും. ഈ മനുഷ്യൻ അടുത്തോന്ന് ചോദിച്ചു, കുഞ്ഞേ എന്ത് പറ്റി? അങ്കിൾ, ഇത്ര ഉള്ള കാര്യം, അത്രയുള്ളൂ. കരയാതെ, ഭാരപ്പെടാതെ, അങ്കിൾ പരിഹാരം ഉണ്ടാക്കാം, വാ. ഇല്ല അങ്കിൾ, എന്ത് പരിഹാരമാണ്? ഞാൻ നിന്നെ സ്കൂളിലെത്തിക്കാം. ഇല്ല അങ്കിൾ, അത് തുറക്കില്ല, സാധിക്കില്ല, അതാ അതിൻ്റെ റൂള്. അങ്കിൾ അവൻ്റെ കയ്യിൽ പിടിച്ചു, വാ നമുക്കൊന്ന് ശ്രമിക്കാം. ശ്രമിച്ച് നടന്ന് ഈ കുഞ്ഞിൻ്റെ കയ്യും പിടിച്ച് പഴയ ഗേറ്റിൻ്റെ മുമ്പിലേക്ക് ചെന്നു. അദ്ദേഹം ഒന്ന് വിരലമർത്തി. ഇതാ ഗേറ്റ് തുറന്നു. ഈ കുഞ്ഞുമായിട്ട് അകത്തേക്ക് അടക്കുക. സെക്യൂരിറ്റി ദൂരെ മാറി നിൽക്കുക. ഈ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് പോകുമ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്കിൾ ഭയവാ, പ്രിൻസിപ്പൽ ആകെ പേടിയാ. അപ്പോൾ ഈ മനുഷ്യൻ പറഞ്ഞു, നീ പിടിച്ച കൈയുടെ ബലം നിനക്കറിയോ? ഇത് മൊത്തം എൻ്റെയാ, ഈ സ്ഥാപനം മൊത്തം എൻ്റെയാ, ഒരുത്തനും വഴി തടയില്ല. നമ്മൾ പിടിച്ച കരം ആരുടെയാ? നമ്മുടെ കരത്തെ പിടിച്ചിരിക്കുന്നവൻ ആരാ? ഉലകം മുഴുവൻ അവൻ്റെയാ. സർവശക്തൻ്റെ കരത്തിലാ നമ്മളിങ്ങനെ പിടിച്ചിരിക്കുന്ന. അല്ല, അവൻ നമ്മുടെ കരത്തിലാണ് പിടിച്ചിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ ആലിംഗനത്തിൽ അവൻ തുറന്നു കൊടുത്ത വഴിയുടെ പേരാ കൃപ. ഹല്ലേലൂയ. അന്ന് ഈ കുഞ്ഞിന് മനസ്സിലായി, ഇനിമേൽ താമസിക്കരുത്. ഇപ്പം കിട്ടിയത് കൃപയാ. അപ്പം കൃപ കിട്ടിയവൻ ആ കൃപ ആസ്വദിക്കുന്നത് എങ്ങനെയാ? നിയമം പാലിച്ച. നാളെ മുതൽ ഈ സാറ് തിരക്കും, ഇന്നലെ എപ്പോഴാണ് വന്നതെന്നൊക്കെ തിരക്കും, പ്രത്യേകിച്ച് തിരക്കും. നിയമം പാലിക്കാൻ നമ്മൾ ബാധ്യസ്ഥരാകുന്ന അവിടെയാ. അപ്പോഴേ ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ ഇന്നലെ പറഞ്ഞ പോലെ യോഹന്നാനുണ്ട്, കുറേ സ്ത്രീകളുണ്ട്, പാവ ആൻറ്റിമാർ, ഉയർത്തെഴുന്നേറ്റ സ്ത്രീകളാണ് അല്ലേ? ഞാനതിനൊരു ഇത് കണ്ടുപിടിച്ചു. സ്ത്രീകൾ വരാൻ കാരണം അറിയാമോ? ഇവരിത് പറഞ്ഞ് നടക്കും, യേശു ഉയർത്തുമെന്ന് നാട്ടുകാരോട് മുഴുവൻ. അങ്ങനെയും നാട്ടുകാരിത് അറിയട്ടെന്ന് കർത്താവ് ഓർത്തു. 10 പേര് വിവരം അറിയട്ടെന്ന്. മനസ്സിലായില്ലേ? നാട്ടുകാരെല്ലാം അറിഞ്ഞു യേശു ഉയർത്തു. അത് കേട്ടിട്ടാ യോഹന്നാൻ ഓടിച്ചില്ലെന്ന്, നേരാണോന്നറിയാൻ ഓടിച്ചെന്നു. കണ്ടോ, പാൻറ് ഷർട്ടും പോലും ഇടാതെ യോഹന്നാൻ ഓടിയെന്ന് എഴുതിയിരിക്കുക അതിനകത്ത്. തിരക്ക് കാരണം. കൊച്ചു കുഞ്ഞാ, അതുകൊണ്ടാ ഓടി അങ്ങനെ. ബൈബിളിൽ അങ്ങനെയല്ല പറയുമെങ്കിൽ, നഗ്നനായി വെള്ളത്തിൽ ചാടി എന്നൊക്കെ കേൾക്കുമ്പോൾ ഈ വെറും നേക്കടല്ല കേട്ടോ, അവിടെ ഓർത്തോണം. പബ്ലിക്കിൽ വരാൻ പറ്റാത്ത അത്യാവശ്യ വസ്ത്രമുണ്ട്, പക്ഷെ പബ്ലിക്കിൽ വരാൻ പറ്റില്ലെന്നേ ഉള്ളൂ. നഗ്നൻ, അതാണ് അർത്ഥം. ആവശ്യത്തില്ല. പത്രോസൊക്കെ ചാടുമല്ലോ. എന്നാലും അത് അന്നുമല്ല. എനിക്ക് പത്രോസിൻ്റെ ഭാഗം ഇങ്ങനെ വായിച്ചു. കർത്താവ് വരുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് അങ്കി അരയെ ചുറ്റി
അവൻ്റെ ആ വിവരക്കേട് ഓർത്തി. നമ്മളൊക്കെ ആണെങ്കിൽ അങ്കി അരയെ ചുറ്റി അവിടെ നിന്നേനെ. താവി സന്തോഷമായിട്ടിരിക്കുന്നോ? ഒന്നുമല്ലേ, വെള്ളത്തിൽ അങ്കി ഇല്ലാതെ ചാടിയെന്നെ. എന്നിട്ട് അവിടെ പതഞ്ഞ് കിടന്ന് ഇങ്ങനെ ചോദിച്ചേനെ, കർത്താവേ കാപർനൗമിലൊക്കെ പോയോ? അവിടെ തിരക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ കേട്ടോ. എന്നിട്ട് നമ്മൾ പല വഴിക്ക് പോയേനെ. പാവം മനുഷ്യൻ. പക്ഷെ അത് വായിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി, മര്യാദയ്ക്കുള്ള വസ്ത്രമൊക്കെ ധരിച്ചു വേണം, കർത്താവ് എപ്പോഴും വരാമെന്ന്. മനസ്സിലായില്ലേ? ആ, കർത്താവ് എപ്പോഴും വരാം, സൂക്ഷിച്ച് ജീവിച്ചോണമെന്ന് അതിൻ്റെ അർത്ഥം. പോട്ടെ, അല്ല ചുമ്മാ എഴുതല്ല അത്. ഏതായാലും ഈ യോഹന്നാൻ ഓടി വന്നു കുറേ സ്ത്രീകൾ. ആരൊക്കെയായിരുന്നു? നമുക്ക് അത്യാവശ്യം പേരുടെ പേരറിയാം അല്ലേ? നമ്മുടെ മറിയം, ശലോമിയൊക്കെ ഉണ്ട്. ഒരു ദിവസം എനിക്ക് പ്രസംഗിച്ചു, ഞാൻ ഇന്ന് 3 മറിയമാരെ പറ്റിയാണ് പ്രസംഗിക്കുന്നത്. ആ മറിയ, ഈ മറിയ, മറ്റേ മറിയ. ഓരോ പ്രയോഗങ്ങളാണ്. അപ്പം എന്ന് പറഞ്ഞ പോലെ ഇവരിങ്ങനെ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുകയാണ്. ഈ സ്ത്രീകൾ ഈ ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച്. എൻ്റെ മക്കൾ 2 പേരും മരിച്ചറിഞ്ഞല്ലോ നിങ്ങൾ, ചേട്ടൻ്റെ കൊച്ചുമക്കൾ. കഴിഞ്ഞ മുമ്പലത്തെ ഞായറാഴ്ച. അപ്പോൾ എന്നെ അവരെ അങ്ങനെ അറിയിച്ചില്ല ഇതിൻ്റെ ഗൗരവം. കാരണം ഞാൻ കയ്യിലൊക്കെ ഇട്ട് വളർത്തിയ മക്കളാണ്. സന്തോഷമുള്ളൊരു കാര്യം, അതുങ്ങൾ കർത്താവിനെ അറിഞ്ഞവരാണ്. അന്നും സൺഡേ സർവീസിൽ പോയിട്ട് പിറ്റേന്ന് സ്കൂളിൽ പോകേണ്ടവരാ. ഒരുത്തൻ സ്കൂളിലും ഒരുത്തൻ കോളേജിലും. അടുത്ത ദിവസം തന്നെ അടക്കി. ഈ ലാങ്സിലെല്ലാം ചെളി കയറിയിട്ട് വലിയ പ്രശ്നമായി. അപ്പോൾ ഞാൻ ആ ദിവസം പ്രസംഗിച്ച വചനം, പോയ ചർച്ചിൽ ഇതുപോലെ പ്രസംഗിച്ച വചനം, കണ്ണുനീർ താഴ്വരയിൽ കൂടി കടക്കുമ്പോൾ അവർ അതിനെ ജലാശയമാക്കി തീർക്കുന്നു. ഈ ഒരു വചനം ഞാൻ പറഞ്ഞെന്ന് തോന്നുന്നു. ചില സമയങ്ങളിൽ അങ്ങനെയാണ്, നമുക്ക് പിടിയിട്ടില്ല ദൈവത്തിൻ്റെ പ്രവൃത്തി. അപ്പോൾ അതിലെനിക്ക് ഏറ്റവും ദുഃഖം തോന്നിയേ, ഈ റെസ്ക്യൂ ടീം വന്നിട്ട് ബോഡിയൊക്കെ പൊക്കിയെടുക്കുമ്പോൾ അപ്പനും അമ്മയൊക്കെ ഇങ്ങനെ കണ്ടു നിൽക്കുകയാണ്. അസഹനീയല്ലേ? വീഡിയോ പിടിച്ചെനിക്ക് ഇട്ട് തന്നു അവിടുന്ന്. ഭീകരമാണ്. അല്പം മുമ്പ് ഒരുമിച്ച് സഭായം കൂടി ഫുഡും കഴിച്ച കുഞ്ഞുങ്ങൾ ദാ ഇങ്ങനെ വരുന്നു. ആ രംഗം ഭയങ്കര ഭീകരം. കാരണം പുരുഷനേക്കാളൊരു സ്ത്രീക്ക് ദുഃഖമാണ് ഈ മരണം കാണുന്നത്. പുരുഷനും ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഇച്ചിരി കപ്പാസിറ്റി ഉണ്ട്. പക്ഷെ ക്രൂശിൽ യേശുവിനെ ക്രൂശിക്കുന്ന രംഗം പാവം മറിയം കണ്ടു. അവർക്ക് എന്ത് പറഞ്ഞാലും അത് മകനല്ലേ. ജനനത്തിൻ്റെ ഘട്ടത്തിൽ അവൾ അടുത്ത് അനുഭവിച്ച വേദനയുടെ ആഴം ജീവിതത്തിലൊന്നും അനുഭവിച്ചത് ഇത്തരം കുറേ വേദനകളാണ്. ഈ മകനെ നിന്ദിക്കുന്ന വാക്കുകളാണ്. ചെയ്തതൊക്കെ നന്മ, തിരിച്ചു കിട്ടിയതൊക്കെ തിന്മ. ഇന്നും ലോകം അത് കൊടുത്തുകൊണ്ടിരിക്കുക. മറിയോട് പറഞ്ഞതാകട്ടെ, കൃപ ലഭിച്ചവളെ നിനക്ക് വന്നണമെന്ന് പറഞ്ഞത്. കൃപ, അനുഭവിക്കുന്നത് ദുരിതം. ചിലപ്പോഴൊക്കെ ജീവിതം ഇങ്ങനെ ദുസ്സഹമാകുമ്പോൾ ഭക്തൻ അറിയണം, ഒരു 3 ദിവസമേ ഉള്ളൂ ഇതൊക്കെ. 3 ദിവസമേ ഉള്ളൂ ഇതൊക്കെ. ഒരു 3 ദിവസം. ഹല്ലേലൂയ. 3-ാം ദിവസം എന്ന് പറഞ്ഞാൽ ഞാനൊരു പ്രസംഗം പറഞ്ഞിട്ടുണ്ട്. സൃഷ്ടിപ്പിൻ്റെ 3-ാം ദിവസം, കാനാവിലെ കല്യാണത്തിൻ്റെ ഇതൊക്കെ പറഞ്ഞിട്ട് ഉയർപ്പിൻ്റെ 3-ാം ദിവസം. ദൈവമക്കളെ പറഞ്ഞെന്താ? ഈ മറിയത് കാണുക. കേട്ടതെല്ലാം ദൂതൻ നമസ്കരിച്ചു, ഭാഗ്യവതി എന്ന് ലോകം വാഴ്ത്തും. നമുക്ക് കിട്ടിയ ദൂതിലെല്ലാം ഉണ്ട് അനുഗ്രഹത്തിൻ്റെ വചനങ്ങൾ. നമ്മൾ കേട്ടത് മുഴുവൻ അഭിവൃദ്ധിയുടെ, ഉന്മേഷത്തിൻ്റെ വചനങ്ങളാണ്. അനുദിന ജീവിതത്തിൻ്റെ കഠിനമായ ആ ദുര്യോഗങ്ങളെ, വേദനകളെ താണ്ടിയ നമ്മൾ കടന്നു പോന്നേ. പക്ഷെ ഓർക്കണം, അതിനകത്തൊരു കാര്യം, ഇതൊന്നും ഒരു വേദനയല്ല, ഇതൊന്നും ഒരു പ്രതിസന്ധിയല്ല. അത് കൃപയാണ്. കൃപയൊന്നും കൊണ്ട് മാത്രമാണ് ഓവർകം ചെയ്യാൻ നമുക്ക് സാധിച്ചത്. ഒപ്പം വന്ന പലരും പിന്തിരിഞ്ഞോടിയപ്പോൾ നിവരെ നിൽക്കാൻ സാധിച്ചത് ബിക്കോസ് ഓഫ് ഹിസ് ഗ്രേസ്. ഒടുവിൽ ഈ കർത്താവ് ആ ക്രൂസിൽ കിടന്നുണ്ട്. യോഹന്നാനെ ഏൽപ്പിച്ചു മറിയത്തെ. മറിയം യോഹന്നാനെ ഉൾക്കൊണ്ടു. തിരിച്ചും അമ്മ, നിൻ്റെ അമ്മ. എൻ്റെ അമ്മയെന്നാണ് പറയണ്ടല്ലേ, മറ്റേ കണക്കനുസരിച്ചാണ് പറയാൻ പറ്റിയൊരു സന്ദർഭം അതായിരുന്നു. മരണത്തിൻ്റെ തൊട്ട് മുമ്പ്, ഇതാ സഹോദര നിൻ്റെ അമ്മ, ഇതാ നിൻ്റെ മകൻ.
കർത്താവ് ക്രൂശിക്കപ്പെട്ടു. ഈ ക്രൂശ് നമുക്കിന്നും ഒരല്പം വേദനാജനകമായ ഓർമ്മപ്പെടുത്തലാണെങ്കിൽ, പൗലോസ് ക്രൂശിനെ പറ്റി പറഞ്ഞൊരു ദർശനം കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു. ക്രൂശ് എന്ന ചിന്തയെ മുഴുവൻ അടിമുടി മാറ്റിയിട്ട് പൗലോസ് ആത്മാവിൽ ഒരു യുദ്ധം കാണുകയാണ്. മരണത്തിന് മരണം വിധിക്കാൻ വന്നവൻ, തിന്മയ്ക്ക് മരണം വിധിക്കാൻ വന്നവൻ, ഒടുക്കത്തെ ശത്രുവായി മരണത്തെ ദൂരീകരിക്കാൻ വന്നവൻ ക്രൂശിൽ ആ മരണത്തിൻ്റെ ശക്തിയെ മുഴുവൻ ഏറ്റെടുത്തു. ഞാൻ സാറിന് പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഈ റാബീസ് അല്ലെ മറ്റേ പേവിഷം അല്ലേ, പേപ്പട്ടി അടിച്ചാൽ ഉണ്ടാകുന്ന പ്രശ്നമാണ്. നമ്മുടെ നെർവസ് സിസ്റ്റത്തെ കംപ്ലീറ്റ് ബാധിക്കുന്ന, നമുക്ക് അന്നേരം ഉണ്ടാകുന്ന പ്രശ്നം ഹൈഡ്രോഫോബിയ. വെള്ളം കണ്ട ഭയം, കുടിക്കാൻ വയ്യ, നിങ്ങൾക്കറിയാം. അപ്പോൾ ഈ ഘട്ടത്തിൽ ഈ ലൂയി പാസ്റ്ററാണല്ലേ ഇതിനെതിരെ വാക്സിൻ ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്നലെ ഞാൻ ലൂയി പാസ്റ്ററെ പറ്റിയും പറഞ്ഞല്ലോ. അപ്പോൾ ഈ മനുഷ്യൻ തൻ്റെ ഒരു കൂട്ടുകാരൻ ഇങ്ങനെ മരിച്ച ഘട്ടത്തിൽ വല്ലാതെ ദുഃഖിതനായി. എന്നുള്ള ഗവേഷണമായി ഈ രംഗത്ത്. അദ്ദേഹവും വിദ്യാർത്ഥികളും ചേർന്ന് വലിയ ഗവേഷണം. പേവിഷം ബാധിച്ച ഒരു നായുടെ ശരീരത്തിൽ നിന്നെടുത്ത രക്തം, ആ വിഷം കൃത്യം ഒരു കുതിരയിൽ കുത്തി. ആ കുതിര ചത്തു. പല കുതിരകളിൽ പല ഡോസിൽ കുത്തി പലതും ചത്തു. കൂടെ നന്നേ അളവ് കുറച്ച് ഡോസ് കുറച്ചൊരു കുതിരയിൽ കുത്തി, അത് ചത്തില്ല. ബാക്കിയൊക്കെ ഈ ഹൈഡ്രോഫോബിയ ഈ ലക്ഷണം കാണിച്ച് നുരയും പതയും ഒക്കെ വന്ന് ചത്തു. ഈ ചാകാതെ ഇരുന്ന കുതിരയിൽ അദ്ദേഹം ഒരു പരീക്ഷണം നടത്തി. അല്പം കൂടെ ഡോസ് കൂട്ടിയടിച്ചു, കുതിര ചത്തില്ല. മൂന്നാം ഘട്ടം വളരെ നിർണായകമാണ്. മറ്റു കുതിരകൾ ചാകാൻ ഹേതുവായ അളവിലെ ഡോസ് അടിച്ച്, കുതിര ചത്തില്ല, ഒരു ലക്ഷണമില്ല. ഇനി ഏറെ നിർണായകം, ഇതുവരെ കുത്തിയതിൻ്റെ 10 മടങ്ങ് വീര്യത്തിൽ അടുത്ത ഘട്ടം കുത്തി. കുതിരയ്ക്കൊരു ക്ഷീണം, അത് അത്യാവശ്യം ഈ പേവിഷത്തിൻ്റെ ചേഷ്ടകൾ കാട്ടി. ആ സിൻഡ്രംസ് ഒക്കെ റെഡിയായി. എന്നിട്ടും ചത്തില്ല. അദ്ദേഹം വിടുന്ന മട്ടില്ല. ഇതുവരെ കുത്തിയതിൻ്റെ 10 മടങ്ങ് വീര്യത്തിൽ ഇതിനൊന്നുകൂടെ കുത്തി. ഈ ഘട്ടത്തിൽ കുതിര വീണു, കണ്ണുകൾ തുറച്ചു, നുരയും പതയും വന്നു, കൈകാലിട്ടടിച്ചു. ഒരാബോധാവസ്ഥയിലേക്ക് ദീർഘനാളുകൾ തൻ്റെ സ്റ്റുഡൻസിൻ്റെ ഇടയിൽ പറഞ്ഞു, ആ കുതിരയെ ശ്രദ്ധിക്കണം, എല്ലാ ദിവസവും ശ്രദ്ധിക്കണം, അതിൻ്റെ അടുത്ത് പോകാൻ പാടില്ല. പക്ഷേ ക്ഷീണിതനായി കുതിര പക്ഷേ ചാകുന്നില്ല. ചാകാതെ വന്നൊരു ഘട്ടത്തിൽ ലൂയി പാസ്റ്റർ ഒരു ദിവസം ചെന്നു. എൻ്റെ ശരീരത്തിലേക്ക് വെള്ളം തളിച്ചു. ഊർന്നു വീഴുന്ന വെള്ളം നാക്ക് നീട്ടി അത് കുടിക്കാൻ ബന്ധപ്പെടുന്നു. ഇപ്പം നുരയും പതയൊന്നുമില്ല. അദ്ദേഹത്തിന് വെള്ളം കൊടുത്തു. വെള്ളം കുടിച്ചപ്പോൾ ആളിന് ഉന്മേഷമായി. തീറ്റയിട്ട് കൊടുത്തു. കുതിരയുടെ ശരീരം ശീതരക്തമുള്ളതാണ്. അത് തഴുകി ചൂടാക്കി. അവൻ ചാടി എഴുന്നേറ്റു. കുതിര എഴുന്നേറ്റു. ലൂയി പാസ്റ്റർ കുതിരപ്പുറത്ത് കയറി ഒരു വട്ടം അതുവഴി ഒന്ന് സഞ്ചരിച്ചു. വേഗത്തിൽ ഓടിച്ചുപോയി. താഴെ കൊണ്ട് കെട്ടി. അടുത്ത ദിവസം ഒരു സ്റ്റുഡൻറ്റിൻ്റെ രീതി പറഞ്ഞത്, കയറി ഓടിക്ക്, അതിവേഗത്തിൽ ഓടിച്ചു. അദ്ദേഹം ഇങ്ങനെ കൈയടിച്ചു. അദ്ദേഹം കൈയൊന്ന് ഉയരത്തിലേക്ക് മുഷ്ടി ചുരുട്ടി ഇടിച്ചു ചാടി. കണ്ട നമുക്കൊന്നും പിടികിട്ടിയില്ല. പഠിക്കുന്ന സ്റ്റുഡൻസിനും മനസ്സിലായില്ല. അവസാനം അദ്ദേഹം വിചിത്രമായ മറ്റൊരു വാക്ക്, ആ കുതിരയെ കൊല്ലുക, അതിൻ്റെ രക്തം ശേഖരിക്കുക. കാരണം കൂടിയ വിഷം ചെന്ന് മരിക്കാൻ ഹേതുവായത് ചെന്നിട്ടും ഈ കുതിര ചത്തില്ല. അതിൻ്റെ പേര് അക്വയർഡ് ഇമ്മ്യൂണിറ്റി, ആർജിത പ്രതിരോധ ശേഷി. ഇതിൽ നിന്ന് വാക്സിൻ വികസിപ്പിക്കണം. ഇത് മനുഷ്യനെ കുത്തണം. ഇത് ആൻറ്റിബയോട്ടിക് ചികിത്സയുടെയൊക്കെ ഒരു തത്വം തോന്നുന്നു അല്ലേ? വീര്യം കൂടിയതിനെ അടിച്ച് കെട്ടിയിട്ട് കുറഞ്ഞവൻ ഇങ്ങോട്ട് വരുമ്പോൾ ഇവൻ വെല്ലുവിളിച്ച് പറയുകയാണ്, നീ പോയിട്ട് നിൻ്റെ ചേട്ടനോട് വരാൻ.
ഞാൻ ഉപദേശിമാരുടെ ലോക്കൽ ശൈലിയിൽ പറഞ്ഞാൽ മനസ്സിലാവാൻ വേണ്ടി. ഇതാണ് ഈ ആൻറ്റിബയോട്ടിക്. നമ്മുടെ ശരീരത്ത് അവനിങ്ങനെ ഉറങ്ങിക്കിടക്കും, ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഇങ്ങോട്ട് വരും, വലിയ ആളാന്ന് പറഞ്ഞ് ഇവൻ കയറി വിഴുങ്ങും. അങ്ങനെയല്ലേ? മെഡിക്കൽ ലൈനിലുള്ളൊരു തിരുത്തിയാൽ മതി. പിന്നെ ഈ ഭാഷ തിരുത്തണ്ട. കാര്യം ഇതാണോ? എന്തിനാ ഇത്രയും പറഞ്ഞെന്നറിയണ്ടേ? ഇതിലും വലിയൊരു ആൻറ്റിബയോട്ടിക് ചികിത്സ നടന്ന ഇടവാ ക്രൂശ്. ഈ കുതിരയ്ക്ക് സംഭവിച്ച പോലെ നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി. അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം. ഈ ഇമ്മ്യൂണിറ്റി ശരീരത്തിലുള്ളതാണ് നമ്മൾ കേട്ടോ. ഈ രക്തം കൊണ്ട് വികസിപ്പിച്ചെടുത്ത ആ വാക്സിന ഈ സിരകളിൽ ഓടുന്നത് കൊണ്ട് ഒരു ദുഷ്ടനും തോൽപ്പിക്കാനാവാത്ത, ഒരു ചതിക്കും വഞ്ചനയ്ക്കും കീഴടക്കാനാവാതെ ഭക്തൻ ബലത്തോടെ നിൽക്കാൻ കാരണം ആ രക്തം സിരകളിൽ ഓടുക. വീപ്പാസർ കൈയടിച്ച് ആഹ്ലാദിച്ചതുപോലെ ക്രൂശ് കണ്ട് ആഹ്ലാദിച്ച പൗലോസ് പറയുകയാണ്, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. ന്യായപ്രമാണം വായിച്ചവരെ, പഴയ നിയമത്തിൽ ജീവിച്ചവരെ, യഹൂദ പരീക്ഷകളെ എന്താണ് ക്രൂസിൽ സംഭവിച്ചെന്നറിയണ്ടേ? ചട്ടങ്ങളാൽ നമുക്ക് വിരോധമായിരുന്ന കയ്യെഴുത്ത് മായ്ച്ചു കളഞ്ഞു. ഈ കയ്യെഴുത്ത് കൊണ്ട് ആർക്കും നിങ്ങളെ ശിക്ഷിക്കാനാവാത്ത വിധത്തിൽ രേഖകളെ അപ്രസക്തമാക്കിക്കൊണ്ട് നടുവിൽ തറച്ച് ആ ക്രൂശിൽ ജയോത്സവം കൊണ്ടാടി. ശത്രു സൈന്യത്തെ മുഴുവൻ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കി ജയോത്സവം കൊണ്ടാടി. ആ ജയത്തിൻ്റെ ചിഹ്നമാ ക്രൂശ്. അതങ്ങോട്ട് ശിഷ്യന്മാർ തിമത്യോസിനും തീത്തോസിനും ഒക്കെ പകർന്നു കൊടുത്തപ്പോൾ പിന്നെ ഇവർക്ക് കിട്ടിയ ആവേശം വലുതാ. ഇന്ന് ഈ ആവേശം നമ്മളെയും ഭരിക്കണം. സ്തോത്രം. ഈ കൂടെ ഇവർ ത്യാഗം സഹിക്കാൻ പഠിച്ചേ. സ്തോത്രം. എനിക്കിത് അങ്ങനെ പഠിച്ച ശേഷം ഒത്തിരി അനുഭവങ്ങൾ ജീവിതത്തിൽ കർത്താവ് തന്നു. വിശ്വാസം വർദ്ധിച്ചു പല കാര്യങ്ങളിൽ. ചിലതരം പ്രതിസന്ധികളെ നേരിടാൻ വലിയ ധൈര്യം കർത്താവ് തന്നു. സ്തോത്രം. ചില വിഷയങ്ങളൊക്കെ നേരിട്ട് അനുഭവിക്കുമ്പോഴേ അതിൻ്റെ ഗൗരവം അറിയത്തുള്ളൂ. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ കർത്തൃദാസൻ ഏറ്റവും നല്ല കൃതികൾ രചിക്കുമ്പോഴൊക്കെ ജയിലിലാണ് അല്ലേ? ജയിലിൽ. റോമർക്ക് ലേഖനം എഴുതുമ്പോഴൊക്കെ ജയിലിലാണ്. പക്ഷെ എന്നെ അവിടെ എപ്പോഴും ചിന്തിപ്പിക്കുന്നൊരു കാര്യം, ഈ ജയിലുകൾ കണ്ടെങ്കിലേ അറിയത്തുള്ളൂ അവിടത്തേക്ക്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കാണാൻ പോകണം. ഈ ജയിലൊക്കെ ഇടയ്ക്ക് ഇങ്ങോട്ട് കേട്ടെ യൂത്ത് പാസ്റ്റർ, ഈ കാശെല്ലാം പൂഴ്ത്തി വെച്ച് ഇങ്ങനെ ജീവിക്കാതെ ഈ ജയിലൊക്കെ ഒന്ന് കാണാൻ പോകണമെന്ന്, ലോകമൊക്കെ ഒന്ന് കണ്ടിട്ട് വാ. ഇതാ പറഞ്ഞേ. അങ്ങനെ ഒരു കാശുകാരനാന്ന് പറഞ്ഞപ്പോൾ ഒരു അനുഗ്രഹം ഉണ്ടാകുന്ന അദ്ദേഹത്തിന് ഉണ്ടാകട്ടെ എന്നോർത്ത് പറഞ്ഞാ. അല്ല നമ്മൾ അല്ലേ കണ്ടോ, അദ്ദേഹത്തിന് കാശുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അസൂയപ്പെട്ടൊരു കാര്യമുണ്ടോ? ആൾ പാവാ, പോട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഈ പൗലോസ്ലീഹ ജയിലിൽ കിടന്ന ഇതല്ല ഇരുന്ന്. ഈ ജയിലിൽ കാണണം. ചിലത് 20 അടി താഴ്ച, 20 അടി കുഴിയാ. ഇതിനകത്ത് ഈ കയ്യിൽ നിന്ന് ഇങ്ങോട്ട് ചങ്ങല, കാലിലോട്ട്, ഇവിടുന്ന് ഇങ്ങോട്ട്. അതിന് ഉയരം കുറവാണ്, നീളം കുറവാണ്. ഇയാളിൻ്റെ നീളം കിട്ടത്തില്ല, ഇങ്ങനെ നീക്കണം. ഇന്നും ഗൾഫിലൊക്കെ അങ്ങനെ ഉണ്ട്. ഇയാൾ രക്ഷപ്പെട്ടാലും കുറ്റവാളി സമൂഹത്തിൽ തലയുയർത്തി നിൽക്കരുത്, ഇങ്ങനെ കൂനണം. ഇതിനുള്ള പണിയാണ്. ഇങ്ങനെ കൊണ്ട് അഗ്രിപ്പാടൊക്കെ മുമ്പിൽ നിർത്തുന്ന ചങ്ങല. നമുക്ക് ഈ മനുഷ്യനെ എങ്ങനെ ആയിരിക്കും നമ്മളാണെ കാണുക? ഇതിൻ്റെ വല്ല ആവശ്യമുണ്ടോ എന്ന് ആരും ചോദിച്ചു അല്ലേ? ഇങ്ങനെയൊക്കെ പ്രസംഗിക്കണമെന്ന് ചോദിക്കൂ. ഇങ്ങനെ നിൽക്കുന്നവനെ കാണുമ്പോൾ തോന്നുന്നൊരു അന്തസ്സ്. അഗ്രിപ്പാട് പറയാണ്, അഗ്രിപ്പ, ഈ ചങ്ങലയൊഴികെ സകലത്തിലും, ചങ്ങല ഉയർത്താൻ ത്രാണിയില്ലാതെ അദ്ദേഹം പറയാം, നിനക്കിത് വേണമെന്ന് എനിക്ക് ആഗ്രഹമില്ല, ഇതില്ലാത്തൊരു ഞാനായി നീ തീരണമെന്ന് എൻ്റെ ആഗ്രഹം. ഹല്ലേലൂയ. ഇവിടുന്ന് കിട്ടുന്ന ധൈര്യമാണ് ക്രൂശിലെ ധൈര്യം. ക്രൂശിനെ സഹിച്ചവനെ ഉൾക്കൊണ്ടപ്പോൾ ത്യാഗം സഹിക്കാനുള്ള ആ ധൈര്യം ഈ കർത്തൃദാസന് ലഭിക്കുക. നിസാര പ്രതിസന്ധികളിൽ ക്രിസ്തുവിനെ വിട്ടുപോകുന്ന മനുഷ്യരല്ലേ നമ്മൾ? ഞാനവനെ അറിയുന്നില്ലെന്ന് പറയുന്ന മനുഷ്യരല്ലേ? പക്ഷേ അപ്പം ഭക്ഷിക്കാത്ത, കൂടെ നടന്നൊന്നും പഠിക്കാത്ത ഈ മനുഷ്യൻ ക്രൂശിൻ്റെ ശക്തി ആസ്വദിച്ചിട്ട് പറയുക, ഈ ചങ്ങലയൊഴികെ സർഗത്തിലും നീ എന്നെപ്പോലെ ആയെങ്കിൽ കൊള്ളായിരുന്നു. ഈ ജയിലിൽ കിടക്കുമ്പോൾ ഇങ്ങനെയുള്ള ജയിലിൽ കിടന്നൊക്കെ എഴുതുന്ന ലേഖനം നമ്മുടെ കയ്യിലിരിക്കുന്നത്, പുസ്തകമല്ല ഇങ്ങനെ. അതും കൊണ്ട് ഞാനിവിടെ വന്നേച്ച് പറയുക, എന്നെ അവിടെ ഒരുത്തനും മൈൻഡ് ചെയ്തില്ല കേട്ടോ.
വണ്ടിക്കൂലി തന്ന ഒത്തില്ല, ചായ തീരെ കൊള്ളത്തില്ലായിരുന്നു, ഭക്ഷണം അത്രയും പോലും പറ്റില്ല. പരിഭവങ്ങളുടെ ലോകത്ത് നമ്മൾ ജീവിക്കുന്നില്ലേ? ഇത് എഴുതിയവനെ അനുഭവിച്ചു കണ്ടോ ഇവിടെ കിടന്ന്? ഈ കുഴിക്കകത്ത് കിടന്ന് പ്രാപിച്ച സാധനമാണിത്. ഈ ജയിലിനകത്ത് 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി കേബാർ നദിയുടെ തീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ആ പ്രവചനമെല്ലാം എഴുതുമ്പോൾ അടിമകളുടെ കൂടെ കിടക്കുക ഒരു പുരോഹിതൻ. ഈ പുസ്തകത്തെ മുഴുവൻ പരതുക സുഖകരമായൊരു കാലാവസ്ഥയിലല്ല. ഇതിൽ ഭൂരിപക്ഷ ഗ്രന്ഥവും രൂപപ്പെട്ടത് കഠിന വേദനയുടെ തീച്ചൂളയിൽ പിറന്ന ഒരു പുസ്തകം കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ, മുമ്പ് പറഞ്ഞ പോലെ ഇതിനകത്തെ ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ടെന്നൊരു വാക്സിൻ ഭക്തന് ജയിക്കാൻ അനവധി ജീവിതങ്ങൾ തങ്ങളുടെ പ്രാണനെ വെച്ച് നേടിയെടുത്ത വിശുദ്ധന്മാർക്കൊരിക്കലായി ഭരമേൽപ്പിച്ച മഹത്തര വിശ്വാസത്തിൻ്റെ ശ്രേഷ്ഠമായ ആ സങ്കലനമാണ് ഈ പുസ്തകം. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ കൃതി കയ്യിലുള്ളവൻ തോൽക്കില്ല, അത് ഹൃദയത്തിലുള്ളവന് പരാജയമില്ല, അത് ജീവിതത്തിൽ ഏറ്റെടുത്തവന് എങ്ങും തലകുനിക്കേണ്ടി വരില്ല. കർത്താവ് ജയാളിയായി നമ്മുടെ കൂടെ ഉണ്ട്. ഇതിനകത്തൊരു കാര്യം, ഇതിലും വലിയ റിസ്ക്കുള്ള വേറെ ആൾക്കാരുണ്ട്. പൗലോസിനേക്കാൾ പ്രതിഫലം കിട്ടുന്ന മനുഷ്യർ. ഇത് എഴുതിയെടുക്കാൻ ചില കക്ഷികൾ വരും. സ്വസ്തനസ്, തെർത്തോസ്, ഈ പേരൊക്കെ നമ്മൾ കേട്ടിട്ട് പോലുമില്ല പലരും. ഡിക്റ്റേഷൻ കൊടുക്കുമ്പോൾ കേട്ടെഴുതാൻ വരുന്നതാണ്. എടാ 4 അടി 20 അടി ഉയരമുള്ള ജയിലിൻ്റെ മുകളിൽ ആളിങ്ങനെ നിൽക്കണം, താഴോട്ട് നോക്കി. ഇതിനകത്ത് ഒരു കുഴി ദിനകൃത്യങ്ങൾക്ക് ഒരു ഓവിചാല് വെച്ചിട്ടുണ്ട്, മാലിന്യം ഒഴുകിപ്പോകാൻ. ഉടുക്കാനും കിടക്കാനും ധരിക്കാനുമായിട്ടൊരു ചാക്ക് കഷണം. ഇതും ധരിച്ചിങ്ങനെ കിടക്കുക. അപ്പുറത്തുണ്ട് പൗലോസും അപ്പുറത്ത് ശീലാസൊക്കെ കിടന്നെന്ന് പറയില്ലേ, ഈ കിടപ്പാണ് കിടക്കുന്നത്. ഈ കിടപ്പിൽ പ്രാപിച്ച അനുഭവങ്ങൾ എത്ര വലുതാ. ആ അനുഭവങ്ങളാണ് അപ്പോസ്തല പ്രവൃത്തി മുഴുവൻ. ആ അനുഭവമാണ് തിരുവെഴുത്ത് മുഴുവൻ. അപ്പോഴേ ക്രിസ്ത്യാനിറ്റി നിരോധിച്ചിരുന്ന റോമൻ സാമ്രാജ്യത്തിൽ തെർത്തോസ്, സ്വസ്തനസും പാർച്ച്മെൻസിൻ്റെ ഷീറ്റുകൾ നമ്മൾ പായ പണ്ട് ചുരുട്ടിക്കൊണ്ട് സഹായത്തിന് വരുന്നല്ലോ വരണം. ഇതും കൊണ്ട് വഴി നിൽക്കുന്നവനെ കാണണം, അവിടെ നിൽക്കുന്ന ആളിൻ്റെ അനുവാദം വേണം. അതൊക്കെ അവർ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ? നമ്മളറിയാത്ത കുറേ ട്രിക്കുകൾ അതിനകത്തുണ്ട്. അന്നും അറിയാനാന്ന് ഇന്നലെ പാസ്റ്റർ ദിവാസനോട് സംസാരിച്ച് പറഞ്ഞു, നമുക്ക് സുവിശേഷം നിരോധിക്കപ്പെട്ട രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ കൂടുന്ന രഹസ്യ ചർച്ച ഉണ്ടെന്ന്. ഒക്കെ സത്യമാണ്. ഇതുപോലെ റോമിൽ അന്നുണ്ട്. എനിക്ക് ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭയങ്കര സന്തോഷം വരും. പൗലോസ് നമ്മൾ ചിലപ്പോൾ പറഞ്ഞു വിടുന്ന വാക്യത്തിൻ്റെ ശക്തി അറിയത്തില്ല. കൈസറുടെ അരമനയിലുള്ളവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, നമ്മുടെ തനി നാടൻ രീതി പറയടാ, കൈസറെ നീ ഞാൻ സുവിശേഷം പ്രസംഗിച്ചെന്ന് പറഞ്ഞ് എന്നെ പിടിച്ചു വിട്ടിട്ടാ നിൻ്റെ വീട്ടിനകത്ത് കയറി ഞാൻ ചർച്ച് പ്ലാൻ ചെയ്തെന്നു. കൈസറുടെ വീട്ടിലുള്ളവർ നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു. മനസ്സിലായില്ലേ? കൈസറുടെ അരമനയിലുള്ളവരും എന്നെ പിടിച്ച് നീ ജയിലിലിട്ടാൽ നിൻ്റെ വീട്ടിനകത്തൊരു ചർച്ച ഉറപ്പാണ്. എന്നെ നീ പീഡിപ്പിച്ചാൽ, വേറൊരു വാക്യം വായിച്ചിട്ടുണ്ടോ? അന്ത്യോക്യയിലെ സഭയിൽ ലൂക്കോസ്, ബർണബാസ്, നീഗർ എന്ന പേരുള്ള ലൂക്കിയോസ്, പിന്നെ പറയുന്നൊരു പേരുണ്ട്, ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൻ. നമ്മുടെ സ്നാപകൻ്റെ തല വെട്ടിയവൻ്റെ കൂട്ടുകാരനെ പീഡിച്ച് മൂക്കിപ്പൊക്കി നമ്മൾ ചർച്ചയിൽ കൊണ്ടുവന്നു. ഇടപ്രഭുവായ ഹെരോദാവോട് കൂടെ വളർന്ന മനായേൻ, ശൗൽ എന്നീ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു. അങ്ങനത്തും കണ്ടോ? ഇതാ ക്രിസ്ത്യാനിറ്റിയുടെ വളർച്ച. പീഡിപ്പിക്കപ്പെടാൻ വേണ്ടി ഒരുമ്പെട്ടിറങ്ങുന്നവൻ്റെ വീട്ടിലേക്ക് നമുക്കൊരു ദൈത്യ യാത്രയുണ്ട് സുവിശേഷത്തിന്. ആ പടി വരെ നമുക്ക് വരാൻ പറ്റൂ. പക്ഷേ സുവിശേഷത്തിന് ബന്ധനമില്ല. സുവിശേഷത്തിൻ്റെ വഴി തടയാൻ ലോകത്താർക്കും സാധിക്കില്ല. ഇന്ന് അമേരിക്കയിലൊരു വീട്ടിൽ കോളിംഗ് ബെൽ അടിച്ചാൽ പോലീസിനെ വിളിക്കുന്ന നമ്മൾ കേട്ടിരിക്കുന്നത്. നിയമം അതൊക്കെ ആയിക്കോട്ടെ, ചിലപ്പോൾ വെടിവെച്ച് കൊല്ലും. പക്ഷെ സുവിശേഷത്തിന് ബന്ധനമില്ല. ഇതങ്ങ് ചെല്ലും, ഇതങ്ങ് ഇടപെടും. ഇതിൻ്റെ സാധ്യത കൊട്ടിയടക്കാൻ ലോകത്തിലെ സാമ്രാട്ടുകൾ പലരും നോക്കി, പക്ഷെ ഇതിനെ തടയാനാവില്ല. അപ്പം എങ്ങനെ ഇവർ കയറി വരുന്ന ഈ ജയിലിനകത്തോട്ട് എഴുതാൻ? 16 അധ്യായമൊക്കെ ഉള്ള റോമാലേഖനം എഴുതണമെന്ന്, അത് വായിക്കാൻ പോലും നമ്മൾ ബുദ്ധിമുട്ടുക. ഇത് എഴുതാൻ എത്ര ഘട്ടം വരണം? ഇത് വാചനമാകേണ്ടതാ, തെറ്റ് വരാൻ പാടില്ല. താഴെ കിടന്ന് പറയുന്ന നമുക്ക് തോന്നുന്ന പോലെ പരിഷ്കരണം വരുത്താൻ പറ്റില്ല. ഇവിടെ കിടന്നുകൊണ്ട് അങ്ങോട്ട് വിളിച്ച് പറയുക, കേൾക്കണം, മുകളിൽ കാതു കൂർപ്പിച്ച് പിടിക്കണം. ഇത് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ പൗലോസ് അവിടെ കിടന്ന ആജ്ഞയാ, അല്ലാതെ തീർപ്പൊന്നുമില്ല. നീ ഇത് ഇവിടുന്ന് കൊണ്ട് അപസോസി കൊടുത്തേക്കണം, അവിടെ നിന്ന് ലവോദിക്കയ്ക്ക് പോകണം.
ഇതെല്ലാം പറയുമ്പോൾ ന്യായമായിട്ട് ചോദിക്കുക, അച്ഛാ അതെങ്ങനെയാണ് പോകുന്നത്? കഴിഞ്ഞ മാസം പോയിൻ്റെ കടം തീർന്നില്ല. ഇവനെയൊന്നും സൂക്ഷിച്ചിട്ട് വിലക്കേ എടുക്കരുത്, സഹായിക്കുക പോലും ചെയ്യരുത്. മനുഷ്യനോട് സഹായം ചോദിക്കുന്നവനെ എടുക്കരുത്. അതേ കാര്യം. അതിൻ്റെ കാര്യം പ്രാർത്ഥിച്ചാൽ മതി. പ്രാർത്ഥിക്കണം. എല്ലാം പ്രാർത്ഥിച്ച് പ്രാപിക്കുന്നതാണ് എൻ്റെ നിങ്ങളുടെ എല്ലാം ജോലി. വാസന്മാർ മാത്രമല്ല. പ്രാർത്ഥിച്ചൊന്ന് പിടിക്കാൻ കിട്ടുമെന്ന് നമുക്കറിയാം. പ്രാർത്ഥിച്ച് ദൈവം വഴി തുറന്നാലേ നമ്മുടെ അക്കൗണ്ടബിലിറ്റി മുകളിലാണ്. ഹല്ലേലൂയ, മുകളിൽ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി. സ്തോത്രം. ഇത് കഴിഞ്ഞ് പോകാൻ നേരം ഒരു വണ്ടിക്കാശ് കൊടുക്കാനുള്ള ശേഷി പൗലോസിനില്ല, അല്ലേ? ഇവിടെ കിടന്നുണ്ട് വേറൊരു കാര്യം കൂടെ പുള്ളി നമ്മുടെ ഫിലോമോനോട് പറയുക, ഈ ഒനേസിമോസ് കുറേ പൈസ തരാണ്ടല്ലോ, ഞാൻ ഇറങ്ങിക്കഴിഞ്ഞോണേ അങ്ങ് തീർത്തേക്കാം. ഫിലോമോൻ വായിച്ച് ചിരിച്ചു കാണും. അച്ഛൻ്റെ 5 പൈസ ഇല്ല, എനിക്കറിയാം. ഇത് എവിടെ നിന്ന് തരുമെന്നായി പറഞ്ഞേ. അത് കേട്ടപ്പോഴേ ഫിലോമോൻ പറഞ്ഞു, കാശൊന്നും വേണ്ട, അച്ഛൻ പെട്ടെന്ന് ഇറങ്ങി കണ്ടാൽ മതി. അവന് നേരെ ആയല്ലോ, മതി അല്ലേ? ഈ ജയിലിൽ കിടക്കുന്ന 5 പൈസ ഇല്ലാത്തവൻ പറയാ, ഞാൻ എന്തെങ്കിലും കടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ മേടിക്കോളാം. അത് ഒരാത്മാവിനെ നേടാനുള്ള സമർപ്പണ ബോധം അതാണ്. ഹല്ലേലൂയ. നമ്മളാണെങ്കിൽ ആ കത്തിൻ്റെ കൂടെ കാണാതൊരു കുറിപ്പ് എഴുതും, ഏതായാലും ഒരു കള്ളനാ, നീ ഒന്ന് സൂക്ഷിച്ചു, അതൊക്കെ മതി അല്ലേ? ഇതങ്ങനൊന്നുമില്ല. പൗലോസിനറിയാം, എൻ്റെ കയ്യിലൊരുത്തനെ കിട്ടിയ പറഞ്ഞ സുവിശേഷമാണെങ്കിൽ, രൂപാന്തരപ്പെടുത്തിയ ക്രിസ്തു ആണെങ്കിൽ അവൻ നേരെ തിരിയും. അവനോട് ചെന്ന് കൺവസ് ചെയ്യും. അവൻ തന്നെ പറയും, യജമാനനെ ഞാൻ പണിയെടുത്ത് വീടിക്കൊള്ളാം, എല്ലാം തീർത്തു തരാം യജമാനെ. അപ്പോൾ യജമാൻ എന്തു പറയും, നീ പണ്ടായിരുന്നു അങ്ങനെ, ഇപ്പം നീ എൻ്റെ സഹോദരനായില്ലേ, നമുക്ക് ഒന്നിച്ച് ക്രിസ്തുവിന് വേണ്ടി പോകാം, ഒന്നിച്ച് പണിയെടുക്കാം. ഹല്ലേലൂയ. അപ്പോൾ അവിടെ കണ്ടത് ഈ പൗലോസ് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക, എഴുതാൻ ഇങ്ങനെ പ്രാപിച്ച ഒരു പുസ്തകം നമ്മുടെ കയ്യിലിരിക്കുന്നത്. ഇതിൽ സ്വസ്തനേസിൻ്റെ വിയർപ്പുണ്ട്, തെർത്തോസിൻ്റെ കണ്ണുനീരുണ്ട്, പൗലോസിൻ്റെ ത്യാഗമുണ്ട്, പത്രോസിൻ്റെ വേദനയുണ്ട്. വേദന കൊണ്ടും കഷ്ടത കൊണ്ടും പോരാടി അതിൽ ദുഃഖമില്ല, ആനന്ദം. വേദനയ്ക്കകത്തും ഒരാനന്ദം. ഈ ജയിലിൽ ഒരുത്തം പറയുകയാണ്, നീ കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ, സന്തോഷിപ്പീൻ എന്ന് ഞാൻ പിന്നെയും നിങ്ങളോട് പറയുന്നു. പ്രിയരെ, നിങ്ങൾക്കൊരു കാഴ്ച ഇവിടെ കാണാം. ഈ മനുഷ്യനെ കൊല്ലാൻ ഇതിനു മുമ്പൊരു സംഭവം ഉണ്ടായി, വരവ്. 40 പുരുഷന്മാർ പദ്ധതി ഇട്ടെന്ന്. മറ്റൊരു തീരുമാനം എടുത്തു, ഇവനെ കൊന്നല്ലാതെ ഞങ്ങൾ ഭക്ഷണം കഴിക്കലെന്ന്. വായിച്ചിട്ടില്ലേ? ആവശ്യമില്ലാത്ത തീരുമാനം എടുത്താൽ നീ പട്ടിണി കിടന്ന് മരിക്കുകയല്ലാതെ, അല്ലേ? അത്രേ ഉള്ളൂ. ദൈവം നിശ്ചയിക്കാതെ നമ്മൾക്ക് എന്തെങ്കിലും പറ്റുമോ? ഇവിടെ ദൈവാസനെ പരിചയപ്പെട്ട് ഞാൻ തോക്ക് വെച്ചിട്ട് വെടിവെക്കുമെന്ന് പറഞ്ഞ് തട്ടിക്കൊള്ളാൻ പറഞ്ഞു. പേടിക്കണോ? പേടിക്കണ്ടെന്നാണ്. അതും കണ്ടാൽ പേടിക്കരുത്, ഭയപ്പെടുകയേ ചെയ്യരുത്. ഞങ്ങളൊക്കെ ചില പ്രശ്നങ്ങൾ അനുഭവിച്ച കണ്ട. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഓടിയെന്നൊക്കെ ചുമ്മാ പറഞ്ഞല്ലോ, കൂടെയുള്ള കക്ഷികൾ വിട്ടടിച്ചു പോയി. നമുക്ക് ഇരട്ടി ധൈര്യം ഉണ്ടായിട്ടൊന്നല്ല, അന്നേരം ഒരു ധൈര്യം ഇഞ്ഞ് കിട്ടും, അന്നേരം ഒരു ബലം ഇഞ്ഞ് കിട്ടും. സ്തോത്രം. കഴിഞ്ഞിടയ്ക്ക് ഞാൻ നാട്ടിലൊരു സ്ഥലത്ത് നെടുങ്കുന്നത്ത് പ്രസംഗിക്കുക. ഞാൻ ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞില്ല. ആരോ വിളിച്ചു പറഞ്ഞു, ഇവിടെ ഭയങ്കര പ്രശ്നമാണ്, വരണമെന്ന്. ആ പ്രശ്നമാണെന്ന് പറഞ്ഞവന്മാരെല്ലാം വഴി നിൽക്കുക, ചരടും കെട്ടി. വലിയൊരു സേനയാണ്. SIയും വലിയൊരു ടീമും 2 വണ്ടിക്ക്. ഈ ഡാളസിൽ നിന്നൊരു സഹോദരൻ എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹം ഉണ്ട് ആ യോഗത്തിൽ. എനിക്കൊരു ഡേക്സ് ബൈബിളും ഒക്കെ വാങ്ങിക്കൊണ്ട് അദ്ദേഹം വന്നാൽ തരാൻ വേണ്ടി. അതുകൊണ്ട് ഞാൻ പ്രസംഗിച്ചതിനകത്ത് ആവശ്യമില്ലാത്തൊന്നും പറഞ്ഞില്ല, സുവിശേഷമാണ് പറഞ്ഞത്. സുവിശേഷം പറയുമ്പോൾ യേശുവിനെ പോലെ ആരുണ്ട് എന്നൊക്കെ ചോദിക്കുമ്പോൾ ആരും ഇല്ലാത്തവന് വിഷമം വരും. അവന് തുല്യനായ ആരുണ്ടെന്നൊക്കെ ഒരു ചോദ്യം പഞ്ചിങ് കൂടുതലാണെങ്കിൽ അല്ലേ, സംഗതി അങ്ങ് കയറി കത്തും. മരങ്ങായി. SI വന്നിട്ട് എന്നോട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ പോരെ. ഞാൻ പറഞ്ഞു, ഞാനൊരു 10-31 വർഷമായി ഈ ക്ലാസ് എടുക്കുന്നു, പ്രസംഗിക്കുന്നു. എന്നെ ജീവിതത്തിൽ ആദ്യമാണ് എങ്ങനെ പ്രസംഗിക്കണമെന്ന് സാറിനെ പോലെ ആൾ പഠിപ്പിക്കുന്നത്. നന്ദിയുണ്ട്. ബാക്കി പറയാൻ പറഞ്ഞു. ഇല്ല, ഞാൻ പറഞ്ഞു അങ്ങനെയൊക്കെ താക്കിയതെല്ലാം പറഞ്ഞു. പോലെ ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ സാറിനെ പഠിപ്പിക്കുക, അത് കേട്ടിട്ടേ പോവുള്ളൂ എന്ന് പറഞ്ഞു. ഇതെൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് അറിയാമോ എന്ന് ചോദിച്ചു. ആർട്ടിക്കിൾ 14, അത് വീഡിയോ കിടപ്പുണ്ട്, അത് ആൾക്കാർ പിടിച്ചിട്ടുണ്ട്.
ആർട്ടിക്കിൾ 14 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ആർട്ടിക്കിൾ 19, ആർട്ടിക്കിൾ 21, ഇതൊക്കെ ഒന്ന് പഠിക്കും. ദിസ് ഈസ് മൈ റൈറ്റ് എന്നിട്ട് വെറുതെ പിള്ളേർ പിടിക്കുന്നുണ്ട്, സംഗതി ഇടും, സാറിന് ഗതികേടാവും. മനസ്സിലായില്ലേ? കേസ് പഠിക്കണം. ചുമ്മാ വന്നതൊന്നും പറഞ്ഞാൽ പോരാ. ഞങ്ങൾ എന്താ പറയുന്നത് പഠിക്കണം, ഞങ്ങൾ എന്താ പ്രശ്നം കേൾക്കണം. ഇതൊക്കെ കഴിഞ്ഞ് എൻ്റെ അടുത്ത് വൈഫ് ചോദിച്ചു, പുള്ളിയോട് എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞേ? എനിക്കറിയത്തില്ല, അന്നേരം കിട്ടിയൊരു ധൈര്യമാണ്. അല്ല, ധൈര്യം നമ്മളിങ്ങനെ സംഭരിച്ച് കുറേ അവിടെ ചെല്ലുമ്പോൾ ചിലവഴിക്കാമെന്ന് വെച്ച് പോയി കഴിഞ്ഞാൽ നടക്കുകയില്ല. അവിടെ ചെല്ലുമ്പോൾ ഇതിഞ്ഞ് കിട്ടുമെന്ന് പേടിക്കണ്ട. വചനമല്ല അങ്ങനെയെന്ന്, അതിന് പാണ്ഡിത്യമൊന്നും വേണ്ടെന്ന്. നിങ്ങളൊരാളുമായിട്ട് സുവിശേഷം ഒന്ന് പങ്കിട്ട് നോക്കി, സ്നാനമൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമുക്കിതൊന്നും വലിയ പിടി കാണത്തില്ല. പറഞ്ഞിഞ്ഞ് വരുമ്പം പരിശുദ്ധാത്മാവ് എടുത്ത് മുമ്പിലോട്ട് വെച്ചിട്ട് തട്ടിക്കുമെന്ന് പറയും. ആ ചിമുങ്ങത്തിൽ ഉറപ്പാണ്, അനങ്ങത്തിൽ. ഒരു പണ്ഡിതനും അനങ്ങത്തില്ല, സ്ട്രക്കായിട്ട് അവിടെ നിൽക്കും. അനുഭവമുള്ള ദൈവമക്കളോടുണ്ട്. ഇതുപോലെ ധൈര്യവും ബലവും ഒക്കെ തരുന്നേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നമ്മുടെ നാട്ടിലൊരു മനുഷ്യനെ, ഒരു ഉദ്യോഗസ്ഥനെ വെള്ളമെല്ലാം അടിച്ച് കോൺ തെറ്റി നടന്നൊരു മനുഷ്യനെ സസ്പെൻഡ് ചെയ്തു. സസ്പെൻഷൻ്റെ കാലാവധി എല്ലാം കഴിഞ്ഞപ്പോൾ പുള്ളി അതിൻ്റെ ഇടയ്ക്ക് വിശ്വാസത്തിൽ വന്ന നല്ലൊരു മനുഷ്യനായി. അപ്പോഴേക്ക് പുള്ളിയെ തിരിച്ചെടുക്കുന്ന ഒരു ഘട്ടം വന്നു. അപ്പോൾ ഇവർ വിളിച്ച് ശരിച്ചെടുക്കുമ്പോൾ വഴക്കെല്ലാം പറയും. തിരിച്ചൊരു ആപ്ലിക്കേഷൻ പുള്ളി ഇങ്ങനെ വെച്ചു. വെറുതെ പുള്ളിക്ക് അവത്തവശാലൊരു സംഭവം ഉണ്ടായി. അതിൻ്റെ മുകളിൽ പ്രൈസ് ദി ലോർഡ് എന്ന് എഴുതി, സർക്കാരിനുള്ള ലെറ്ററിനകത്ത്. വെള്ളമടിച്ച് കോൺ തെറ്റി നടന്നവനാന്നേ അവർക്കറിയത്തുള്ളൂ. ഇത് പിടിക്കാൻ വേണ്ടി ആളിനെ വിളിച്ച് ചർച്ച ചെയ്തപ്പോൾ ഇത് കണ്ടു. കാര്യങ്ങളെല്ലാം ചോദിച്ചപ്പോൾ ആളാകെ മാറിപ്പോയി. ഇദ്ദേഹം മര്യാദയ്ക്കെല്ലാം ഇരിക്കണമെന്നെല്ലാം പറഞ്ഞിട്ട് ഈ കൈകാര്യം ചെയ്ത് ഉദ്യോഗസ്ഥൻ പുറത്തോട്ട് ഇറങ്ങി വന്നിട്ട് കൈ കൊടുത്തിട്ട് അദ്ദേഹം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, താൻ അടുത്ത ആഴ്ച എൻ്റെ ചർച്ചയിൽ വരണം, സാക്ഷ്യം പറയണം. നമുക്കുള്ള ആളിനെ ദൈവോടെ വെക്കുന്നു. ഇത് വിഡിത്തമാണ് കാണിച്ചേ. ചില വിഡിത്തങ്ങൾ ദൈവസന്നിധി വലിയ ബുദ്ധിയാണ്. പിന്നെ പൗലോസ് 40 പേര് കൊല്ലും എന്ന് ഒരുമിച്ച് പദ്ധതി ഇട്ടു. ഒരുമിച്ച് പദ്ധതി ഇടുമ്പോൾ പൗലോസിൻ്റെ സഹോദരിയുടെ മകൻ അറിഞ്ഞെന്ന് വാർത്ത. എങ്ങനെയാണ് കൊല്ലുന്നറിയണ്ടേ? വിചാരണയ്ക്ക് കൊണ്ടുപോകുന്ന വഴിക്ക് അവിട്ട് തട്ടാം. കണ്ടോ, ജയിലിലേക്ക് പോകുന്ന വഴിക്ക് ഗുണ്ടാക്രമണം എന്നൊക്കെ നമ്മൾ ഇന്ന് വായിക്കാറുണ്ട്. അത് പണ്ടേ തുടങ്ങിയതാണ്. വരുന്ന വഴിക്ക് പിടിക്കണം. ഈ ചെറുക്കൻ അറിഞ്ഞ്, പൗലോസിൻ്റെ ആകപ്പാടുള്ളൊരു ബന്ധു ഈ പയ്യൻ നമ്മൾ ബൈബിളിൽ കാണുന്നത്. ശതാധിപനെ കണ്ട് രഹസ്യത്തിലൊരു കാര്യമുണ്ടെന്ന് കണ്ട ചെറുക്കൻ്റെ ബുദ്ധി. പൗലോസിൻ്റെ പെങ്ങളുടെ മോനാകുമ്പോൾ അതിൻ്റെ വിവരം കാണും. നമ്മുടെ ചെറുക്കനാണെ ഫേസ്ബുക്കിലിടും ഇങ്ങനൊരു വിഷയം ഉണ്ടെന്ന്, ഇല്ലേ? അന്ന് അവനൊരു 19 പേരെ വേറെ ഉണ്ട്, അവിടെ കിടന്ന് ബഹളം. ഇതൊന്നുമല്ല വഴി, ശതാധിപനെ ഒന്ന് കാണണം. അങ്ങോട്ട് ചെന്നു. ഈ മനുഷ്യന് ശതാധിപനൊരു കാര്യം പറയാനുണ്ടെന്ന് രഹസ്യത്തിൽ കാര്യം കേട്ടു. ശതാധിപൻ സഹസ്രാധിപനെ വിളിച്ചു. ഇങ്ങനൊരു സംഗതി, 1000 പേർക്ക് അധിപതിയെ. എന്താ പറഞ്ഞെന്നറിയണ്ടേ? അങ്ങനെയെങ്കിലേ നമുക്ക് ഇന്ന് 3 മണി നേരം പ്രഭാതത്തിൽ ആരും അറിയാതെ കൊണ്ടുപോകണം. 40 പേരെ അവിടെ പദ്ധതി ഇട്ടേ. എത്ര പേരെയാണ് പ്രൊട്ടക്ഷൻ എന്നറിയാം? എല്ലാം കൂടെ കണക്ക് കൂട്ടി 1000 പേരുടെ പ്രൊട്ടക്ഷൻ. വായിച്ചിട്ടുണ്ടോ? കണക്ക് കൂട്ടണം. നമ്മൾ കാലാൾപ്പട ഇത്ര, കുതിരപ്പട ഇത്ര, അംഗരക്ഷപ്പട കൊണ്ടുപോകണമെന്ന് അവനെ 40 പേര് ഒത്തുകൂടിയപ്പോൾ 1000 പേരെ അപ്പുറത്ത് നിർത്തി. ഇവൻ രാവിലെ ആയുധമൊക്കെ ആയിട്ട് കട്ടൻ ചായ പോലും കുടിക്കാതെ ആക്രമിക്കാൻ വന്നപ്പോൾ ആളവിടങ്ങും ഇല്ല. ആ വഴിക്ക് ആളില്ല. മനസ്സിലായില്ലേ? ഈ ദൈവമാണ് നമ്മുടെ ദൈവം. ദൈവം വിടുതൽ വച്ചാൽ അത് വിടുതലാണ്. നമ്മൾ മരിക്കണമെന്ന് ദൈവം തീരുമാനിച്ചാലും പിന്നെ ഏത് മരുന്ന് കഴിച്ചിട്ടും കാര്യമില്ല. അതുകൊണ്ടൊരാച്ചാൻ ഇങ്ങനെ ലാസ്റ്റ് ഇങ്ങനെ വലിക്കുക. ആ അമ്മച്ചി പെട്ടെന്ന് അവിടെ ഇരുന്ന മുഴുവൻ മരുന്നും ടോണിക്കും എല്ലാം എടുത്ത് വായിലൊഴിച്ചു കൊടുത്തു. ചോദിച്ചാൽ പറയാം, ഇത്രയും വിലയുള്ള സാധനമാണ്, അത് കളയാൻ നോക്കുമോ? അത് ഞാൻ മേടിച്ചതാണ്, അതിനും കഴിക്കാനും ഇവിടെ ആരും ഇല്ലെന്നും. ആ 2 കാര്യമാണ്. സൗഖ്യമാകുന്ന ആകട്ടെ, കാശ് കളയുകയും വേണ്ടെന്ന്. അങ്ങനെയാണ് ചില ഈ മരുന്നൊക്കെ കഴിക്കുന്നത്. അങ്ങനെയാണ്, കാശ് മുടക്കിയതാണല്ലോ, കഴിക്കാതിരിക്കാൻ നോക്കുമോ? സ്തോത്രം. ചില ആൾ ഭക്ഷണം കഴിക്കുന്നത് അങ്ങനെ, കാശ് മുടക്കിയാണല്ലോ എന്നോർത്ത് കഴിക്കുക. രോഗം ആവശ്യമില്ലാതെ കഴിക്കരുത്, കാശ് മുടക്കിയാന്നും പറഞ്ഞു. അതിന് വേറെ കാശ് മുടക്കണം. അതിനാ പറഞ്ഞേ. പലസ് ചിന്തിച്ചുറപ്പിച്ചു. ഇവന്മാർ കഴിക്കുന്നില്ലെന്ന് അവർ ചിന്തിച്ചുറപ്പിച്ചു. അതുമില്ല, നീട്ടാൻ പറ്റുമോ? ഇല്ല. നമ്മുടെ മീതെ ദൈവം നിശ്ചയിക്കാതെ
നമുക്കൊന്നും പറ്റില്ല, ഒന്നും സംഭവിക്കില്ല. വിശ്വസിച്ചാട്ടെ. മാരക രോഗത്തിൻ്റെ റിസൾട്ട് നിങ്ങളുടെ കൈ കണ്ടേ കേട്ടോ. നമ്മുടെ കാലം വരെ ഡോക്ടർ നിർണയിച്ച് കാണും, രോഗത്തിൻ്റെ ഗൗരവം പറഞ്ഞെന്നാണ്. ആക്കെ അവിടെ ഇരുന്നോട്ടെ. ഹമാൻ ഒരു കഴിമരം ഉണ്ടാക്കി, കഴിമരത്തിൻ്റെ പൊക്കം കൂട്ടുക. ഒരുത്തിനെ കൊല്ലാൻ ഇങ്ങനെ പൊക്കം കൂട്ടണമെന്നുണ്ടോ? ആ വൈരാഗ്യത്തിൻ്റെ കനം, ആ പൊക്കം അല്ലേ. കൊന്നാൽ പോരാ, ഇങ്ങനെ അങ്ങ് കൊല്ലണമെന്ന്. എന്തൊരു വൈരാഗ്യമാണ്. എന്നിട്ട് രാത്രി തൃപ്തി വരുന്നില്ല. തൃപ്തി വരാതെ ഇതിനി കയറും കുരുക്കുക. കുരുക്കുമ്പോഴാണ് പുള്ളിക്ക് തോന്നി ഇതിനൊരു അളവെടുക്കണം. അളവെടുക്കാൻ ആരെയും കിട്ടാതെ അതിനെ ഭാര്യയെ വിളിച്ച്, നീ ഇങ്ങോട്ട് നിന്ന് എന്തിനാ അവനുള്ള കുരുക്കുണ്ടാക്കുക, നീ ഇങ്ങോട്ടേക്ക്. ആ പെണ്ണിന് വിവരം ഉണ്ടായിരുന്നു. അവർ പറഞ്ഞു എൻ്റെ തലയൊന്നും അതിന് തരാനില്ലെന്ന്. എങ്ങും കിട്ടാതെ വന്നപ്പോൾ അവൻ കണ്ണാടിയുടെ മുമ്പിൽ പോയി ഈ സാധനം വെച്ചിട്ട് കുരുക്കി നോക്കി. അതവന് കറക്റ്റായിരുന്നു. കറക്റ്റ്. ഇത്ര ഇണങ്ങിയൊരു സാധനം ഇല്ല. ഇത്രയേ ഉള്ളൂ കുരുക്ക്. കുരുക്കിന് അതിപ്പരൊന്നും പോകാൻ പറ്റില്ലാന്നേ. ഏത് കുരുക്കും കുരുക്കുന്നവനെ കുരുക്കും, തകർക്കും. ഹല്ലേലൂയ. അതാ സംഭവിച്ചവിടെ. എന്താ പിന്നെ സംഭവിച്ചതെന്നൊക്കെ നമ്മൾ കണ്ടു. 7:70 ഞങ്ങൾ ഇന്നലെ രാത്രിയൊക്കെ സംസാരിക്കുകയായിരുന്നു. ദൈവജനത്തിനും ശുശ്രൂഷയുടെ അഭിവൃദ്ധിക്കും സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനുമെതിരെ ഇറങ്ങിത്തിരിച്ച ഇടത്തൊക്കെ പിന്നെന്ത് സംഭവിച്ചു? ഞാനതിലേ പോയി. അവൻ്റെ ഇടം അവിടെ കണ്ടില്ലെന്ന്. പിന്നെ ചില ദേവാലയം തകർന്നടിഞ്ഞ് കിടപ്പുണ്ട്. ആ മണ്ണടരുകളിൽ ഇന്ന് മനുഷ്യൻ മാംസം ചുട്ട് തിന്നുന്നുണ്ട്. അവിടെ നിന്ന് പാലസ്തീനികൾ ഇവരെ പരിഹസിക്കാൻ. മനസ്സിലായില്ലേ? ഒരു കാലത്ത് എന്തൊക്കെ നടന്ന ആ സ്ഥലമെല്ലാം പോയി. സ്തോത്രം പ്രിയരെ. പക്ഷേ അദൃശ്യമായ ദൈവത്തിൻ്റെ സഭ ഇന്നും ആചഞ്ചലമായി നിൽപ്പുണ്ട്. ഇന്നും ധൈര്യത്തോടെ നിൽപ്പുണ്ട്. കഴിവൊന്നും അല്ലത്, നമ്മുടെ കൃപയാണ്. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മുടെ വിധകളെ നേട്ടണില്ല. പിരിയുമ്പോൾ ഒരു കാര്യം ഉറപ്പാക്കൂ. ഇവിടുന്ന് നേരെ പോയിട്ട് കൈസറെ അഭയം ചൊല്ലിന്ന് ഹൈക്കോടതി പോവാന്ന്, സുപ്രീം കോടതി. അതുകൊണ്ടാണ് ഈ അഗ്രിപ്പൊക്കെ പറഞ്ഞ് നിന്നെ എനിക്ക് വിടായിരുന്നു, പക്ഷെ നീ കൈസറെ അഭയം ചൊല്ലിയ സ്ഥിതിക്ക് അങ്ങനെ ഒത്തീർപ്പ് അതിന് വെച്ചിരിക്കുക ഡേറ്റിന്. പക്ഷെ പൗലോസിനെ കണ്ടത് സുവിശേഷത്തിൻ്റെ വ്യാപനത്തിനാണ്. ആ പോകുന്ന പോക്കിൽ കപ്പലിൽ കൊണ്ടുപോകുക കുറ്റവാളികളെല്ലാം. വലിയ കപ്പലാണ്. ഹിപ്പാലസ് എന്ന പേരുള്ളൊരു കാറ്റുണ്ടായിരുന്നു. കാറ്റിൻ്റെ പേരാണ്. 45 നമ്മളത് കണ്ടുപിടിക്കുന്നത്. അതിന് മുമ്പേ കാറ്റുണ്ട്, നമ്മൾ കണ്ടു തന്നേരാണ് ശാസ്ത്രജ്ഞർ. ഇതിൻ്റെ ഗതിക്കനുസരിച്ചാണ് ഈ പായ്ക്കപ്പലാണ് പോകുന്നത്. പായ്ക്കപ്പലിൽ പോകും വേളയിൽ പൗലോസ് ദർശനം കണ്ടിട്ട് പറഞ്ഞു ഈ വഴി പോകല്ലെന്ന്. ചിലപ്പോഴൊക്കെ നമുക്ക് വഴി തെറ്റിപ്പോവും. ഗൂഗിൾ വഴി തെറ്റിക്കുന്നവർക്കും. പക്ഷേ ഏതോ അപകടത്തിൽ നിന്ന് മാറുന്ന അസഹിഷ്ണപ്പെടണ്ട, ധൃതി പിടിച്ചു പോകാൻ തുടങ്ങുന്ന. ചിലപ്പോഴൊക്കെ ചില വഴികൾ അടയും, ഭാരപ്പെടണ്ട. നമ്മളെ വിളിക്കുമെന്ന് കരുതുന്ന ചിലർ വിളിക്കാതിരിക്കും, ഭാരപ്പെടണ്ട. നമ്മൾ കൂടി ഉണ്ടാകണം അവരെ ആനന്ദത്തിലെന്ന് കാണുന്ന വേളകളിൽ നമ്മളെ ചിലപ്പോൾ ചിലർ ഒഴിവാക്കും, ഭാരമൊന്നും വേണ്ട. ഗോഡ് ഹാസ് എ പ്ലാൻ. ഈ പ്ലാൻ അനുഭവിച്ച ദൈവമക്കൾ ഇന്ന് ഇവിടെ ഉണ്ട്. ഒറ്റ കേശുവിനെ അനുധാവനം ചെയ്തിറങ്ങിയ പ്രിയപ്പെട്ടവരിവിടെയുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ ഈ കാറ്റിൽ പോകുമ്പോൾ പറഞ്ഞു ഇതിലേ പോലെ. അപ്പോൾ മറ്റേ പുള്ളി പറഞ്ഞു ഞങ്ങൾ കുറേ ഓടിയതാണ് ഇതുവഴി, ചേട്ടനത് പഠിപ്പിക്കണ്ട. 2-3 കക്ഷികളെ തിരുത്താൻ പറ്റിയില്ല. ക്ഷമിക്കണം, ഈ സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുന്ന ആളിനെ നമ്മളൊന്ന് തിരുത്താൻ നോക്കി. ഡ്രൈവിങ് നടത്തുന്ന ആൾ നമ്മളെ വണ്ടി ഓടിക്കുമ്പോൾ ഇവനെ തിരുത്താൻ നോക്കിയാൽ പറയും ഞാനേ വളയം പിടിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി, കണ്ടതിലെല്ലാം വണ്ടി ഓടിച്ചിട്ട് തിരുത്താൻ പറ്റിയില്ല. വലിയ പാടാണ്. ശരിക്കും പറഞ്ഞാൽ ചിലരൊക്കെ ഇത്തരത്തിലാണ്, മാറ്റത്തിന് തയ്യാറില്ല. മക്കൾ നന്നായിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ, അല്ല അങ്കിൾ പറഞ്ഞേനെ കുഞ്ഞിനെ നന്നായിരിക്കുന്നു, കുഞ്ഞിനെ തിരുത്താനൊന്നുമില്ല. ഞാൻ എന്നാലും പറഞ്ഞു മനുഷ്യർക്കെല്ലാം ഒരു അപൂർണതയുണ്ട് അല്ലേ, കുറവുണ്ട്. നമുക്കൊക്കെ ഒത്തിരി ഉണ്ട്. കുറവില്ലാത്ത ഒരാളൊരു ഇന്ത്യക്കാരനുണ്ട്, ഒരു ജസ്റ്റിസ് പരിപൂർണൻ. ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ കേട്ടിട്ടുണ്ട് ഒരാളെ. ബാക്കി നമുക്കെല്ലാം ഏതാണ്ട് കുഴപ്പമുണ്ട്. അച്ഛൻ്റെ പേരെങ്ങനെയാ? പരിപൂർണൻ. ഭയങ്കര പേരാ, അറിഞ്ഞിട്ട പേരാരണ്ടല്ലേ. ചുരുക്കി പറഞ്ഞാൽ ബാക്കി നമുക്കെല്ലാം ഏതാണ്ട്. അപ്പോൾ പൗലോസിനടി ഇവർ പറയാണ് ഞങ്ങൾ ഒത്തിരി ഓടിച്ചാൽ കപ്പലും ഒക്കെയിലേ കൊണ്ടുപോയതാ. അത് കുറ്റവാളിയാണ്. പക്ഷേ കൂടെ സംസാരിച്ചപ്പോൾ ഇതിലെ ക്യാപ്റ്റനും പ്രധാനികൾക്കൊക്കെ ഒരു തോന്നി അറിവുള്ളൊരു മനുഷ്യനാണല്ലോ, ഇദ്ദേഹത്തെ കൊല്ലേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. പക്ഷേ വിധി എങ്ങനെയാ, എന്തു ചെയ്യും?
കുറേ ദൂരം പോയി. കപ്പൽ ഛേദത്തിലകപ്പെട്ടു. കപ്പൽ ഛേദത്തിലകപ്പെട്ട് 10-14 രാവുകൾ പിന്നിടുമ്പോൾ ഒരു ദർശനം കണ്ടിട്ട് പറയുക, കൂട്ടുകാരെ, നിങ്ങളിങ്ങനെ വിഷമിക്കാതെ, നിങ്ങൾ എൻ്റെ വാക്ക് കേൾക്കേണ്ടതായിരുന്നു. ഇനി അത് പോട്ടെ. അവിടെ വായിക്കുമ്പോൾ ഒരു അത്ഭുതം. ഞാൻ സേവിച്ച് നിൽക്കുന്ന എൻ്റെ ദൈവം കഴിഞ്ഞ രാത്രിയിൽ തൻ്റെ ദൂതനെ അയച്ചിട്ട് എന്നോട് പറഞ്ഞു, പൗലോസേ, ഭയപ്പെടണ്ട, ഇതൊക്കെ നിനക്ക് ദാനം തന്ന ആൾക്കാരാണ്. കണ്ടോ, ഈ ശിക്ഷ കിട്ടി ഓടുന്ന വഴിക്ക് ഒരു മൂവിങ് ചർച്ച നിനക്ക് തന്നിരിക്കുന്നത്. മനസ്സിലായോ? ഈ പേടിക്കൊന്നും വേണ്ട, ധൈര്യമായിട്ടിരുന്നോ. എന്നിട്ട് ഇവർ കാണുക അപ്പം എടുത്ത് വാഴ്ത്തി ഭക്ഷണം കഴിക്കാൻ പറഞ്ഞെല്ലാവരും. ആടെയുള്ളതിലെ കപ്പലിൽ ഭക്തരെന്നിട്ട് പറയുക, ഭക്ഷണം കഴിക്കാൻ, അത് നിങ്ങളുടെ പ്രാണനുള്ളതല്ലോ. അവൻ്റെ ധൈര്യം കണ്ട് അവരത്ഭുതപ്പെട്ടു. അന്ന് ആ ജീവിക്കുന്ന ദൈവത്തിൻ്റെ മഹത്വം ഈ കൂട്ടർക്കൊക്കെ മനസ്സിലായത്. ഹല്ലേലൂയ. അവർ ഭക്ഷണം കൈക്കൊണ്ടു. കരയോടടുത്തു എന്ന് കണ്ടപ്പോൾ അതിലേ ഉണ്ടായിരുന്ന നല്ല പുള്ളികൾ വള്ളത്തെ രക്ഷപ്പെടാൻ ശ്രമിക്കുക. പൗലോസ് അപ്പോൾ പറഞ്ഞു, എൻ്റെ കയറ് വെട്ടി വള്ളം വിടാൻ പറഞ്ഞു. ഇമാർ സ്വന്തം രക്ഷപ്പെട്ടിട്ടേ അടുത്ത പദവാ, നമ്മളെല്ലാം ഇവിടെ വീഴുമെന്നല്ല, ഇവരിവിടെ വസിച്ചല്ലാതെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന്. നമ്മൾക്കെന്നല്ലേ പറയണ്ടേ? എന്താ നിങ്ങൾക്കെന്ന് പറയാൻ കാരണം? ഞാൻ സേവിച്ച് നിൽക്കുന്ന ദൈവം തൻ്റെ ദൂതനെ അയച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട്, പൗലോസേ, നീ കൈസറുടെ മുമ്പിൽ നിൽക്കും, അതുകൊണ്ട് എന്നെ ഇതൊന്നും ബാധിക്കില്ല. നമുക്കും ഇന്ന് ദൈവസന്നിധി പറയണം, ഈ കാണുന്ന ഒന്നും എന്നെ ബാധിക്കില്ല, ഇതൊന്നും എന്നെ ദോഷകരമായി അഫക്റ്റ് ചെയ്യില്ല, ഈ കേൾക്കുന്ന വിധികളൊന്നും എന്നെ ദോഷകരമായി ബാധിക്കില്ല. ഹല്ലേലൂയ. കൈസറുടെ മുമ്പിൽ നിന്നു. ആ വിധിയിൽ അന്തിമ വിധി പുറപ്പെട്ടു. അത് കൊല്ലാനാ. കൈസറുടെ മുമ്പിൽ സാക്ഷിച്ചു, ചർച്ചകളൊക്കെ സ്ഥാപിച്ചു. പക്ഷെ ഓട്ടം തികച്ചു. ഓട്ടം തികയ്ക്കുമ്പോൾ കർത്താവ് പറയും, മതി. അന്നേരം നമുക്ക് പാടാന്നനുസരിക്കാൻ. നമ്മുടെ മോശയോട് പറഞ്ഞിട്ടുണ്ടോ, അക്കരെ നാടെല്ലാം കണ്ടു. ആ നെവോ പർവ്വതത്തിൻ്റെ മുകളിൽ നിന്നിട്ട് പറഞ്ഞു, നോക്കാൻ പറഞ്ഞു. അവസാനം കർത്താവ് പറയുകയാണ്, നീ പക്ഷെ അങ്ങോട്ട് പോവില്ല, മരിക്കും. നമ്മളെല്ലാം എന്ത് ചെയ്തേനെ? നമ്മളെവിടെ, ഞാനെപ്പോഴും ഓർക്കാറുണ്ട്, ദൈവം ഇത് യോനയോട് പറയണവരെന്ന് അക്കരെ പോവുകയില്ലെന്ന്. ആ മനുഷ്യൻ വായി വന്ന് എല്ലാം വിളിച്ചു പറഞ്ഞേനെ, ഓരോ പണി കാണിക്കുന്നൊക്കെ പറഞ്ഞ്. യോന ദൈവമായിട്ട് അങ്ങനെ ഇടപെടുന്ന നമ്മൾ ബൈബിളിൽ കണ്ടേ അല്ലേ? എനിക്ക് യോനയോട് വലിയ ഇഷ്ടമാണ്. എൻ്റെ കാരണം ദൈവവും യോനയും കൂടെ എപ്പോൾ കൂടിയാലും തർക്കുത്തരോ അങ്ങോട്ടും ഇങ്ങോട്ടും. യോനയുടെ പുസ്തകം തീരുന്ന എങ്ങനെ അറിയാം? യോനയോട് ചോദിക്കുക, ഈ ആവണക്ക് നിമിത്തം നീ കോപിക്കുന്ന വിഹിതമോ? യോന പറയാ, വിഹിതം തന്നെയെന്ന്. ഞാനാ ശരിയെന്ന്. ആ നിഷ്കളങ്കതയാണ്. അങ്ങനെ തന്നെ അത് എഴുതിയും വെച്ചല്ലോ അല്ലേ? നിഷ്കളങ്കനായ ഒരു മനുഷ്യൻ. ചിലപ്പോഴൊക്കെ അങ്ങനെ സംസാരിക്കുന്ന മനുഷ്യരെ നമുക്ക് കൊള്ളത്തില്ലാത്തവരായിട്ട് തോന്നും. നല്ല മനുഷ്യരാ. ദൈവത്തിൻ്റെ അടുത്ത് തർക്കുത്തരം പോലെ അപ്പനും മകനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ തീവ്രതയാണ്. അമിത്ഷായുടെ മകനായ യോനയ്ക്ക് അയാളെ കുഴപ്പമില്ല എഴുതിയിട്ടുണ്ടല്ലേ? ഷൂബ് എന്നൊരു പദ 9 തവണ എഴുതിയിരിക്കുക. അവൻ തിരിഞ്ഞു 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 എന്ന് പിന്മാറ്റം എല്ലാം കാണിച്ചു. എന്നിട്ട് ഇപ്പോൾ ചെന്ന് ഇക്കരെ കൊണ്ട് വിസയും പാസ്പോർട്ടും ഒന്നും വേണ്ടി വന്നില്ല. അവിടെ ചെന്ന് മറ്റൊരു രാജ്യത്ത് എമിഗ്രേഷൻ ക്ലിയറൻസ് വേണ്ട, ഒരു വിഷയമില്ല. എന്നിട്ടും നന്നാതെ വന്നപ്പോഴേക്കും, നീ കിടന്ന് ഈ വിഷയം ഉണ്ടാക്കുന്നത് എന്തിനാ? നീ നട്ടുണ്ടാക്കാത്ത ആവണക്ക് ചൊല്ലി നീ ഈ കാണിക്കുന്നത് ശരിയാണോ? അപ്പോഴാ പറഞ്ഞ, മരണപര്യന്തം കോപിക്കുന്നത് വിഹിതം തന്നെ. അതോടെ പുസ്തകം തീരുക. അവർ കോംപ്രമൈസ് ആയോന്ന് പോലും അറിയില്ല അല്ലേ? പാവം മനുഷ്യൻ, നല്ല മനുഷ്യൻ. അപ്പം ഇതുപോലെയാണ് മോശയുടെ അടുത്ത് പറഞ്ഞു, നീ അങ്ങ് ചേരില്ല. ദൈവത്തിൻ്റെ ഹൃദയം തണുപ്പിക്കുന്നൊരു മറുപടിയാണ്. ആകാം, എന്തൊരു പക്വത. ഞാനാണ് എന്തറിയും, കർത്താവെ സമ്മതിച്ചു, പക്ഷേ അറ്റ്ലീസ്റ്റ് ദിസ് ഈസ് മൈ റൈറ്റ്. എന്നെ അക്കരെ ഒന്ന് കടത്തണം. ഒറ്റ ദിവസം മതി. ആ മണ്ണിൽ നിൽക്കും നിൽക്കണം. എന്നെ ഒരു വേള കർത്താവ് കൊടുക്കുകയില്ലേ? കൊടുക്കും. പക്ഷെ ദൈവം വേണ്ടാന്ന് പറഞ്ഞപ്പോൾ വേണ്ട. നമ്മളെന്നാൽ ഇതിലേക്ക് വളരുന്നേ. ഹല്ലേലൂയ. നമ്മൾ അക്കരെ കിടക്കാൻ ഇപ്പോഴും ആഗ്രഹിക്കുക. മതി, മരിക്കും, ദുഃഖമൊന്നുമില്ല. അന്തസാർന്ന മരണമാണ് കിട്ടിയല്ലേ? പക്ഷെ ദൈവം കൊണ്ട് തള്ളിയില്ല. ഇതിലും നല്ല ഒന്ന് വെച്ചിട്ടാ മറുരൂമലയിൽ ആളിനെ കണ്ട് തേജോരൂപിയായി. ഇതിനാ പറഞ്ഞ് ഇപ്പം അങ്ങ് പോകാൻ. ഹല്ലേലൂയ. ഇങ്ങനെയാ. ഇതേപോലെ പൗലോസിനും പറഞ്ഞു, സമയം അടുത്തു, മരണ വാറൻ്റ് കൈപ്പറ്റി. ഈ റോമിലെ രീതി അനുസരിച്ച് ഇതുകൊണ്ട് നമ്മൾ കിടക്കുന്ന സെല്ലിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ ഉയരത്തിൽ ഒട്ടിച്ചു വെക്കും. ഞാൻ ഈ ഡിസ്പ്ലേ സ്ക്രീനിലേക്ക് നോക്കുന്നില്ല, കാണാൻ കുഴി കിടന്ന്.
തർസോസിലെ ശൗൽ എന്ന് വിളിപ്പേരുള്ള പൗലോസ് ചെയ്ത കുറ്റം പ്രീച്ചിങ് ഗോസ്പൽ, സുവിശേഷത്തിൻ്റെ പ്രസംഗം തുടർന്നുകൊണ്ടിരുന്നു. മുമ്പേ സൂചിപ്പിച്ച പോലെ പലയാവർത്തി ഇത് ചെയ്യരുത് പറഞ്ഞിട്ടും രാജ്യത്ത് ബാൻ ചെയ്ത ഒരു തത്വം നീ തുടർന്നുകൊണ്ടിരുന്നു. അത് ജയിലിലും തുടർന്നു, കോടതി മുമ്പിലും തുടർന്നു. നീ അഗ്രിപ്പാവിൻ്റെ മുമ്പിലും ക്രിസ്ത്യാനിയാകാൻ സമ്മതിപ്പിച്ചു. ഇത് നടക്കില്ല. അതുകൊണ്ട് ഈർച്ചവാളിനാൽ കൊല്ലുക. ഈർച്ചവാൾ തല വെട്ടി കൊല്ലുകയല്ല കേട്ടോ, അങ്ങനെ ആൾ ധരിച്ചിട്ടുണ്ട്. മനുഷ്യനെ 2 മരത്തൂണിലേക്ക് തല തിരിച്ച് കെട്ടും. കാല് 2 മരത്തൂണിൽ, അവിടെ ഇവിടെയും, ഇങ്ങോട്ടൊരു കാല് ഇങ്ങോട്ടൊരു കാല്. ആരാച്ചാർമാ തടിയിറക്കുന്ന വാള് നടുവിൽ വെച്ചിട്ട് 2 ആളുകൾ അപ്പുറത്തുനിന്ന് ഇങ്ങനെ ഇറക്കും. ഇതാ ഈർച്ചവാള്. എന്തൊരു വാക്ക് പ്രയോഗമാണ്. നമ്മൾ പാട്ടുപാടുള്ളോ, വടികളാൽ അനവധി അടികൾ കൊണ്ടാലും വാളാൽ തുണ്ടമായി വെട്ടപ്പെട്ടാലും നാടെല്ലാം നരരായി വെറുക്കപ്പെട്ടാലും എല്ലാം സഹിച്ചവൻ അരികിൽ ചെല്ല. ക്രിസ്തുവിൻ നിന്നയ ചുമക്ക, പാളയത്തിൻ പുറമേ പോക. ഒരു ധനാഢ്യനായി പണ്ഡിതനായി ലോകം ആദരിക്കേണ്ട റബ്ബിയ യാതൊരു തരത്തിലും പരിഗണന കിട്ടാതെ ഈ തണുത്തുറഞ്ഞ ജയിലിനുള്ളിൽ ഒരു കിടപ്പ. അതിനെ കൂടുതൽ വിഷമിപ്പിക്കുന്ന ഒരു വാർത്ത കൊണ്ടൊട്ടിക്കുക, നീ മരിക്കും. ഇത് കണ്ടാൽ തന്നെ ഉള്ളം നടുങ്ങും, മാനസികമായി തകരും, ജീവിതത്തിൻ്റെ ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞ് ചിന്തിക്കും. വിവാഹം കഴിച്ചിരുന്നെങ്കിൽ, മക്കളുണ്ടായിരുന്നെങ്കിൽ, സഹായിപ്പാൻ ആരുമില്ലല്ലോ. 100,000 ചോദ്യങ്ങൾ കൊണ്ട് പിശാച് അലട്ടാൻ വരും. ഇതൊക്കെ അസാമാന്യ മനുഷ്യൻ്റെ ജീവിതമെങ്കിൽ ഇവിടെ കിടപ്പുണ്ടൊരു അസാമാന്യ മനുഷ്യൻ. ആർക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ കഴിയാത്ത ഒരുത്തൻ ഇവിടെ കിടപ്പുണ്ട്. ക്രൂശിലെ ചൈതന്യം അനുഭവിച്ചവൻ. ഹല്ലേലൂയ! ആ കിടപ്പത്ര തേജസ്സേറിയതാ. ആ കിടപ്പിലും ഏൽപ്പിച്ച പണി വിട്ടില്ല. ആ കിടപ്പിൽ കിടന്നൊരു 3 പുസ്തകം കൂടെ എഴുതിയിരുന്നു. അതാ 1-2 തിമോഥെയോസും തിത്തോസും ജീവിതത്തിൻ്റെ അവസാനം എഴുതിയ പുസ്തകം. അന്ന് വായിക്കണം. വല്ല നിരാശയുണ്ടോ? ദുഃഖത്തിൻ്റെ വല്ല സ്പന്ദനമുണ്ടോ? ഒരു മുന്നറിയിപ്പ് തരുന്നു. എന്താണെന്നറിയണ്ടേ? എൻ്റെ നിര്യാണകാലം അടുത്തു. ഞാനിപ്പോഴേ പാനീയയാഗം. എന്താ പാനീയയാഗം എന്നറിയണ്ടേ? സകല യാഗവും കഴിഞ്ഞാൽ അവശേഷിക്കാൻ കുറേ വേസ്റ്റ് ഉണ്ട്, കത്തിച്ചൊക്കെ കളയാൻ. എണ്ണ വീഞ്ഞൊക്കെ നിറച്ച പാനീയമില്ലേ, ഇതങ്ങനെ അങ്ങോട്ട് ഒഴിച്ചാൽ പിന്നൊന്നുമില്ല. എനിക്കിങ്ങനെ ആകണമെന്ന് യേശുവിന് വേണ്ടി പാനീയയാഗമായി ഞാൻ ഒഴിക്കപ്പെടുക. എന്നിട്ടേ ഇത് എത്ര നാൾക്കുള്ളിൽ ശിക്ഷ നടപ്പിലാക്കുമെന്നില്ല. ഇവിടെ ഉള്ളവർക്കത് മനസ്സിലാകും. തണുപ്പാ, വലിയ തണുപ്പിൻ്റെ സമയത്ത് ഈ പൊതുശിക്ഷ നടപ്പിലാക്കാനൊക്കെ ആളുകൾക്ക് വരണം, ഉദ്യോഗസ്ഥർക്ക് വരണം, അതൊക്കെ രേഖപ്പെടുത്തണം, ക്രമസമാധാനം നോക്കണം. ഇതൊക്കെ വലിയ വിഷയമാണ്. അതുകൊണ്ട് ചിലപ്പോൾ നാളെ നടക്കാം, അല്ലെങ്കിൽ ഈ ശീതകാലം കഴിയാം. ഉണ്ടേലും കൊള്ളാം, ഇല്ലേലും കൊള്ളാം. അദ്ദേഹം പറയാം, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് മരിക്കുന്നത് ലാഭം, എനിക്ക് ജീവിക്കുന്ന ക്രിസ്തു. ഒരു ഭാരമില്ലെന്ന്. ദൈവം തന്ന ഈ ജീവിതമില്ലേ, അത് മനോഹരമായിട്ട് ഉപയോഗിച്ചോണം. മരിക്കേണ്ടി വന്നാൽ ആയിക്കോട്ടെ. ഹല്ലേലൂയ! ഒരിക്കൽ ഈർപ്പക്കാരൻ, അവന് സുവിശേഷത്തിന് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു. അവനൊരു സ്ഥാപനത്തിൽ സുവിശേഷത്തിൻ്റെ വചനങ്ങൾ പറഞ്ഞതിൻ്റെ പേരിൽ പീഡിപ്പിക്കപ്പെട്ടു. പക്ഷെ കുറേ ദൈവമക്കളും ഒപ്പം ഉണ്ടായിരുന്നു. അപ്പോൾ അവസാനം ഈ സ്ഥാപനം ക്രൂരമായ ഏകാധിപത്യം നിലനിൽക്കുന്ന ഒരു രാജ്യത്ത് ഇവൻ്റെ വസ്ത്രങ്ങളൊന്നൊന്നായി ഉരിഞ്ഞു മാറ്റി, നഗ്നനായി. ലജ്ജ തോന്നാതെ അവൻ പറയാണ്, എനിക്ക് ലജ്ജ തോന്നുന്നില്ല. അതിൻ്റെ കാരണം പിറന്നു വീണ ഒരു കുഞ്ഞിനെ കണ്ട് ഈ മിഡ് വൈഫ് ഒരിക്കലും അവൻ്റെ നഗ്നത കണ്ടിട്ട് തലയൊളിക്കില്ല. ഇതുപോലെ ഞാൻ ഒരു പുതുലോകത്തേക്ക് പിറക്കുന്നതിൻ്റെ തുടക്കം സകലതും ത്യജിച്ചു. ആ ക്രൂശിക്കാൻ വന്നവരെയൊക്കെ, അവൻ പീഡിപ്പിക്കാൻ വന്നവരെയൊക്കെ അനുഗ്രഹിച്ചു. അല്പം കഴിഞ്ഞ് അവന് മരണവിധി ഉറപ്പാക്കാൻ വരുന്ന ആളിനെ നോക്കി പറഞ്ഞു, ഓ വെൽക്കം മിസ്റ്റർ ഡെത്ത്, സ്വാഗതം. എന്തെന്നാൽ ആ മനുഷ്യൻ എങ്ങനെയാണ് വിളിച്ചേ? ആ വാക്യത്തോട് ചേർത്ത് പൂരിപ്പിച്ചു, വിട്ടുപിരിഞ്ഞ്.
ക്രിസ്തുവിനോട് കൂടെ ആയിരിക്കുന്നത് എനിക്കേറെ നല്ലത്. പ്രിയരെ, ഈ കിടപ്പിലെ അല്പം നീണ്ടുപോകുമോ ദിവസങ്ങളെന്നോർത്ത് ശീതകാലം വരെ കഴിയണം. ഈ കിട്ടിയ ചെറിയ ചാക്ക് കഷ്ണം പോരാ, ഇവിടെ കിടക്കാനൊരു പ്രയാസം. സമയം ഒത്തിരി ഉണ്ട്. വെറുതെ ഇരിക്കാൻ വയ്യ, എഴുതണം, വായിക്കണം. മരണവിധിയൊന്നും എൻ്റെ ലക്ഷ്യങ്ങളെ തകർക്കരുത്, അത് പിശാച് ജയിക്കും. തിമത്യോസിനും തിത്തോസിനുമൊക്കെ എഴുതാനിരിക്കുമ്പോഴും മരണത്തിൻ്റെ വാറണ്ട് കൊണ്ട് അതുവഴി സഞ്ചരിക്കുന്ന കാവാലികന്മാരായ ശത്രു വിളിക്കും, വാ, സമയമെടുത്തു. അപ്പോഴൊക്കെ ഭക്തൻ പറയണം, വരാൻ മടിയൊന്നുമില്ല, ഞാൻ തിമത്യോസിനൊന്ന് എഴുതുക, തീരട്ടെ, ഞാനിവിടെ ജോലിയില്ല, നീ അവിടെ നിൽക്ക്. ചിലപ്പോഴൊക്കെ പിശാച് വിളിക്കും, വാ, തീർന്നു. അപ്പോഴൊക്കെ ഭക്തൻ പറയണം, നോ, ഐ ഹാവ് ടു കണ്ടിന്യൂ മൈ മിഷൻ. എൻ്റെ മിഷൻ തീർന്നില്ല. എത്രയാവർത്തി മരണം നമ്മളെ ഇങ്ങനെ വിളിക്കാൻ അടുത്ത് വന്നു. അപ്പോഴൊക്കെ ഭക്തൻ ആത്മാവിൽ നോക്കിയിട്ട് പറഞ്ഞ് ജയിച്ചു, നോ, ഇതല്ല സമയം. സമയം അടുക്കുമ്പോൾ മടിയൊന്നുമില്ല, നീ വിളിക്കൊന്നും വേണ്ട. അന്നെഴുതുക, മകനേ തിമത്യോസേ, നീ വരുമ്പോൾ തന്നെ വരല്ലേ. നമ്മുടെ മാർക്കോസ് ഉണ്ടല്ലോ, പണ്ട് ഞങ്ങൾ തെന്നിപ്പിരിഞ്ഞ, അവനെ കൊണ്ടുവരണം. അവനേക്ക് ഒത്തിരി പ്രയോജനപ്പെടും, കൊണ്ടുവാ, ഒന്ന് കാണണം. ഈ കത്ത് കിട്ടിയ മാർക്കോസിൻ്റെ സന്തോഷം എത്ര വലുതാണെന്നറിയണ്ടേ. എന്താ കാര്യം? മാർക്കോസ് പണ്ട് തെറ്റിപ്പിരിഞ്ഞ കുറ്റം അവൻ്റെയാ അല്ലേ? ബർണ്ണബാസും പൗലോസും തമ്മിൽ തെറ്റിപ്പിരിയാൻ കാരണം പോകുമ്പഴിക്ക് ബർണ്ണബാസ് മാർക്കോസിനോട് പറഞ്ഞിട്ടുണ്ടാകും, കുഞ്ഞേ, നീ കാരണം എനിക്ക് നഷ്ടപ്പെട്ടതൊരു ജ്യേഷ്ഠനെയാണ്. കല്ലേറ് വരുമ്പോഴൊക്കെ എന്നെ സംരക്ഷിച്ച് ഏറേറ്റി വാങ്ങിയൊരു സഹോദരനെ, വില കൊടുത്താ ഞാൻ നിന്നെ കൊണ്ടു നടക്കുന്നത്. എന്നെ കൊണ്ടുപോകുന്നതിൻ്റെ പിന്നിൽ വില കൊടുത്ത കുറേ മനുഷ്യരുണ്ട്. ഒരിക്കൽ നീ നീതി കാട്ടണം, ഇനിയെങ്കിലും നീ നന്നാകണം. അങ്ങനെ നന്നായ മർക്കോസിനെ സമാഗമത്തിന് വിളിക്കുക പൗലോസ്. അതിനു മുമ്പേ കോംപ്രമൈസ്ഡാ, പക്ഷെ കാണണം അവനെ, നീ കൊണ്ടുവരണം. ജീവിതത്തിൽ ആവശ്യപ്പെട്ട ഒരേ ഒരു ഭൗതിക വസ്തുവാണ് പിന്നെ പറഞ്ഞേ. ഞാൻ കർപ്പോസിൻ്റെ പക്കൽ ഒരു പഴയ പുതപ്പ് വച്ചിട്ടുണ്ട്. വരുമ്പോൾ മാർക്കറ്റിൽ നിന്ന് നല്ലൊരെണ്ണം വാങ്ങാനല്ല, ആ പഴയ പുതപ്പ്, പുസ്തകം, ചർമ്മലിഖിതം നീ വരുമ്പോൾ കൊണ്ടുവരണം. അലച്ചു നോക്കിയ പ്രിയപ്പെട്ടവരെ, ഒരു വലിയ കോടീശ്വരൻ്റെ മകൻ സകലതും തെറ്റിക്കിടക്കുന്ന ഈ കിടപ്പിൽ ആഗ്രഹിക്കുന്ന വസ്തു ഇതാണെങ്കിൽ നമ്മളെത്ര ശൂന്യരാ. കിട്ടിയതൊന്നും പോരാ, ലഭിക്കുന്നതൊന്നും സന്തോഷത്തോട് ഉപയോഗിക്കാൻ വയ്യ. ഇതൊന്നും അല്ലെന്ന് തോന്നുന്ന വിചിത്രമായൊരു ബോധം ഭരിക്കുമ്പോഴൊക്കെ ഈ പുസ്തകത്തിലെ വചനം പ്രാപിച്ചവൻ സ്വന്തം പ്രാണനെ ഇങ്ങനെ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവസന്നിധിയിൽ നിന്ന് പ്രാപിക്കുക. പക്ഷെ ചരിത്രം പറയുന്നേ, ഇതുമൊക്കെ ആയിട്ട് തിമത്യോസും മാർക്കോസും ഒക്കെ ദീർഘദൂരം താണ്ടി നാൾക്ക് ശേഷം എത്തി. വഴി നിൽക്കുന്ന തടവറ സൂക്ഷിക്കുന്നവരൊക്കെ പരിചയമുണ്ട്. കാരണം ഇവർ പലരും ദൈവമക്കളുണ്ട്. വന്നു പറഞ്ഞു, ഗുരുവിനെ കാണണം. നിൻ്റെ പേര് തിമത്യോസ്, ഗുരുവിൻ്റെ പേര് തർസോസിലെ ശൗൽ എന്ന് വിളിപ്പേരുള്ള പൗലോസ്, കൂടെയുള്ളത് മാർക്കോസ്. കൂട്ടുകാരാ, താമസിച്ചു പോയല്ലോ കൂട്ടുകാരാ. ഇന്ന് പ്രഭാതത്തിൽ 3:30 മണിക്ക് ദൂരെ കാണുന്ന 3 ഫൗണ്ടെയിൻ എന്നൊരു സ്ഥലമുണ്ട്. 3 ജലധാരകൾ സംഗമിക്കുന്ന റോമിലെ ഒരു കൊലക്കളം. ആളുകളെ നിരത്തി നിർത്തി ഈർച്ചവാളിനെ അറക്കുന്ന സ്ഥലം. ജലധാരയുടെ ആ ശബ്ദത്തിൽ ഈ കരച്ചിൽ പുറത്തു വരാതെ ഈ പെരുവെള്ളത്തിൻ്റെ ശബ്ദത്തിൻ്റെ ഉള്ളിൽ കരയുന്നവൻ്റെ കരച്ചിലും ഒടുങ്ങണം. ആ സ്ഥലത്തേക്ക് ചങ്ങല ധരിപ്പിച്ച ആളുകളെ കൊണ്ടുപോകുന്ന രീതി കേൾക്കണ്ടേ? ഈ ചങ്ങല ഈ എക്സാകൃതിയിൽ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ആ കൂടി ഈ കാല് അടുത്തവൻ്റെ കാലിൽ കെട്ടിയേക്കുകയെന്ന് ചെറിയൊരകലത്തിൽ. 19 പേരിങ്ങനെ നടക്കുമ്പോൾ വേച്ച് വിറയ്ക്കാം, വീഴാം. അധികം വേഗത്തിൽ പോകാൻ പറ്റില്ല, പതുക്കെയും പോകാൻ പറ്റില്ല. ഈ എഫസോസൊക്കെ അങ്ങനെയുള്ള സ്ഥലമാണ്. ഒരറ്റം മുതൽ 50 കിലോമീറ്ററൊക്കെ ഇങ്ങനെ നടത്തുമായിരുന്നതാണ് മനുഷ്യനെ. മറ്റൊരു കുതിരപ്പുറത്ത് ഇങ്ങനെ അടിച്ചും പീഡ സഹിച്ചും പോകാൻ നിൻ്റെ ഗുരു ഇറങ്ങുമ്പോൾ കൂടെ പീഡിപ്പിക്കപ്പെടാൻ പോകുന്ന ആളുകളൊക്കെ ചീത്ത പറഞ്ഞ് ഞങ്ങളെ പഴിച്ച് തെറി പറഞ്ഞ് പരിഹസിച്ചു പോകുമ്പോൾ
നിൻ്റെ ഗുരുവിൻ്റെ മുഖത്ത് മാത്രം എന്തൊരു ചൈതന്യം! ആ ഗുരു ഞങ്ങളെ നോക്കി ചെയ്ത എല്ലാ സേവനങ്ങൾക്കും നന്ദി പറഞ്ഞിങ്ങനെ പോകുമ്പോൾ ഹൃദയം ത്രസിച്ചു. താങ്കൾ ഇവിടെ വരുമെന്നും കാണുമെന്നും ഒക്കെ ഞങ്ങളെ പറഞ്ഞേൽപ്പിച്ചു. തിമോത്തിയോസ്, പോകണം പെട്ടെന്ന്, ഇവിടെ നിൽക്കരുതേ. ചാരപ്പട കറങ്ങുന്നുണ്ട് ഇവിടെ, പിടിക്കപ്പെടും, അകത്തു പോകും, സൂക്ഷിക്കണം. സ്നേഹമുള്ള ഒരാളായോണ്ട് പറയുക, സൂക്ഷിക്കണം. നോ, തിമോത്തിയോസ് പോവില്ല. തിമോത്തിയോസ് വഴക്കില്ല. തിമോത്തിയോസ് കീഴടങ്ങില്ല. മാർക്കോസ് തോക്കില്ല. ഞങ്ങൾ കീഴടങ്ങില്ല. ജയമെടുത്ത ഗുരുവിൻ്റെ ശിഷ്യന്മാരാ ഞങ്ങൾ. ഇരിഞ്ഞെരിഞ്ഞെരിഞ്ഞ് യേശുവിന് വേണ്ടി ശോഭിക്കും. എനിക്ക് പ്രസംഗിച്ചു മരിക്കണം, പാടി മരിക്കണം, ശുശ്രൂഷിച്ചു മരിക്കണം. അവസാന ശ്വാസത്തിലും പറയണം, യേശു മാത്രം രക്ഷകൻ, യേശു മാത്രം രക്ഷകൻ, മറ്റൊരുത്തല്ലും രക്ഷയില്ല. യേശു മാത്രം രക്ഷകൻ, യേശുവിലൂടെ മാത്രം രക്ഷ. അവൻ നമ്മുടെ സൗഖ്യദാതാവ്, അവൻ നമ്മുടെ വീണ്ടെടുപ്പുകാരൻ, അവൻ മാത്രം രക്ഷകൻ, അവനിലൂടെ മാത്രം രക്ഷ. ഛേദോഹരമായ ഈ അനുഭവത്തിന് കാക്കാൻ ആരുണ്ടിന്ന് പകൽ? എനിക്ക് യേശുവിനായി നിൽക്കണം, യേശുവിനെ സാക്ഷിക്കണം, യേശുവിൻ്റെ പൈതലാകണം. എൻ്റെ മക്കൾ യേശുവിൻ്റെ വൈതങ്ങളാകണം. അവർ യേശുവിനെ പ്രസംഗിക്കണം. കിട്ടുന്ന അവസരങ്ങളിലൊക്കെ യേശുവിനെ സാക്ഷിക്കണം. ആഗ്രഹത്തോടെ, താല്പര്യത്തോടെ നമുക്ക് ധ്യാനചിത്തരായി ദൈവസ്ഥലം എഴുന്നേറ്റ് നിൽക്കുക. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക. അത് 2-3 മിനിറ്റുകൾ മുമ്പോട്ട് പോയി ക്ഷമിക്കുക. എല്ലാവരും എഴുന്നേൽക്കുക. പ്രാർത്ഥിക്കാമല്ലോ, നമുക്ക് സമർപ്പിക്കാമല്ലോ. യേശുവിനെ ഒന്ന് സാക്ഷിക്കാം. കിട്ടുന്നൊരവസരം സുവിശേഷം പറയാൻ, കർത്താവിനായി ഒന്ന് ത്യാഗം സഹിക്കാൻ. എത്രയോ ത്യാഗങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി നടത്തി. ഓൺ ബിഹാഫ് ഓഫ് ക്രോസ് ഐ വാണ്ട് ടു ബി സഫർ, ഐ വാണ്ട് ടു ബി ടോളറേറ്റ്. എനിക്ക് ക്രൂശിന് വേണ്ടിയും സഹിക്കണം, എനിക്ക് ക്രൂശിനെ സാക്ഷിക്കണം. എനിക്ക് യേശുവിൻ്റെ മകനായി, യേശുവിൻ്റെ മകളായി ആ സാക്ഷ്യം ഉയർത്തിപ്പിടിക്കണം. ആരുണ്ട് ഇന്ന് പകൽ? കഴിഞ്ഞ രാത്രി സമർപ്പിച്ചവരുണ്ട്. ഒരിക്കൽ കൂടി സമർപ്പണം ചെയ്യുക. പടചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനോ കാര്യങ്ങളിൽ ഇടപെടുന്നില്ല. നമുക്ക് മഹത്വം ദൈവത്തിന് അർപ്പിച്ചിട്ട് അങ്ങനെ ഒന്ന് സമർപ്പിക്കാമോ? എനിക്കായും പ്രാർത്ഥിക്കുക. പ്രിയരെ, ഞാൻ അമേരിക്ക വരാൻ പ്രാർത്ഥിച്ചിട്ടില്ല, ആഗ്രഹിച്ചിട്ടില്ല. വീസ ഉറപ്പായി കഴിഞ്ഞ് മാത്രം പ്രാർത്ഥിച്ച ഒരാളാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് നേപ്പാളിൽ പോകാൻ, ആഫ്രിക്കയിൽ പോകാൻ, ലങ്കയിൽ പോകാൻ. നിങ്ങളും എനിക്കായി അതിനുവേണ്ടിയാണ് പ്രാർത്ഥിക്കണ്ടേ. കുടുംബമായി സ്ഥലങ്ങളിൽ പോകണം, യേശുവിന് വേണ്ടി പ്രവർത്തിക്കണം. ഇപ്പോൾ ചെയ്യുന്ന ഒന്നിലും തൃപ്തനല്ല. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും സംതൃപ്തി പോരാ. എല്ലാ വേണ്ട പരിഗണനയും എനിക്ക് നാട്ടിൽ കിട്ടുന്നുണ്ട്. ഭൗതികമായി വേണ്ടതൊക്കെ ഉണ്ട്, ആത്മീയമായി പോരാ. ആത്മശക്തി ഇനിയും പ്രദർശിപ്പിക്കണം, യേശുവിനെ സാക്ഷിക്കണം. അതിനുവേണ്ടി നമുക്കൊന്ന് പ്രാർത്ഥിക്കുക. ഉള്ളൊരുക്കി നിങ്ങളും പ്രാർത്ഥിക്കുക. നമ്മളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കുക. ഒരു പുത്തൻ അഭിഷേകം, ഒരു പുത്തൻ നിയോഗം. പാട്ടുപാടി കർത്താവിനെ ആരാധിച്ച് ജയമെടുത്ത് കർത്തദാസന്മാർ തുടർന്നുള്ള ശുശ്രൂഷകൾ നിർവഹിക്കും. പാടുന്ന കുഞ്ഞുങ്ങൾക്ക് സ്റ്റേജിലേക്ക് കടന്നു വരാ. ഒരുമിച്ച് പാടി കർത്താവിനെ മഹത്വപ്പെടുത്തുക. ഉണർവോടെ, ആത്മശക്തിയോടെ, ദൈവകൃപയോടെ ഹൃദയം ധ്യാനിച്ച് പാടുമ്പോൾ കർത്താവിനായി നിൽക്കാൻ മനസ്സുള്ള, യേശുവിന് വേണ്ടി നിൽക്കാൻ, സാക്ഷിക്കാൻ മനസ്സുള്ള എത്ര പേര് ഇവിടെ ഉണ്ട്? അവർ മാത്രം കരമുയർത്തിയാട്ട് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ആ കരമുയർത്തിയവരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യൗവനക്കാർ കരമുയർത്തി, പിതാക്കന്മാർ കരമുയർത്തി, എനിക്ക് യേശുവിനെ സാക്ഷിക്കണം, ദൈവവൈതലായി മുന്നേറണം. ഈ കൃപയോടെ, ഈ ബലത്തോടെ നമുക്ക് പാടാം. അതിനിടയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവിൻ്റെ ദാസന്മാർ നമുക്ക് ആ യോഗ്യമായൊരു ഗാനം പാടും. നമുക്ക് കർത്താവിനെ ആരാധിക്കാം.